പൈസ ഉണ്ടാക്കി രക്ഷപ്പെടാൻ പറ്റും യൂറോപ്പിലാണ്. നമുക്ക് നല്ല സാലറി കിട്ടുന്നുണ്ട്, എക്സ്പെൻസീവ്. പഠിക്കണം എന്നുള്ള ആഗ്രഹം കൊണ്ട് ശരിക്കും വന്നതല്ല, ഷെങ്കൻ കൺട്രീസിലേക്കുള്ള ഒരു ആക്സസ്. നമുക്ക് അവിടെ അടിച്ചു പൊളിക്കാനുള്ള ക്യാഷ് ഉണ്ട്, ജീവിക്കാനുള്ള ക്യാഷ് ഉണ്ട്, വീടുണ്ട്, കുടുംബം ഉണ്ടെന്നല്ലേ, വീടുണ്ട്. റിപ്ലൈ തരുമോ എന്ന ഞാൻ സംസാരിക്കുമ്പോ എന്നെക്കാളും സംസാരിക്കുന്ന ആളാ നിങ്ങള്. റിയലി നമ്മളെന്തോ ചെയ്യുന്നു അത് ഇഷ്ടമല്ലാത്ത ആൾക്കാർ അങ്ങനത്തെ കാര്യങ്ങൾ ഞാൻ ശ്രദ്ധിക്കാറില്ല. കാരണം സ്ട്രിപ്പ് ക്ലബിനകത്ത് കയറിയിട്ട് അവിടെ പോയിരുന്ന് മാസ്റ്റർബേറ്റ് ചെയ്യുക. ഇന്ത്യൻസ് ആണ് നമ്മുടെ വംശം മനസ്സിലാക്കി കഴിഞ്ഞാൽ അവർ അലവില്ല. 50% ശരിക്കും അവിടെ റേസിസം എന്ന് പറഞ്ഞൊരു സംഭവമാണ്. എന്റെ ഒരു പ്രൊഫസർ ഭയങ്കര റേസിസ്റ്റിക് ആയിരുന്നു. ടാക്സി ഓടുന്ന ആളുകളെ അവരെ തോക്ക് ചൂണ്ടുന്ന സീനൊക്കെ ഉണ്ടായിട്ടുണ്ട്. പാകിസ്ഥാന് പ്രശ്നം ഉണ്ടാക്കിയാലും ഇന്ത്യക്കാരന്റെ തലയിൽ അവര് വാട്സ്ആപ്പ് നമ്പറിന്റെ ബേസിസിൽ മാത്രമാണ് ഇത്രയും ക്യാഷ് കൊടുക്കുന്നത്. ഭൂരിഭാഗം സ്കാമേഴ്സും മലയാളികളുമാണ്. പുറത്തേക്ക് നോക്കുന്ന ആളുകൾക്ക് പേഴ്സണലി കൊടുക്കാൻ പറ്റിയിട്ടുള്ള ഉപദേശങ്ങൾ എല്ലാവരും ഒരു കപ്പ് ഓഫ് ടീ അല്ല യൂറോപ്പ്. എന്റെ നാട് എന്ന് പറഞ്ഞ സാധനം അവിടെ കിട്ടില്ല. നമ്മൾ എത്ര ഇന്റഗ്രേറ്റ് ചെയ്ത് നമുക്ക് പെർമനന്റ് റെസിഡൻസ് എന്ന് പറഞ്ഞാലും നമ്മൾ അവിടെ വരുത്തന്മാരാണ്. A young man with big dreams, coming from Pathanamthitta to the world of Europe. Meet Ashwin, Mr. Talkative as an experienced traveler and a true influencer. Heartily welcome to our Flight Ticket podcast show. ഹായ് ഗായ്സ്, അനസാണ്. അപ്പൊ ഇന്ന് നമ്മുടെ ഫ്ലൈറ്റ് ടിക്കറ്റിന്റെ പുതിയൊരു പോഡ്കാസ്റ്റ് ഷോ, നമ്മുടെ പുതിയ അതിഥി ഉണ്ട് അശ്വിൻ, മിസ്റ്റർ ടോക്കേറ്റീവ്. അപ്പോ നമ്മുടെ ഷോയിലേക്ക് സ്വാഗതം. താങ്ക് യു. അപ്പോ അശ്വിൻ ബ്രോ എനിക്ക് പരിചയം വരുന്നത് EMCCയിലേക്ക് എന്നെ ക്ഷണിച്ചിട്ടാണ്. ക്രൊയേഷ്യയിൽ തന്നെയാണ് ക്ഷണിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ EMCC എന്ന് പറഞ്ഞിട്ടുള്ള മലയാളി കണ്ടന്റ് ക്രിയേറ്റേഴ്സിന്റെ അസോസിയേഷന്റെ ഫോം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കമ്മ്യൂണിറ്റിയാണ്. യൂറോപ്പിലുള്ള മലയാളി കോണ്ടന്റ് ക്രിയേറ്റേഴ്സിനെ ഒരു കൂടെ കീഴിൽ കൊണ്ടുവരിക എന്ന ഒരു ആശയത്തോടു കൂടി വന്നത്. അപ്പൊ ക്രൊയേഷ്യയിൽ നിന്ന് നമുക്കൊരു ക്രിയേറ്റർ ഇല്ലായിരുന്നു. അപ്പൊ അങ്ങനെയാണ് അനസിനെ നേരത്തെ കണ്ടിട്ടുണ്ട്, ഇൻസ്റ്റാഗ്രാം സ്ക്രോളിംഗിൽ കണ്ടിട്ടുണ്ട്. പക്ഷെ അനസിന്റേതായ ഒരു പ്രസന്റേഷൻ, നിങ്ങളുടെ ഒരു കോണ്ടന്റ് ക്രിയേഷൻ സ്റ്റൈൽ, അവിടെയാണ് നമ്മൾ തമ്മിൽ എന്തോ ഒരു കണക്ടിവിറ്റി ഫീൽ ആയത്. പക്ഷെ ഞാനൊക്കെ തുടങ്ങുന്ന സമയത്തിനും എത്രയോ മുമ്പ് നിങ്ങളൊക്കെ വീഡിയോ ചെയ്യുന്നുണ്ടായിരുന്നു. ഞാൻ നിങ്ങളൊക്കെ അന്ന് ഫോളോ ചെയ്യുന്നുണ്ട്. നിങ്ങൾ കൊടുക്കുന്ന ഇൻഫർമേഷൻ കാര്യങ്ങളൊക്കെ അടിപൊളിയാണ്. കറക്റ്റ് ആയിട്ടുള്ള അത് ഒരു കൺട്രി മാത്രമല്ല, ഓരോ കൺട്രീസും. അപ്പൊ ഞാൻ അന്ന് നിങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ട്. പിന്നെ നിങ്ങളായിട്ട് എനിക്ക് മെസ്സേജ് അയക്കുക, പെട്ടെന്ന് സംസാരിക്കാൻ, എല്ലാവർക്കും റിപ്ലൈ കൊടുക്കുന്ന ആളാണ് ഞാൻ. അതെ, അങ്ങനെ എനിക്ക് ഭയങ്കരമായിട്ട് നിങ്ങളുടെ ആത്മാവിനോട് തൃശ്ശൂർ വന്ന് കണക്ട് ആയി. അപ്പോ ഇത് നമ്മുടെ ഒരു പുതിയൊരു എപ്പിസോഡാണ്. ഫ്ലൈറ്റ് ടിക്കറ്റ് എന്ന് പറയുന്ന ആളുകള് വിദേശത്തേക്ക് ജോലിക്കും പഠിക്കാനായിട്ട് പോകുന്നവർക്ക് ഹെൽപ്പ് ആവുന്ന രൂപത്തിലുള്ള അതിനു വേണ്ടിയിട്ടുള്ള ഒരു ഷോ ആണ്. അവർക്ക് എങ്ങനെയാണ് പോവുക, എന്തൊക്കെയാണ് കാര്യങ്ങൾ, അവിടെ ചെന്ന് കഴിഞ്ഞാൽ എന്തൊക്കെ നമ്മൾ കാര്യങ്ങൾ ആലോചിക്കാനുണ്ട്, എങ്ങനെയാണ് അവിടുത്തെ ജീവിതങ്ങൾ എന്നൊക്കെ നമ്മൾ പറയുന്ന ഒരു ഷോ ആണ്. അത് കോൺസെപ്റ്റ് വളരെ നല്ലൊരു കോൺസെപ്റ്റ് ആണ് കേട്ടോ. ഈ ഒരു പോഡ്കാസ്റ്റ് എന്നെ വിളിച്ച് നമ്മുടെ നാട്ടിൽ വെച്ചിട്ട് ഇപ്പൊ ആദ്യമായിട്ട് നേരിട്ട് കാണുന്നത്, നമ്മൾ യൂറോപ്പിൽ വെച്ച് കണ്ടില്ല. നാട്ടിൽ വന്ന് കണ്ടിട്ട് അനസ് ഈ ഒരു ഐഡിയ എന്റെ അടുത്ത് പറയുമ്പോൾ എനിക്ക് ഭയങ്കര ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. ഇങ്ങനെ ഒരു പോഡ്കാസ്റ്റ് വേറെ ആരും ചെയ്യുന്നില്ല. ഇറ്റ്സ് ഔട്ട് ഓഫ് നോവെയർ വന്നിട്ട് ബ്രോ നമുക്ക് ഇങ്ങനെ ഒരു സാധനം ചെയ്യണമെന്നുണ്ട്. നല്ല കോൺസെപ്റ്റ് ആണ്. ഐ അപ്രീഷിയേറ്റ് യു ഫോർ ദാറ്റ്. ഒരുപാട് പേർക്ക് ഹെൽപ്ഫുൾ ആവും ആരും പറയാത്ത കാര്യങ്ങൾ ഇതിലൂടെ പറയുമ്പോൾ. പ്രത്യേകിച്ച് ഇപ്പം ഞാൻ എന്റെ പ്ലാറ്റ്ഫോമിലൂടെ പറയുന്നു, മറ്റൊരു പ്ലാറ്റ്ഫോമിലൂടെ പറയുന്നു. ഇതെല്ലാം കൂടെ സംയോജിപ്പിച്ച ഒരു സ്ഥലത്ത് പറയിപ്പിക്കാനുള്ള ഒരു ഇനിഷ്യേറ്റീവ് എടുക്കുക എന്ന് പറയുന്നത്. അതെ, ഞാൻ ഉദ്ദേശിക്കുന്നതും ഈ പ്ലാറ്റ്ഫോമില് പുറത്തേക്ക് ഇൻഫ്ലുവൻസ് ആയിട്ടുള്ള ആള്. ഇൻഫ്ലുവൻസ് എന്ന് ഉദ്ദേശിക്കുന്നത് ജസ്റ്റ് ഒരു വീഡിയോ ചെയ്തു എന്നുള്ളത് ഒരു ഇൻഫ്ലുവൻസ് അല്ല. ബാക്കിയുള്ളവർക്ക് അവരുടെ ലൈഫിൽ നിന്ന് എന്തെങ്കിലും എടുക്കാനുണ്ട് എന്ന് തോന്നുന്ന രൂപത്തിൽ ഇപ്പൊ നിങ്ങൾ ചെയ്യുന്ന കുറെ അറിവുകൾ പകരുന്നുള്ള ഒരു സംഭവമുണ്ട്. ഉണ്ട്, എനിക്ക് തോന്നിയിട്ടുണ്ട് കുറെ കാര്യങ്ങൾ. ഇപ്പൊ നിങ്ങൾ സ്വീഡന്റെ കാര്യങ്ങള്, ജർമ്മനിയിൽ നിന്നുള്ളപ്പോ നിങ്ങൾ ജർമ്മനിയുടെ കാര്യങ്ങള്, അപ്പൊ ഓരോ ഭാഗത്തേക്ക് പോകുമ്പോഴും അവിടുത്തെ ലൈഫ്, അവിടുത്തെ കൾച്ചർ, അവിടുത്തെ ആളുകളുടെ ജീവിതശൈലി, അവിടുത്തെ ഫുഡ്, എല്ലാ സംഭവങ്ങളും നമ്മളായിട്ട് കാണിക്കുന്നുണ്ടല്ലോ. അപ്പൊ ഇതൊക്കെ ഓരോരുത്തരെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മൾ പോയ പോലെ കഷ്ടപ്പെട്ട് വരാൻ ഉദ്ദേശിക്കുന്ന ഒരുപാട് ആളുകൾ, എന്നെ ഫോളോ ചെയ്യുന്നവരോട് ഒരുപാട് ആളുകൾ എന്നോട് പറയാറുണ്ട്. ഇവിടെ നിന്ന് കാണുമ്പോൾ ഞാൻ നാട്ടിൽ നിന്ന് ഒരുപാട് ആളുകളെ കണ്ടിട്ടുണ്ടായിരുന്നു. അവരൊക്കെ നമ്മുടെ അടുത്ത് പറയുന്നുണ്ട്. അപ്പൊ ഇവർക്കൊക്കെ എങ്ങനെയാണ് എന്തൊക്കെ കാര്യങ്ങൾ എന്ന് അറിയണം. ഇതൊക്കെ വ്യക്തമായിട്ട് കാണിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. ഇതിപ്പോ നാളെ ഒരു വീഡിയോ ചെയ്യാത്ത ഒരാളാണ്, എനിക്ക് സംസാരിക്കാൻ താല്പര്യം ഉണ്ടെന്ന് പറയുന്ന ഒരാളും നമ്മുടെ ഷോയിലേക്ക് ഹാർദവമായിട്ട് സ്വാഗതമാണ്. അപ്പോ ഇന്ന് നമ്മൾ സംസാരിക്കുന്നതും ഇങ്ങനത്തെ കാര്യങ്ങളാണ്. അപ്പൊ അശ്വിൻ ബ്രോയോട് ചോദിക്കുന്നത്, അശ്വിൻ ബ്രോ എവിടെ പഠിച്ചിട്ടുണ്ടായിരുന്നത്, എന്താണ് ബാക്ക്ഗ്രൗണ്ട്, എങ്ങനെയാണ് ഈ ഫീൽഡിലേക്ക് വന്നത്, എങ്ങനെയാണ് പുറത്തേക്ക് എത്തിയത്, എന്തൊക്കെയാണ് കാര്യങ്ങൾ? ഓക്കെ, ടോക്കിംഗ് അബൌട്ട് മീ, ഞാൻ ട്രിവാൻഡ്രത്താണ് എന്റെ ബാച്ചിലേഴ്സ് ചെയ്യുന്നത്, മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിൽ. അതിനുശേഷം കുറച്ച് നാളെ QAQC NDT എന്നൊക്കെ പറഞ്ഞ് ചെയ്ത് എനിക്ക് ഇവിടെ ജോബ് പ്ലേസ്മെന്റും കാര്യങ്ങളൊക്കെ ആയി ഇന്ത്യയിൽ തന്നെ. പക്ഷെ ആ സമയത്ത് പെട്ടെന്ന് എനിക്കൊരു ബോധോദയം നേരിട്ട് ഞാനൊരു ട്രാവലിന് വേണ്ടി പോയി. ഒരു നോർത്ത് ഇന്ത്യയിലൊക്കെ ഒരു ഹിച്ച് ഹൈക്കിങ് കാര്യങ്ങളായിട്ട് പോയായിരുന്നു. ആ സമയത്ത് അത് 22 വയസ്സുള്ളപ്പോ. അപ്പൊ ഈ അന്ന് ഈ ഹിച്ച് ഹൈക്കിംഗ് ഒന്നും അധികം ഫേമസ് അല്ല. എന്റെ ഫ്രണ്ട്സ് ഒക്കെ പറഞ്ഞതൊന്നും പോസിബിൾ അല്ല. നമ്മൾ TV സിനിമയിലൊക്കെ കാണും. ചാർലി സിനിമയൊക്കെ ഇറങ്ങിയ ടൈം, അതൊക്കെ നമ്മൾ
നമ്മള് സിനിമയിലെ കാണുള്ളൂ, വർക്കൗട്ട് ആവില്ലെന്ന് പറഞ്ഞു. പക്ഷെ ഞാനൊരു ബാഗ് എടുത്ത് രണ്ടും കൽപ്പിച്ചിട്ട് ഞാനൊന്നൊരു ട്രിപ്പ് ഇറങ്ങി. അത് നമ്മുടെ ഫ്രണ്ട്സിന് മാത്രം, അതായത് എന്റെ ക്ലാസ്സിലെ ഫ്രണ്ട്സിന് വേണ്ടി കാണാൻ മാത്രം ഒരു 35 പേരുടെ ഒരു ഫോളോവർഷിപ്പ് ഉള്ള ഒരു ടിക്ടോക്ക് ഒക്കെ ഉണ്ട്. അതിൽ ചുമ്മാ വീഡിയോ ഇട്ട് തുടങ്ങിയതാണ് കോണ്ടന്റ് ക്രിയേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. അന്ന് എന്റെ ഏറ്റവും വലിയ കൺസേൺ, എനിക്ക് സംസാരിക്കാൻ ഭയങ്കര പേടി. അതായത് എനിക്ക് കമ്മ്യൂണിക്കേഷൻ എന്ന സാധനം, അതായത് അറിയാത്ത ആളുകളോട് ഇടപെടുക എന്ന് പറഞ്ഞാൽ വലിയ പാടുള്ള ഒരു കാര്യമാണ്. അപ്പൊ അതിൽ നിന്ന് പുറത്തു വരണം. ആ സാധനത്തിന് വേണ്ടിയിട്ടാണ് ആദ്യം വീഡിയോ എടുത്ത് തുടങ്ങുന്നത്. അന്നൊക്കെ വീഡിയോ എടുക്കുമ്പോൾ ഒബ്വിയസ്ലി നമുക്ക് പേടിയാണ്, ഷിവർ ചെയ്യും. പക്ഷെ ഞാൻ ഒരു 34 ദിവസം കണ്ടിന്യൂസ്ലി ട്രാവൽ ചെയ്തു. ഒരുപാട് സ്റ്റേറ്റ്സിൽ 104 ഡെസ്റ്റിനേഷൻസ് ഞാൻ കവർ ചെയ്തു. അങ്ങനെ കവർ ചെയ്ത് ഇനി തിരിച്ചു വരണോന്ന് ആലോചിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് എത്ര ദിവസം കൊണ്ട് 34 ദിവസം കൊണ്ട് 104 ഡെസ്റ്റിനേഷൻസ് കവർ ചെയ്തു. അപ്പൊ അത് ഇതാണ് ഹിച്ച് ഹൈക്കിംഗ് ആണ് കൂടുതൽ കേട്ടോ. ആ സമയത്ത് പക്ഷെ യൂട്യൂബ് ചാനലോ ഒന്നുമില്ല. പെട്ടെന്ന് എന്റെ ടിക്ടോക്ക് കയറി വൈറലായി. എനിക്ക് പെട്ടെന്ന് കുറച്ച് ഫോളോവർഷിപ്പും കാര്യങ്ങളും വന്നു. ഒരുപാട് പേര് ട്രാവൽ അഡ്വൈസസും കാര്യങ്ങളും ചോദിക്കാൻ തുടങ്ങി. അപ്പൊ എനിക്ക് മനസ്സിലായി ഒരുപാട് പേർക്ക് ആഗ്രഹങ്ങളുണ്ട്, പക്ഷെ റൈറ്റ് ഇൻഫോർമേഷൻസ് ഇല്ലാത്തത് കൊണ്ട്, അല്ലെ എങ്ങനെ ഗൈഡൻസ് ഇല്ലാത്തത് കൊണ്ടാണ് പലർക്കും അത് ചെയ്യാൻ പറ്റാത്തത്. അപ്പൊ എനിക്ക് തോന്നി ഇപ്പൊ ഞാൻ ചെയ്യുന്നുണ്ടല്ലോ, അത് ആളുകളിലേക്ക് കൂടുതൽ എത്തിക്കാം. അങ്ങനെ ചെയ്യുമ്പോഴാണ് എനിക്ക് ലാറ്റ്വിയയിലേക്ക് പോകാനായിട്ടൊരു ഓപ്ഷൻ വന്നത്. ഞാൻ ഇവിടുന്ന് എഞ്ചിനീയറിംഗ് കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് പെട്ടെന്ന് ജോലിക്ക് കയറിയ വലിയ ഇൻട്രസ്റ്റ് ഇല്ലായിരുന്നു. അപ്പോൾ ഞാൻ ഇറ്റലിയിൽ ഒരു യൂണിവേഴ്സിറ്റി അപ്ലൈ ചെയ്യുന്നതിന്റെ കൂട്ടത്തിലാണ് റിഗ ടെക്നിക്കൽ യൂണിവേഴ്സിറ്റി എന്ന് പറഞ്ഞാൽ ലാറ്റ്വിയയിലെ ഒരു യൂണിവേഴ്സിറ്റി അപ്ലൈ ചെയ്യുന്നത്. പെട്ടെന്നുണ്ടായ ഒരു വിളി പോലെ 35-ാം ദിവസം എനിക്കൊരു കോൾ വരികയാണ്. അല്ല, 33-ാമത്തെ ദിവസം ഞാൻ ഈ അവിടെ നിന്ന് തിരിക്കുന്നതിന് തലേ ദിവസം എനിക്കൊരു കോൾ വരികയാണ്. BFS ഇന്റർവ്യൂവിന് ഇവിടെ അപ്പിയർ ചെയ്യാനായിട്ട് വരണം, കാര്യങ്ങളെല്ലാം ഓക്കെ ആയിട്ടുണ്ട്. ഓക്കെ ഫൈൻ എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് തിരിച്ചു വരുമായിരുന്നു. അങ്ങനെ തിരിച്ചു വന്നിട്ട് പിന്നെ രണ്ടാമത് ഇന്ത്യൻ ട്രിപ്പ് പോകുന്നതിന് പകരം നേരെ പോയത് യൂറോപ്പിലേക്കാണ്. അതിന്റെ മാസ്റ്റേഴ്സ് എടുക്കാൻ വേണ്ടിയിട്ടാണ് പോയത്. അങ്ങനെയാണ് ഞാൻ യൂറോപ്പിലേക്ക് ആദ്യം വരുന്നത്. പഠിക്കണം എന്നുള്ള ആഗ്രഹം കൊണ്ട് ശരിക്കും വന്നതല്ല. ഷെങ്കൻ കൺട്രീസിലേക്കുള്ള ഒരു ആക്സസ്, അവിടെ കുറെ ട്രാവൽ ചെയ്യാൻ പറ്റും. പണ്ടൊക്കെ നമ്മുടെ സ്വപ്നങ്ങളിൽ മാത്രം കണ്ടുകൊണ്ടിരുന്നതാണ്. ഞാൻ ഈ നോർത്തിൽ പോകുന്നത് മഞ്ഞുമല തൊട്ടറിയണം, മഞ്ഞ് തൊട്ടറിയണം എന്ന ആഗ്രഹം നോർത്തിൽ പോയിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞാൻ എങ്ങനെ വെച്ചാല് എനിക്ക് ഏകദേശം ശരിയായി പോണെന്നുള്ളത്. നമ്മൾ എന്ത് വിചാരിക്കുക, നമ്മളൊക്കെ ഒരു 6 മാസം നമ്മൾ പീരീഡ് വിചാരിക്കുന്നു. പിന്നെ അതൊരു 10-11 മാസമൊക്കെ ആയി എനിക്ക്. പക്ഷെ ഞാൻ വിചാരിക്കും ഇപ്പൊ പോന്ന് വിചാരിക്കും നമ്മള്. അപ്പൊ ആ ഒരു സമയത്ത് ഞാനും പോയിട്ടുണ്ടായിരുന്നു. ഞാനും ഫ്രണ്ട്സ് ഒക്കെ ആയിട്ട് ഇതേപോലെ പോയി. എക്സ്പീരിയൻസ് അല്ലേ യാത്രകളിൽ നിന്നാണ് നമ്മൾ ഏറ്റവും കൂടുതൽ പഠിക്കുന്നത്. അതിപ്പോ ഏറ്റവും വളരെ ഞാൻ എല്ലാവരുടെ അടുത്തും പറയാൻ, ചെറുതായിട്ടാണെങ്കിലും യാത്ര ചെയ്യാം. യാത്രകൾ നമ്മളെ പഠിപ്പിക്കും. നമുക്ക് പുസ്തകങ്ങളിൽ നിന്ന് കിട്ടുന്ന അറിവിനെക്കാട്ടും വലുതാണ്. ഞാൻ ഇന്ത്യൻ ട്രിപ്പ് കഴിഞ്ഞ് വന്നപ്പോ എന്റെ പെർസ്പെക്റ്റീവ് ഒരുപാട് ചേഞ്ച് ആയി, ഒരുപാട് പഠിച്ചു. ഇപ്പൊ യൂറോപ്പിൽ ഇപ്പൊ 5-6 വർഷം കഴിഞ്ഞിട്ട് ഞാൻ തിരികെ നാട്ടിൽ വന്നപ്പോഴും നമ്മൾ എൻറ്റയർലി വേറൊരു പേഴ്സൺ ആയി. ഇവിടെ ഇപ്പൊ നമ്മുടെ പ്രായത്തിലുള്ള ആളുകൾ കാണുന്ന കാഴ്ചപ്പാടുകളിൽ നല്ല പല കാര്യങ്ങളെയും ഞാൻ കാണുന്നത്. അത് നല്ലതാണോ എന്ന് ചോദിച്ചാൽ എന്റെ പെർസ്പെക്റ്റീവിൽ ഇതാണ് കറക്റ്റ്. മറ്റേത് ഇപ്പൊ ഞാൻ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ കുറച്ചുകൂടെ സങ്കുചിത മനസ്സിന്റെ ചിന്താഗതികളുമേ ഒതുങ്ങിപ്പോയത്. പക്ഷെ സംഭവം ഞാൻ യൂറോപ്പിലെത്തി. ഒരു 3.5 വർഷം ലാറ്റ്വിയയിൽ ഉണ്ടായിരുന്നു. സാറ് പറയണ പോലെ നമ്മള് ഇതിന്റെ മുകളിലിരുന്ന് കാണുന്ന ഒരു ചിന്ത ഒന്ന് വേറെ ആയിരിക്കും എന്നുള്ള പോലെ നമ്മുടെ ഒരു വ്യൂ തന്നെ മാറിപ്പോവും. എൻറ്റയർലി മാറും ബ്രോ. അനസ് നമ്മളിപ്പോ ബ്രോ ക്രൊയേഷ്യ വന്നപ്പോ ബ്രോ വന്ന ടൈമിൽ ഉണ്ടായിരുന്ന ആളല്ല ഇവിടെ തിരിച്ചു വരാം അല്ലെ. തൃശ്ശൂരിൽ നിന്ന് ഒരു പടിയല്ല പോയിട്ട് വന്ന അനസ് എന്ന് പറയണേ. ഞാനത് ആരത്താണെങ്കിലും എനിക്ക് പറയാനുള്ളത് തന്നെയാണ്. പുറത്തേക്ക് ട്രാവൽ ചെയ്യാം. അപ്പൊ പുറത്തേക്ക് യൂറോപ്പിൽ തന്നെ പോകണം എന്നൊരു നിർബന്ധമില്ല. നമുക്ക് ഇന്ത്യ തന്നെ, ഇന്ത്യ എന്ന് പറയുന്നത് ശരിക്കും യൂറോപ്പ് മൊത്തത്തിൽ എടുക്കാന്നുണ്ടെങ്കിൽ ജിയോഗ്രഫിക്കലി ഇന്ത്യയുടെ അത്രേ ഉള്ളൂ. യൂറോപ്പിലെ ഓരോ രാജ്യങ്ങളിൽ ഇവിടുത്തെ ഓരോ സംസ്ഥാനങ്ങളാണ്. ഇവിടുന്ന് തൃശ്ശൂരിൽ നിന്ന് കോഴിക്കോട് പോണ ദൂരമുള്ളോ എനിക്ക് അപ്പുറത്തെ രാജ്യത്തേക്ക് പോകാനായിട്ട്, സ്ലോവേനിയക്കോ അല്ലെങ്കിൽ എന്താ പറയാ ഞങ്ങളുടെ അപ്പുറത്ത് തന്നെ വരുന്ന ലുബ്ലിയാന, സ്ലോവേനിയയുടെ ക്യാപിറ്റല്, ഇറ്റലി ഒക്കെ പോകാനായിട്ട്. ഇപ്പൊ നമ്മുടെ കൂട്ടുകാരന്മാരൊക്കെ അവിടുന്ന് ഇറ്റലി പോയിട്ടാണ് അരി സാധനങ്ങൾ വാങ്ങിച്ചിട്ട് വരിക. അപ്പൊ അത്ര ദൂരെ വരുന്നുള്ളൂ. ഇവിടുന്നാണെങ്കിലും നമുക്ക് ട്രാവൽ ചെയ്യാന്നുള്ളതാണ് അതിന്റെ ഒരു ബേസിക് ആയിട്ടുള്ള കാര്യം. കുറെ കാര്യങ്ങൾ പഠിക്കാൻ പറ്റും. കുറെ സംഭവങ്ങൾ നമ്മൾ സ്വന്തമായിട്ട് ട്രാവൽ ചെയ്യുമ്പോൾ കുറെ നമ്മള് അതില് ഇൻഡിപെൻഡന്റ് ആവും കുറെ കാര്യങ്ങൾ. പിന്നെ ഞാൻ അറൌണ്ട് ഒരു 3 ഇയർ ലാറ്റ്വിയയിൽ ഉണ്ടായിരുന്നു. പിന്നെ കുറച്ച് നാള് മാൾട്ടയിൽ വർക്ക് ചെയ്തു. പിന്നെ കുറച്ച് നാള് ജർമ്മനിയിൽ ഉണ്ടായിരുന്നു. പിന്നെ ഇപ്പൊ ഫൈനലായിട്ട് ഇപ്പൊ ഒരു വർഷത്തോളം സ്വീഡനിൽ വർക്ക് ചെയ്തു. ഇങ്ങനെയാണ് എന്റെ ഒരു പോർട്ട്ഫോളിയോ പോകുന്നത്. പിന്നെ കോണ്ടന്റ് ക്രിയേഷൻ സംഭവം അതിന്റെ സൈഡിൽ കൂടി ഇങ്ങനെ നടന്ന് ഒരു അക്കൗണ്ട് ഉണ്ടായിരുന്നത് പോയി, അടുത്ത അക്കൗണ്ട് തുടങ്ങി, അത് പോയി. അതിന് ശേഷം ഇപ്പോൾ ഉള്ള അക്കൗണ്ടിൽ ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യും. പിന്നെ ഇപ്പൊ ബ്രോ നേരത്തെ പറഞ്ഞ് അഡ്രസ് ചെയ്തൊരു കാര്യമുണ്ട്, ഇൻഫ്ലുവൻസേഴ്സ് എന്ന് പറയുന്നത്. എനിക്കറിയില്ല ഞാൻ ആരെങ്കിലും ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ടോ എന്ന്. ഞാൻ ഒരിക്കലും അങ്ങനെ ഒരു മൈൻഡ് സെറ്റിലും അല്ല വീഡിയോ ചെയ്യുന്നത്. നമ്മൾ കോണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുക, അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നമ്മൾ ഒരു സാധനം ക്രിയേറ്റീവ് ആയിട്ട് ഒരു സാധനം കൊണ്ടുവരാൻ പറ്റുള്ളവരിലേക്ക് ഇൻഫർമേഷൻ. കോണ്ടന്റ് ക്രിയേറ്റർ ലേബൽ ചെയ്യാൻ എനിക്ക് ഇഷ്ടമാണ്. പക്ഷെ ആസ് ആൻ ഇൻഫ്ലുവൻസർ എനിക്കറിയില്ല, നമ്മൾ കൊടുക്കുന്ന ഒരു നെഗറ്റീവ് ഇൻഫ്ലുവൻസ് ആണെങ്കിൽ സമൂഹത്തിൽ അത് വലിയൊരു ബാഡ് ആയി. എനിക്ക് താല്പര്യമില്ല. അല്ല, അനസ് ബ്രോ ചോദിച്ചല്ലോ, ഹൗ ഡിഡ് യു എൻഡ് അപ്പ് ഇൻ ക്രൊയേഷ്യ? എങ്ങനെ നിങ്ങളെ ക്രൊയേഷ്യ എത്തിയത്? എനിക്ക് ഇവിടുന്ന് കുറെ സ്വപ്നങ്ങൾ ഉണ്ടായിരുന്നു. ഈ തൃശ്ശൂർ റൗണ്ടിൽ തന്നെ ഞാൻ കച്ചവടം ചെയ്ത് നടന്നിട്ടുണ്ട്. ഞാൻ ഇവിടെ കുട്ടുന്നല്ല ഒരു ഗവൺമെന്റ് കോളേജിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഗവൺമെന്റ് കോളേജിൽ പഠിച്ചിറങ്ങി എക്കണോമിക്സിൽ. അപ്പൊ എനിക്ക് 1-2 സപ്ലൈ ഒക്കെ ഉണ്ടായിരുന്നു.
അപ്പോ ഈ സമയം എന്തായാലും സപ്ലൈ ചെയ്തെടുക്കണം. അപ്പോഴേ ഞാനിങ്ങനെ ആലോചിക്കണ്ടേ എന്തെങ്കിനെയൊക്കെ കാണിച്ച് പുറത്ത് പോകണം. ഇപ്പൊ നമ്മുടെ കുടുംബക്കാരെല്ലാവരും ഉണ്ട് പുറത്ത്. പക്ഷെ എല്ലാവരും ഉള്ളതൊക്കെ ഏത് ക്രൊയേഷ്യയിലോ അല്ലെങ്കിൽ ഇതേപോലെ ഷെങ്കൻ കൺട്രീസിലോ യൂറോപ്പിലോ ആരുമില്ല. എന്റെ ഫാമിലി തന്നെ GCC കൺട്രീസിലാണ് എല്ലാവരും. ഫാമിലി തന്നെ ഒരുവിധം എല്ലാവരും GCC കൺട്രീസിലാണ്. അപ്പൊ ഞാനും എന്റെ ഫാമിലിയൊക്കെയാണ് അങ്ങനെ അത് പുറത്ത് പോകാണ്ടിരുന്ന. എന്റെ പാപ്പൊന്നും അങ്ങനെ പുറത്തു പോയിട്ടില്ല. അപ്പൊ എനിക്കിങ്ങനെ ഒരു ഭയങ്കര വാശിയുണ്ട്. പണ്ട് എങ്ങനെയൊക്കെ ഒന്ന് സെറ്റ് ആവണം എന്നുള്ളൊരു ആഗ്രഹമുണ്ട്. എങ്ങനെയെങ്കിലും സെറ്റ് ആവണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിസിനസ്സിലേക്ക് കടക്കണം. അന്നേ ഞാൻ ബിസിനസ് തന്നെയാണ്. പണ്ട് ചെറുപ്പത്തിൽ ഞാൻ ബിസിനസ് തന്നെയാണ്. അപ്പൊ അന്ന് ഈ കൊറോണയുടെ സമയത്ത് മാസ്കിന്റെ പരിപാടി അങ്ങനെ ഓരോ സമയത്ത് ഓരോ എന്താ പറയാ റോട്ടിൽ റംബൂട്ടാന്റെ കച്ചവടം, പച്ചക്കറിയുടെ കച്ചവടം, കൊറോണ സമയത്ത് മീനിന്റെ കച്ചവടം അങ്ങനെയൊക്കെ ആയിട്ട് നടക്കണ്ടായിരുന്ന. അപ്പൊ ആ സമയത്തൊക്കെ എനിക്ക് GCCയിലേക്ക് കുറെ കോള് വന്നു. പിന്നെ എനിക്ക് എങ്ങനെയൊക്കെ GCCക്ക് പോകാൻ എനിക്ക് താല്പര്യമില്ല. കാരണം വെച്ചാല് വീട്ടുകാർ കുടുംബക്കാരെല്ലാവരും GCCയിലാ. പിന്നെ നമുക്കറിയാം അവിടെ പോയി കഷ്ടപ്പെട്ടിട്ട് ഈ പറഞ്ഞ ചെറിയ കാശും 10-12 മണിക്കൂർ ജോലിയും. അപ്പൊ എനിക്ക് എങ്ങനെയും പുറത്തേക്ക് കിടക്കണം. പിന്നെ അന്നും ഇതേപോലെ ഇപ്പൊ ഓരോരുത്തരൊക്കെ ഇങ്ങനെ വീഡിയോ ഇട്ട് തുടങ്ങുന്ന സമയം ഒരു 2 കൊല്ലം മുമ്പൊക്കെ ആയിട്ട്. അപ്പൊ നമ്മളെല്ലാവരും വീഡിയോസ് കാണുന്നുണ്ട്. എല്ലാവരും നോക്കുമ്പോൾ മഞ്ഞിൽ കളിക്കുന്നു അങ്ങനെ ഇങ്ങനെ. അപ്പൊ ആ ഒരു ഇതില് എനിക്ക് എങ്ങനെയൊക്കെ പുറത്തു പോകണം. പിന്നെ പുറത്തു പോയവരൊക്കെ സെറ്റ് ആവുന്നുണ്ട്. ഇതൊക്കെ നമ്മൾ കാണണം. നമുക്ക് അറിയില്ല അവിടുത്തെ റിയാലിറ്റി എങ്ങനെയാണ് കാര്യങ്ങൾ എന്നുള്ളത്. അപ്പൊ അന്നേ ഞാൻ വിചാരിച്ചു യൂറോപ്പിലേക്ക് എങ്ങനെയും പോകണം. പിന്നെ ഞാൻ അങ്ങനെ തെരഞ്ഞു പിടിച്ച് ഞാൻ അതിനൊരു വഴി കണ്ടുപിടിച്ച് അങ്ങനെ ഞാൻ കൊടുത്ത് കാര്യങ്ങളൊക്കെ ശരിയായി. എനിക്ക് കുറച്ച് ലാഗ് വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ എൻ്റെ കാര്യങ്ങളൊക്കെ ശരിയായി സമാധാനത്തിൽ കയറിപ്പോയി. പക്ഷെ അവിടെ ചെന്നതും ഞാൻ അൺസ്കിൽഡ്. ഞാൻ കൊടുക്കുമ്പോൾ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്ത് ജോലിയും ചെയ്യാനായിട്ട് തയ്യാറാണ്. കാരണം നമ്മളിവിടെ എന്ത് ജോലിയും ചെയ്ത് നടന്നിരുന്ന അന്ന് എനിക്കറിയാം അവിടെ പോയി കഴിഞ്ഞാൽ കഷ്ടപ്പാടുണ്ടാവും. പക്ഷെ എന്നിരുന്നാലും എന്ത് ജോലിയും ചെയ്യാൻ തയ്യാറാന്ന് പറഞ്ഞിട്ട് ഞാൻ +2 ക്വാളിഫിക്കേഷൻ വെച്ചിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. ആക്ച്വലി ഞാൻ ആ സമയത്ത് കൊടുക്കുന്ന സമയത്ത് എൻ്റെ ഡിഗ്രി കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ലാസ്റ്റ് പോകുന്നതിന് മുമ്പായിട്ട് ഞാൻ സർട്ടിഫിക്കറ്റ് കൊണ്ട് അവിടെ നിന്ന് പോയിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞാൻ +2 ക്വാളിഫിക്കേഷനിലാണ് കയറി പോയിട്ടുണ്ടായിരുന്നത്. അവിടെ ചെന്നൊരു ക്വാളിറ്റി ചെക്കിംഗ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു വർക്കിന് കയറി. പിന്നെ അവിടുന്ന് ഞാൻ വേറെ മാറി ഒരു ടാക്സി ഡ്രൈവിങ്ങിൻ്റെ ഒരു പരിപാടിക്ക് മാറി. എന്നുവെച്ചാൽ എനിക്ക് പുറത്തേക്ക് ഇറങ്ങണം. എനിക്ക് അതിൻ്റെ ഉള്ളിൽ ഇരിക്കാൻ പറ്റില്ല. എന്റെ മനസ്സിൽ എപ്പോഴും കച്ചവടം കാര്യങ്ങൾ അല്ലെങ്കിൽ എനിക്ക് പുറം ലോകം കാണണം. ഒരു സ്ഥലത്ത് അടങ്ങിക്കൂടി ഒതുങ്ങിക്കൂടി ഇരിക്കാൻ സംസാരിക്കണം. നമ്മുടെ ഉള്ളിൽ അതൊക്കെ എടുക്കണേ. എനിക്ക് ഇങ്ങനെ തെറിച്ചടക്കണം. എല്ലാവരുടെ അടുത്ത് സംസാരിക്കണം, കുറെ കാണണം. ഇതെന്ന് വെച്ചാല് ഞാനൊരു കാട്ടിലായിരുന്നു. നമ്മളവിടേക്ക് ആഴ്ചയിൽ മാത്രം ഒരു ബസ് വരും, അല്ലെങ്കിൽ 1-2 ബസ് ഉണ്ടാവും. ഇതിനനുസരിച്ചിട്ട് ചിലപ്പോ ഞായറാഴ്ച ലീവ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ 2 ദിവസം 6 ദിവസം കഴിഞ്ഞ 2 ദിവസം ലീവ് കിട്ടും. ഈ കിട്ടുന്ന ദിവസങ്ങളിൽ പറ്റുകയാണെങ്കിൽ ഞങ്ങൾ സിറ്റിയുടെ അവിടേക്ക് പോകും. പക്ഷെ അപ്പോഴത്തെ നമുക്ക് പോയി ഇങ്ങോട്ട് വരേണ്ട സമയമായി. ഇതൊന്നും കാണാൻ പറ്റില്ല. ഞാൻ നോക്കുമ്പോൾ എനിക്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ജോബാണ്. ഫ്രീലാൻസ് ആയിട്ട് ചെയ്യാം. ടാക്സിയിൽ കയറി ടാക്സി എടുത്തു. നമ്മള് ചെലവുണ്ട്, മറ്റേ വെച്ച് നോക്കുമ്പോൾ കംഫർട്ടാണ്. കാരണം കറക്റ്റ് ആയിട്ടുള്ള ഒരു സാലറി എല്ലാ മാസം വരുന്നുണ്ട്. അതിന് നമുക്ക് വീട്ടിലേക്ക് അയക്കാനുള്ള ക്യാഷ് ഉണ്ട്, നമുക്ക് അവിടെ അടിച്ചു പൊളിക്കാനുള്ള ക്യാഷ് ഉണ്ട്, ജീവിക്കാനുള്ള ക്യാഷ് ഉണ്ട്, വീടുണ്ട്, കുടുംബം ഉണ്ടെന്നല്ല വീടുണ്ട്, കാര്യങ്ങളുണ്ട്, ഒക്കെ ആയിട്ടാണ് പോകുന്നുണ്ട്. പക്ഷെ ഇത് പറഞ്ഞു കഴിഞ്ഞാൽ വണ്ടിക്ക് മാസം 10-60,000 വരും, ഫ്യൂവലിന് 10-60,000 വരും, വീടിന് എല്ലാം അങ്ങനെ കുറെ സംഭവങ്ങളുണ്ട്. പക്ഷെ ഞാൻ അന്ന് ഓക്കെ ആയിരുന്നു, മാനേജ് ചെയ്ത് പോകാൻ പറ്റും. അതിനുവേണ്ടി ഇറങ്ങി. എങ്ങനെയുണ്ടായിരുന്നു ക്രൊയേഷ്യയിലെ ജീവിതം? നാട്ടിൽ നിന്നൊരു പർട്ടിക്കുലർ എക്സ്പെക്ടേഷനിൽ അങ്ങോട്ടേക്ക് പോയി. അപ്പൊ ക്രൊയേഷ്യ എന്നൊരു കൺട്രിയിൽ പുതിയതായിട്ട് ആരും അറിയാത്തൊരു സ്ഥലത്ത് ചെന്ന് ഇറങ്ങുന്നു. എങ്ങനെ തോന്നിയ ഒരു പുതിയൊരു എക്സ്പോഷറിൽ അനസിനെ ഒറ്റയ്ക്ക് ഇങ്ങനെ പിടിച്ചിട്ട് കഴിഞ്ഞപ്പോ എന്താ ഫീൽ? ആദ്യമായിട്ട് അവിടെ പോകുന്ന സമയത്ത് എനിക്ക് അത് ഭയങ്കര ഒരു നമ്മളെ ഏതോ സ്ഥലത്താണ്, ഭയങ്കര അജ്ഞാതമായിട്ടുള്ള ഒരു ഫീലാണ്. നമുക്ക് ഭയങ്കര പേടിയോ പേടി എന്ന് പറഞ്ഞാൽ നമുക്കുള്ളതുകൊണ്ട് നമ്മൾ പുറത്തേക്ക് കാണിക്കില്ലേ, പേടിയാണെന്ന് കാണിക്കില്ലേ. പക്ഷെ നമുക്ക് എന്താണ് ചെയ്യേണ്ടത് എന്നൊരു പിടുത്തുണ്ടാവില്ല. പക്ഷെ ഒരു 5-6 മാസം കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ തൃശ്ശൂർ റൗണ്ടായി. ഞാൻ ജാഗ്രബ് വണ്ടി ഓടിക്കുന്നത് എനിക്ക് തൃശ്ശൂർ വണ്ടി ഓടിക്കുന്ന പോലെ എനിക്ക് അവിടുത്തെ എല്ലാ വഴിയും അറിയാം, എല്ലാ സ്ഥലവും അറിയാം. ഇന്ന സ്ഥലത്ത് ഗട്ടർ ഉണ്ട് വരെ നമുക്ക് മനസ്സിലാവും. ഏത് നമ്മളൊരു അവിടെ 2 മാസം കണ്ടിന്യൂസ് ആയിട്ട് വണ്ടി ഓടിക്കുമ്പോ ഇന്ന സ്ഥലത്ത് ഗട്ടർ ഉണ്ട്, ഇന്ന സ്ഥലത്ത് റൈറ്റ്, ഇന്ന സ്ഥലത്ത് ലെഫ്റ്റ് എന്നുള്ളത് നമുക്ക് കാണാൻ മനസ്സിലാവും. അപ്പൊ അത് ഞാൻ പോണ ആൾക്കാരുടെ ആണെങ്കിലും പറയാ, ആദ്യം നമുക്ക് പോകുമ്പോ ഭയങ്കരമായിട്ടുള്ളൊരു ഇതായിരിക്കും, എന്താണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മളറിയാത്ത രാജ്യമാണ്, നമ്മളറിയാത്ത സ്ഥലമാണ്, നമ്മളറിയാത്ത ആൾക്കാർ. നമ്മൾ നോക്കുമ്പോൾ നമ്മൾ പരിചയമുള്ള ഭാഷയല്ല, നമ്മൾ സംസാരിക്കുന്ന ഭാഷ എല്ലാവരും തിരിച്ച് സംസാരിക്കണേ, നമ്മുടെ ഫുഡ് എല്ലാവരുടെ ഫുഡ്, നമ്മുടെ ക്ലൈമറ്റ് എല്ലാവരുടെ ക്ലൈമറ്റ്. പക്ഷെ കുറച്ച് നാൾ കഴിഞ്ഞ് ഇതൊക്കെ നമ്മൾ അഡാപ്റ്റ് ആയില്ലെങ്കിൽ നമ്മൾ ഇതിനോട് യൂസ് ആവണം. അതല്ലാതെ വേറെ വഴിയില്ല. നമ്മളെ നാട് പോലെ നമ്മളവിടെ പെരുമാറാൻ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഉണ്ടാവുന്ന പോലത്തെ കുറെ പ്രശ്നങ്ങൾ ഉണ്ടാവും, നടക്കും. ആ പ്രശ്നങ്ങളെ പറ്റി നമുക്ക് കുറച്ച് ആധികാരികമായിട്ട് പോഡ്കാസ്റ്റിൽ സംസാരിക്കാം. പ്രത്യേകിച്ച് ഈ വരുന്ന ഈ ഇടയുള്ള ദിവസങ്ങളിൽ വളരെയധികം പ്രശ്നങ്ങൾ, ഒരുപാട് ന്യൂസുകൾ യൂറോപ്പിൽ നിന്ന് ഇപ്പൊ വരുന്നുണ്ട്. പലരും ഇതിനെ ഒരു തമാശയായിട്ട് എടുക്കുന്നത്. പണ്ട് എനിക്ക് തോന്നുന്നു ഞങ്ങള് യൂറോപ്പിൽ പോകുന്ന ടൈമില് 2019 സമയത്തൊക്കെ കുറെ ഫ്രണ്ട്ലി ആയിരുന്നു. അതിന് മുമ്പേ ഒന്നും കൂടെ ഫ്രണ്ട്ലി ആയിരുന്നു. യൂറോപ്യൻസ് ഇന്ത്യൻസിന്റെ അടുത്ത് വളരെ ഫ്രണ്ട്ലി ആയി നമുക്ക് ആ ഒരു വാല്യൂ തരുന്നുണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ വന്ന് ഇന്ത്യൻസ് വേണ്ട എന്നുള്ളൊരവസ്ഥയിലേക്ക് എത്തി, അല്ലെങ്കിൽ ഇന്ത്യൻസിനോട് താല്പര്യം ഇല്ലാത്തൊരവസ്ഥയില് നമ്മൾ കാണിച്ചു കൂട്ടുന്ന പ്രവൃത്തികളുടെ പ്രശ്നം. ആദ്യമൊക്കെ എനിക്ക് മനസ്സിലാവും. ഞങ്ങൾ ലാറ്റിൻ പോകുന്ന സമയത്ത് എന്റെ ഡോർമെട്രിയിൽ, ഞാൻ പഠിക്കുന്ന യൂണിവേഴ്സിറ്റി ഡോർമെട്രിയിൽ ആകെ 17 മലയാളീസ്, ഇന്ത്യൻസേ ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ അവിടെ നിന്ന് ഇറങ്ങാറായപ്പോഴത്തേക്ക് 2 ബിൽഡിംഗ് എന്ന് പറയുന്ന ഇന്ത്യൻസ്, എത്രയധികം ഫ്ലോ വന്നു.
അപ്പൊ എനിക്ക് കുറെ ലാറ്റിൻ ഫ്രണ്ട്സ് ഉണ്ട്, ലോക്കൽ ഫ്രണ്ട്സ് കുറെ പേരുണ്ട്, റഷ്യൻസ് ഉണ്ട്, ലാറ്റ്വിയൻസ് ഉണ്ട്. ഭയങ്കര സ്നേഹമാണ് നമുക്ക്. അവര് ഫ്രണ്ട്ലി അല്ല, ആദ്യം വെൽക്കമിങ് അല്ല, പക്ഷെ ഒന്ന് ഫ്രണ്ട്ലി ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് വേണ്ടി എന്തും ചെയ്യാൻ അവർ തയ്യാറാണ്. അത്ര നല്ല ആൾക്കാരാണ്. പക്ഷെ ഇപ്പോ പൊതുവെ ഈ പറഞ്ഞ ലാറ്റ്വിയൻസ് റഷ്യൻസിനൊന്നും ഇന്ത്യൻസിനെ കണ്ടുകൂടാം. നമ്മുടെ ഫ്രണ്ട്സ് തന്നെ പറയും ഇന്ത്യൻസ് ആണോ റെഫർ ചെയ്യല്ലേ. മറ്റേ നമ്മളിപ്പോ ഒരു പയ്യൻ വിളിച്ചു പറയാണ്, ചേട്ടാ എനിക്കിവിടെ വർക്കില്ല, പാർട്ട് ടൈം ജോബ് എന്തെങ്കിലും ഹെൽപ്പ് ചെയ്യാൻ പറ്റുമോ, നമ്മൾ ഈ പറഞ്ഞ ഫ്രണ്ട്സിനെ വിളിച്ചു പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ റെസ്റ്റോറൻറ്റ്സിലോ അല്ലെങ്കിൽ റിസോർട്ടിലോ ഒക്കെ ജോബ് കൊടുക്കുമായിരുന്നു. പിന്നെ അവർ വിളിച്ചു പറഞ്ഞു തുടങ്ങി. നമ്മൾ തമ്മിൽ നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ട്. അത് ഒരിക്കലും വേറൊരാൾ തേർഡ് പേഴ്സൺ കാരണം അതിന് ബാഡ് ഉണ്ടാവാൻ പാടില്ല. ഇപ്പൊ അശ്വിൻ ഒരാളെ റെഫർ ചെയ്ത് വിട്ടു, അശ്വിൻ റെഫർ ചെയ്ത് വിട്ടത് കൊണ്ട് നമുക്കൊരു ബുദ്ധിമുട്ടുണ്ടാകാൻ പാടില്ല. അശ്വിൻ റെഫർ ചെയ്ത ആള് ഞങ്ങൾക്കൊരു ബുദ്ധിമുട്ട് ഉണ്ടാക്കിയല്ലോ എന്ന് കരുതി അശ്വിനും ബുദ്ധിമുട്ടുണ്ടാകാൻ പാടില്ല. അങ്ങനെ റിലേഷൻസ് ബ്രേക്ക് ആകാൻ തുടങ്ങിയ ഒരു സിറ്റുവേഷൻ വരെ എത്തി. അതേ സിമിലർ സിറ്റുവേഷൻ മാൾട്ടയുടെ കാര്യം പ്രോയ്ക്ക് അറിയോ? അവിടെ 27 കിലോമീറ്ററിൽ 25,000-ലധികം മലയാളീസ് ഉണ്ട്. 95% നേഴ്സുമാര് മലയാളീസാണ്. ബസ് ഡ്രൈവേഴ്സ്, കാർ ഡ്രൈവേഴ്സ് എല്ലാം മലയാളീസാണ്. ഈ ദുബായിയുടെ കാര്യം പറഞ്ഞ പോലെ മാൾട്ടയുടെ എക്കണോമി ഒരു പരിധി വരെ ലിഫ്റ്റ് ചെയ്യാൻ സഹായിച്ചത് മലയാളീസാണ്. കേരള എന്ന് പറയുന്നത് കേരളൈറ്റ്സ് എന്ന് പറയുന്നത് അവിടെ ഇന്ത്യ കേരള സെപ്പറേറ്റഡ് ആണ്. കേരള എന്ന് പറയുന്നത് പ്രത്യേക വാല്യൂ ഉണ്ട്. പക്ഷെ ഇന്ന് ബ്രോ നോക്ക്, നമ്മളെ കറി പീപ്പിൾ ഒന്നും കോക്രോച്ചസ് ഒന്നും എന്നൊക്കെയാണ് പലയിടത്തും അഭിസംബോധന ചെയ്യണത്. അത് നമ്മുടെ പെരുമാറ്റത്തിന് പ്രശ്നം. ബ്രോ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ചെല്ലുന്നിടത്ത് അവരുടെ കൾച്ചറുമായിട്ട് ഇന്റഗ്രേറ്റ് ചെയ്യാൻ ശ്രമിക്കണം. അല്ലാതെ നമ്മുടെ കൾച്ചർ അവിടെ എക്സിബിറ്റ് ചെയ്തിട്ട് അവരിലേക്ക് അടിച്ചേൽപ്പിക്കാനായിട്ട് ബ്രോയ്ക്ക് തോന്നിയിട്ടുണ്ടോ? ഇപ്പൊ നമ്മുടെ എന്താ കൾച്ചറൽ ഫെസ്റ്റിവലും കാര്യങ്ങളും വരും. നമ്മളത് റോഡിൽ ഇറങ്ങി ഭയങ്കര ബഹളം ഉണ്ടാക്കി ആഘോഷിച്ചു കഴിഞ്ഞാൽ അവര് ഒരു പരിധി വരെ എൻജോയ് ചെയ്യും. പക്ഷെ അതിന് മേലോട്ടെ അവർക്ക് ശല്യവും അല്ലെ. നമ്മളൊരു ബസ്സിൽ കയറിയിട്ട് ഫോൺ വിളിച്ചിട്ട് ഉറക്കെ ഇരുന്ന് സംസാരിക്കുക, ബാക്കി എല്ലാവരും അവരവരുടെ കാര്യം നോക്കുന്നു, എല്ലാവരുടെയും പ്രൈവറ്റ് സ്പേസിന് ഒരു ഇമ്പോർട്ടൻസ് ബഹുമാനിക്കുന്നു. നമ്മൾ അവിടെ ഇരുന്ന് ഉറക്കെ അമ്മ എന്തുകൊണ്ട് വിശേഷിച്ച അച്ഛാ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കാര്യം പറയുന്നു, അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഉറക്കാരുടെ ദേഷ്യപ്പെടുന്നു. കേൾക്കുന്ന അവര് ഭയങ്കര ഇറിറ്റേറ്റഡ് ആവും. പിന്നെ പബ്, എനിക്ക് ഇത് കേരളത്തിന് മാത്രമല്ല, ഞാൻ ഓവറോൾ ഇന്ത്യയിൽ നിന്ന് ആൾക്കാരുടെ മനസ്സിലാക്കാത്തതിന്റെ പ്രശ്നം പറയുന്നത്. പബ് യൂറോപ്പിലെ മെയിൻ സിറ്റീസിലെ മേജർ സിറ്റീസിലെ പല പബ്ബുകളിലും ഇന്ത്യൻസ് ബാൻഡ് ആണ്. അത് ഞാൻ ഇവിടെ ഈ ഹവാന എന്ന് പറഞ്ഞൊരു പബ് ഉണ്ട്. അത് എനിക്കൊന്ന് യൂറോപ്പിലെ ഓൾമോസ്റ്റ് എല്ലാ മേജർ സിറ്റീസിലും വരുന്നുണ്ട്. ഞാൻ ലാറ്റ്വിയയിലുള്ളപ്പോൾ ഹവാനയിൽ പോവായിരുന്നു, ജർമ്മനി പോകുമ്പോൾ പോവായിരുന്നു. പക്ഷെ ഞാൻ മാൾട്ട ചെന്നപ്പോൾ ഇവരെന്നെ കയറ്റിയില്ല. ഹവാനയിൽ ഇന്ത്യൻസ് അലൗഡ് അല്ല. അപ്പൊ ഞാൻ പറഞ്ഞു, ഞാൻ പല കൺട്രീസിൽ പോയിട്ടുള്ള ഒരാളാണ്, ഞാൻ ഹവാനയിൽ സ്ഥിരം പോകുന്ന ഒരാളാണ്, വൈ ഷുഡ് യു ആർ നോട്ട് അലൗവിങ് ഹിയർ. അപ്പൊ ഞാൻ അപ്പൊ അവര് പറഞ്ഞൊരു കാര്യമാണ്, ഇല്ല ഇന്ത്യൻസിനെ പർട്ടിക്കുലർലി അലോ ഇല്ല. പിന്നെ എന്റെ ഒരു മാൾട്ടീസ് ഫ്രണ്ടിന്റെ കൂടെ ഞാൻ അവിടെ പോയി, അവരെ അലോ ചെയ്തു. അപ്പൊ ഞാൻ ചോദിച്ചു എന്താ പ്രശ്നം എന്താന്ന്. അപ്പൊ നമ്മുടെ ഇന്ത്യൻസ് അവിടെ പോയി കാണിച്ചിട്ടുള്ള വൃത്തികേടെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എക്സ്ട്രീം മോശമാണ്. എനിക്ക് അറിയാൻ സാധിച്ചൊരു കാര്യം, ലൈക്ക് ഇതുപോലുള്ള പബ്ബിൽ ഈ സ്ട്രിപ്പ് ക്ലബ്ബുകൾ ഉണ്ടല്ലോ, അവിടെ എസ്പെഷ്യലി ഇപ്പൊ ഇന്ത്യൻസിനെ പലയിടത്തും കേട്ടില്ല. പ്രാഗിലൊക്കെ പലയിടത്തും ഇന്ത്യൻസിനെ കേട്ടില്ല. ഇന്ത്യൻസ് ആണ് നമ്മുടെ വംശം മനസ്സിലാക്കി കഴിഞ്ഞാൽ അവർ അലവില്ല. കാരണം സ്ട്രിപ്പ് ക്ലബിന് അകത്ത് കയറിയിട്ട് അവിടെ പോയിരുന്ന് മാസ്റ്റർബേറ്റ് ചെയ്യുക. അതായത് സ്ട്രിപ്പ് ക്ലബ്ബ് അറിയാലോ, ബ്രോയ്ക്ക് അറിയാലോ എങ്ങനെയാ സ്ട്രിപ്പ് ക്ലബ്ബ്. അത് ജെന്റിൽമാൻസ് ക്ലബ്ബ് എന്നാണ് സ്ട്രിപ്പ് ക്ലബിനെ അനന്തര പേരിൽ അറിയണം അല്ലെ. അവിടെ വരുന്ന ആൾക്കാർ ജെന്റിൽമാൻമാരായിരിക്കണം. കഴപ്പുണ്ടെങ്കിൽ കാശ് കൊടുത്തിട്ട് പോണം, അല്ലാതെ അവിടെ പോയിരുന്നിട്ട് അവിടെ ഇരുന്നിട്ട് കുൽസിത പ്രവർത്തികൾ ഉണ്ടായിരുന്നു. ഈ 2 ദിവസം മുമ്പ് ഇതേപോലെ പാർക്കിൽ ഇരുന്നിട്ട് പെണ്ണുങ്ങൾ നോക്കി ചെയ്തു പറഞ്ഞിട്ട് വലിയ വിഷയമാണ്. ഇപ്പൊ ഈ 2 ദിവസമായിട്ട് ഫുഡ് ഡെലിവറിയിൽ വരുന്ന ഇന്ത്യൻസിനെ തെരഞ്ഞു പിടിച്ചതല്ലേ. ആളില്ലാത്ത സ്ഥലത്ത് വരെ കണ്ടു കഴിഞ്ഞാൽ തല്ലാണ്. ഇപ്പൊ 2 ഇഷ്യൂ ഭയങ്കര ഹോസ്പിറ്റലൈസ്ഡ് ആയിട്ട് മുമ്പുണ്ടായിരുന്നു, പക്ഷെ ഇതിപ്പോ സിവിയർ ആയിക്കൊണ്ടിരിക്കുക. ഇതൊക്കെയാണ് പ്രശ്നങ്ങൾ. ചില ആളുകൾ അതിനോട്. പിന്നെ സംഭവമുണ്ട്, ഈ ബംഗ്ലാദേശികളാണെങ്കിലും നേപ്പാളീസ് ആണെങ്കിലും ഇവരെല്ലാവരും ഇന്ത്യൻസ് എന്നുള്ള ഒറ്റ കണ്ണിൽ കാണണം. അവർ ചെയ്യുന്ന പ്രവർത്തികള് അതെ, ഏഷ്യൻസിന് എല്ലാവരും ഇന്ത്യൻസ് എന്നുള്ളതാണ്. നമുക്കിപ്പോ യൂറോപ്യൻസിനെ നോക്കുമ്പോ ലാറ്റ്വിയക്കാരെ കണ്ടാലും ക്രൊയേഷ്യക്കാരെ കണ്ടാലും ജർമ്മനിക്കാരെ കണ്ടാലും നമുക്ക് യൂറോപ്യൻകാരെ എല്ലാവരും ഒരേപോലെ നമുക്ക് മനസ്സിലാവില്ല. അതേപോലെ തന്നെ അവര് നോക്കുമ്പോ ഞാനിതൊക്കെ ചോദിച്ചിട്ടുണ്ട്. ഞാൻ വണ്ടിയിൽ കുറെ ആളുകൾ സംസാരിച്ചോണ്ടിരിക്കും. ബംഗ്ലാദേശിൽ പ്രശ്നം ഉണ്ടാക്കിയാലും പാകിസ്ഥാന് പ്രശ്നം ഉണ്ടാക്കിയാലും ഇന്ത്യക്കാരന്റെ തലയില വരിക. അത് എൻഡ് ഓഫ് ദ ഡേ ഇന്ത്യൻസ്. എന്റെ ബ്രോ, എനിക്ക് എന്താ പറയാ, നമ്മുടെ ഒരു കൾച്ചറിന്റെ ഭാഗമായിട്ടുള്ളത് എന്നാൽ മറ്റൊരാൾക്ക് ബുദ്ധിമുട്ട് ഉണ്ടാക്കുന്നോ എന്ന് ചിന്തിക്കാത്ത കുറെ കാര്യങ്ങൾ ഇപ്പം നിസ്സാരമായിട്ട് പറയുന്ന ഒരു കാര്യമാണ്. നമ്മൾ ഈ കറി പീപ്പിൾ വേൾഡ് വൈഡ് ഇപ്പം ഇങ്ങനെ ഈ ഫോറിനേഴ്സ് വിളിക്കാൻ ഒന്നാമത്തെ കാരണം നമ്മുടെ ഡ്രസ്സിൽ നിന്ന് വോമിറ്റ് ചെയ്യുന്ന സ്മെല്ലാണ്. കാരണം നമ്മൾ കുക്ക് ചെയ്യുമ്പോൾ മസാല ഉപയോഗിച്ചിട്ട് നമ്മൾ കുക്ക് ചെയ്യണം. അപ്പൊ നമ്മൾ എന്താ ചെയ്യുക, കൂടുതലും നമ്മുടെ ജാക്കറ്റ്സ് സാധനങ്ങളൊക്കെ അവിടെ ഇവിടെയും കൊണ്ട് തൂക്കിയിടും. അപ്പൊ ഈ സ്മെല്ല് ഓട്ടോമാറ്റിക്കലി പോയി ജാക്കറ്റിൽ പിടിക്കും. നമുക്കിത് കിട്ടില്ല, കാരണം നമ്മൾ ആ സ്മെല്ലിൽ നമ്മൾ യൂസ്ഡ് ആണ്. സോ നമുക്ക് ആ സ്മെല്ല് പെട്ടെന്ന് അടിക്കില്ല. എന്നിട്ട് ഈ ജാക്കറ്റ് ഇട്ടിട്ട് നമ്മൾ പബ്ലിക്കിൽ ഔട്ട് ആവും. അപ്പൊ ഇവർക്ക് എപ്പോഴും കിട്ടുന്നത് ഈ കറിയുടെ സ്മെല്ലാണ്. സോ എവിടെയെങ്കിലും ഇന്ത്യൻസ് ഇവിടെ ഉണ്ട് കറി സ്മെല്ല് അടിക്കുന്നു. കറി സ്മെൽ അത് ഭയങ്കര ഒരു നമ്മുടെ ഇത് നോക്കാം. പിന്നെ അവൻ എന്തെങ്കിലും പറയട്ടെ, അവൻ അങ്ങനെ നമ്മളങ്ങനെ പറയുമെങ്കിലും ആക്ച്വലി ഭയങ്കര മോശമാണ്. കാരണം നമ്മളെ അവര് ചുറ്റും നിന്ന് കളിയാക്കുകയും ചെയ്യുന്നത് കറി സ്മെൽ എന്ന് പറഞ്ഞിട്ട്. സത്യം പറഞ്ഞാൽ എന്താ, കുക്ക് ചെയ്യുന്ന സമയത്ത് ഈ പറഞ്ഞ ജാക്കറ്റ് സാധനം ഒന്ന് മാറ്റിയിട്ടാ മതി.
അല്ലെങ്കിൽ ഇതൊന്ന് പ്രോപ്പർലി മെയിൻറ്റെയിൻ ചെയ്ത് കുറച്ച് പെർഫ്യൂം അടിച്ചിട്ടെങ്കിലും ഇറങ്ങി. ഇത് പറയുമ്പോ എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല. ഒരു സംഭവമുണ്ട്, നമുക്കൊരു 50% നമ്മുടെ കാര്യങ്ങള് 50% ശരിക്കും അവിടെ റേസിസം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംഭവം ഉണ്ട്. റേസിസം ഉണ്ട്, തീർച്ചയായിട്ടും റേസിസം ഉണ്ട്. എനിക്കും അങ്ങനെ കുറെ വട്ടം ഫീൽ ചെയ്തിട്ടുണ്ട്. ഞാൻ പബ്ലിക്കലി നടക്കുമ്പോൾ തന്നെ നമുക്കറിയാം. ഇപ്പൊ ക്രൊയേഷ്യയുടെ വെച്ച് നോക്കുമ്പോൾ ഞാൻ കുറച്ച് അവിടെ ഇറ്റലിയും സ്ലോവേനിയൊക്കെ പോയിട്ടുണ്ട്. പക്ഷെ എനിക്ക് അവിടത്തെ ആൾക്കാർ നമ്മൾ ഒരു ദിവസം 2 ദിവസം കൊണ്ട് നമുക്കൊന്നും മനസ്സിലാവില്ല. ക്രൊയേഷ്യയിൽ നമ്മൾ ഡെയിലി പോവാണ്, ഡെയിലി വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുക, പബ്ലിക്കായിട്ട് നമ്മൾ എപ്പോഴും ഇന്ററാക്ട് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പൊ നമുക്ക് ഓരോരുത്തർ പെരുമാറുമ്പോൾ നമുക്കറിയാം. ഇപ്പൊ പലവട്ടം പൈസ തരാണ്ട് പോകുന്ന ആൾക്കാരുണ്ട്. എനിക്ക് ഒരു വട്ടം അങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ടായിട്ടുണ്ട്. പൈസ തരാണ്ട് എന്റെ വണ്ടിയിൽ നിന്ന് ഇറങ്ങി ഓടാൻ നോക്കിയത്, ഡോറ് തുറന്ന വഴിക്ക് ഡോറ് വേറെ വണ്ടി ഹിറ്റ് ചെയ്ത് നോക്കുമ്പോൾ 18 വയസ്സിന് താഴെയുള്ള പിള്ളേരാ. എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഞാൻ ആ വണ്ടിയിൽ ഇരുന്ന് എനിക്ക് ഡോറ് തുറക്കാൻ പറ്റില്ല, വണ്ടി ജാമായിട്ടിരിക്കുക. എന്റെ പപ്പടം പൊടിയുന്ന പോലെ ഡോറ് റൈറ്റിലേക്ക് പൊടിഞ്ഞു. അപ്പൊ ഞാൻ അവസാനം വണ്ടിയുടെ ഓണർ വന്നു, എല്ലാരും വന്നപ്പോഴും ഞാനായി കുറ്റക്കാരൻ. അവരൊക്കെ മുമ്പിൽ പോലീസ് വന്നപ്പോഴും ഡാഷ് ക്യാമോ കാര്യങ്ങളോ ഇല്ല പ്രൂഫിനായിട്ട്. അവിടെ ക്യാമറ ഉണ്ട്, കാര്യങ്ങളുണ്ട്. നമുക്കെന്ന് വെച്ചാല് അവര് നമ്മള് പൈസ കൊടുക്കണം. ഞാനാണ് വണ്ടി എടുത്തിട്ടുണ്ടായിരുന്നത്, അത്രേ ഉള്ളൂ അവരുടെ ആവശ്യം. ഞാൻ കൊടുക്കേണ്ട കാശ് അവർക്ക് കൊടുക്കണം, അത്രേ ഉള്ളൂ. പോലീസുകാർ വരുമ്പോ അവര് നോക്കുമ്പോ അവര് ഓടിയതാണ്, പക്ഷെ അവര് മൈനറാണ്. പിന്നെ അതിന്റെ ഇടയിൽ പുറത്തുള്ള ഒരു ടാക്സിക്കാരൻ ഇവരെ ഓടിച്ചിട്ട് പിടിച്ചു. അയാൾ എന്നെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി ചെയ്താ, പക്ഷെ അയാൾ ഇവരെ ബീറ്റ് ചെയ്ത് അവര് മൂക്കിന്നൊക്കെ ചോര വന്ന് ഭയങ്കര പ്രശ്നമായി. എല്ലാം കഴിഞ്ഞ് മനസ്സിലാക്കുമ്പോഴാണ് ഇവർക്ക് മൈനർ ആയിരുന്നുള്ള കേസ് വരുന്നത്. അപ്പൊ അവസാനം ഇഷ്യൂ വന്ന് കഴിഞ്ഞ് നോക്കുമ്പോ എല്ലാം കഴിഞ്ഞപ്പോ വണ്ടിക്കാരന്റെ അടുത്ത് നമ്മളായി തെറ്റ് ചെയ്തത്, മറ്റേ ആള്. പക്ഷെ വണ്ടി ഓടിച്ച എന്റെ ഒപ്പം ഓപ്പോസിറ്റ് വണ്ടി തട്ടിണ്ടായിരുന്ന ആൾക്കൊക്കെ അറിയാം. അവരൊക്കെ ഇങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞ്. പക്ഷെ ഇങ്ങനെയൊക്കെ കുറെ ഇഷ്യൂ ഉണ്ട്. ഇപ്പൊ ഇതേപോലെ ടാക്സി ഓടുന്ന ആളുകളെ അവരെ തോക്ക് ചൂണ്ടുന്ന സീനൊക്കെ ഉണ്ടായിട്ടുണ്ട്. മലയാളികളെ തന്നെ ഉണ്ടായിട്ടുണ്ട്. ടാക്സിക്കാരെ മാത്രമല്ല, പല ഇപ്പൊ നമ്മുടെ ആളുകളെ പിള്ളേരൊക്കെ അറ്റാക്ക് ചെയ്യാന്ന് പറയുന്ന സ്ഥലങ്ങളുണ്ട്. ഇപ്പൊ ലാറ്റ്വിയയില് ഇപ്പൊ എനിക്ക് ഏറ്റവും കൂടുതൽ ഞാൻ പിള്ളേരോട് ഇന്ററാക്ട് ചെയ്യുന്നത് ലാറ്റ്വിയയിലുള്ള പിള്ളേരാണ് കേട്ടോ. ഞാൻ ലാറ്റ്വിയയിൽ ഉണ്ടായിരുന്നതുകൊണ്ട് ഞങ്ങള് കണ്ട ലാറ്റ്വിയല്ല ഇപ്പോഴത്തെ ലാറ്റ്വിയ. ഇപ്പോഴത്തെ ആൾക്കാരൊക്കെ വളരെ റേസിസ്റ്റിക് ആയിട്ട് അവിടുത്തെ പെൺകുട്ടികളോട് മുഖത്ത് നോക്കി പറയും, ഞങ്ങൾക്ക് നിങ്ങളെ ഇഷ്ടമല്ല, തിരിച്ച് നിങ്ങളുടെ കൺട്രിയിൽ പോകും, ഇത് നിങ്ങൾക്ക് പറ്റിയ സ്ഥലമല്ല. പിന്നെ എന്റെ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങി പൊക്കോ, നിങ്ങൾ ഇവിടെ നിൽക്കരുത്, ഗോ ബാക്ക് ടു യുവർ കൺട്രി എന്നൊക്കെ പറഞ്ഞ് മറ്റേ ഈ ബസ്സൊക്കെ കാത്തിരിക്കുമ്പോൾ പിള്ളേരുടെ മണ്ടേ കയറാൻ വരുന്ന ടൈപ്പ് ആളുകളൊക്കെ ഉണ്ട്. ഭയങ്കര റേസിസ്റ്റിക് ആയിട്ട് ചില ഷോപ്പിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ ചില ഷോപ്പിൽ കേറ്റില്ല, ഇവിടെ ഫുഡ് നിങ്ങൾക്കില്ല എന്നൊക്കെ പറഞ്ഞ അങ്ങനെ ഫേസ് ചെയ്ത ഇഷ്യൂസ് ഒക്കെ ഉണ്ട്. നമ്മുടെ വണ്ടി പച്ചക്ക് തുപ്പിടും. അതുകൊണ്ട് പക്ഷെ എനിക്ക് ഈ 5 വർഷത്തിൽ അങ്ങനെ റേസിസ്റ്റിക് അനുഭവം ഉണ്ടായിട്ടില്ല കേട്ടോ. ഒരു പക്ഷെ ഞാൻ സഹകരിച്ച ആളുകളൊക്കെ നല്ല ആളുകളായതുകൊണ്ടായിരിക്കും നമ്മുടെ സർക്കിൾസ് കുറച്ച് നല്ലതായിരുന്നു. നല്ല ആളുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രൊയേഷ്യ എനിക്ക് പറയുന്നത് 90% നല്ല ആളുകളാണ്. 90% ഭയങ്കര സ്നേഹമുള്ള ആളുകളാണ്. നമ്മുടെ പഴയ കമ്പനിയിലൊക്കെ ഭയങ്കര സ്നേഹം. നമുക്ക് എന്തൊക്കെ കൊടുത്തിരുന്ന അറിയാം. എനിക്ക് സൈക്കിൾ തന്നിട്ടുണ്ട്. കാരണം അവിടെ സൈക്കിൾ അത്യാവശ്യമാണ്. കാരണം ഞാൻ ആദ്യം പോയിട്ടുള്ള സമയത്ത് 2 കിലോമീറ്റർ ഞങ്ങൾക്ക് വർക്ക് നടക്കണം. നമ്മളിവിടെ നിന്ന് നോക്കുമ്പോൾ ഇത് തന്നെ ബാക്കിയുള്ളവർക്ക് ഇതൊക്കെ കേൾക്കാം. പറഞ്ഞ സംഭവിച്ചാല് നമ്മൾ ഇവിടുന്ന് കാണുന്ന ഒരു ബാക്കിയുള്ളവര് ഇപ്പൊ ഞാനാണെങ്കിൽ ശരി, നമ്മൾ ഈ മഞ്ഞത്തോടുന്ന വീഡിയോസും 2 ആപ്പിൾ പറിച്ചിരുന്ന വീഡിയോസും ഇടും. പക്ഷെ അതിന്റെ ബാക്കിലുള്ള ഒരു പെയിൻ ഉണ്ട്. അപ്പൊ നിങ്ങളുടെ സൈഡിൽ നിന്നും ഉണ്ടാവും ഒരുപാട് പെയിൻ. ആരും ഒറ്റയടിക്ക് സെറ്റ് ആവില്ല. എല്ലാവരും വിചാരിക്കും നമ്മൾ ഈ ഒരു ലെവലിലേക്ക് പെട്ടെന്ന് എത്തിയതാ. ഒരിക്കലും അല്ല, നമ്മൾ ഒരുപാട് സ്ട്രഗിൾ കഴിഞ്ഞിട്ടാണ്. കംപ്ലീറ്റ് അവിടെ ഇപ്പോ നിലവിൽ നിൽക്കുന്ന ആളുകളെല്ലാവരും അത്യാവശ്യം സ്ട്രഗിൾ ചെയ്തിട്ടായിരിക്കും ജീവിക്കുന്നത്. അവരൊക്കെ വന്നിട്ടുള്ള ഇനീഷ്യൽ സ്റ്റേജിൽ അവർ ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാവും. അതേപോലെ ഞാൻ 2 കിലോമീറ്റർ നടക്കണം നമുക്ക് കമ്പനിക്ക് ഡെയിലി. പുലർച്ചെ 6 മണി ഷിഫ്റ്റിന് കയറണമെങ്കിൽ 4 മണിക്ക് എണീച്ചിട്ട് നടക്കണം. 4 മണിക്ക് എണീച്ച് പരിപാടി തുടങ്ങി മഞ്ഞത്ത് നടക്കണം. ഇതിന്റെ ഇടയിൽ പിന്നെ വർക്ക് കഴിഞ്ഞ് വന്നാൽ അരി വാങ്ങാനായിട്ട് 4 കിലോമീറ്റർ നടക്കണം. ഇത് അന്ന് നമുക്കൊന്നുമില്ല, സൈക്കിൾ പോലും ഇല്ല. അന്ന് സൈക്കിൾ ഇടാൻ വലിയ സംഭവം. അപ്പൊ അന്ന് സൈക്കിൾ അന്നതൊക്കെ വരികയാണ്. സൈക്കിൾ, ജാക്കറ്റ്, ഫുഡ് എല്ലാം അവിടെ നിന്ന് വരും. അപ്പൊ അവിടെ ഉള്ള ഞങ്ങൾ പിന്നെ ഒരു കാർ ഷെയർ ഇട്ട് കാർ വാങ്ങിച്ചു. കാറിന് വലിയ വാല്യൂ വരുന്നില്ല, നിങ്ങൾക്ക് അറിയാലോ. പിന്നെ ഇപ്പൊ എല്ലാവർക്കും ഒരേ കാർ വെച്ചിട്ടുണ്ട്. അപ്പോ അന്ന് ഉള്ള സ്ട്രഗിളിനൊക്കെ ഇതേപോലെ സഹായിച്ചിട്ടുള്ള കുറെ ആളുകളുണ്ട്. പിന്നെ റേസിസം എന്ന് പറഞ്ഞാൽ സ്പെസിഫിക്കലി യൂറോപ്യൻ കൺട്രി മാത്രമേ ഉള്ളൂ ബ്രോ. നമ്മുടെ വീടുകളിലും റേസിസം ഉണ്ട്, നമ്മുടെ നാട്ടിലും റേസിസം ഉണ്ട്. നമ്മുടെ വീട്ടില് തന്നെ എന്താ ഓരോരുത്തരുടെ സ്റ്റേറ്റ് അനുസരിച്ച് റേസിസം ഉണ്ട് അല്ലെ. നമ്മുടെ ഓക്കെ അവന് സമൂഹത്തിൽ എന്ത് വിലയുണ്ട്, അവന്റെ കാശുണ്ടോ, അവന് നിറമുണ്ടോ, അവക്ക് ആ കൊച്ചിന് നിറമില്ല, എന്റെ കൊച്ചിനെ കെട്ടിച്ചു കൊടുക്കാൻ പറ്റില്ല, അവക്ക് കാശ്. നമ്മുടെ നാട്ടിലും നമ്മുടെ വീട്ടിലും ഉണ്ട് റേസിസം. പിന്നെ ഇത് ആളുകളുടെ ടിപ്പിക്കൽ മൈൻഡ് സെറ്റ് ആണ്. അത് നേരത്തെ പറഞ്ഞ പോലെ അത്യാവശ്യം എഡ്യൂക്കേറ്റഡ് ആയിട്ട് ലോക വിവരം ഉള്ളവർക്ക് ഈ പറഞ്ഞ റേസിസ്റ്റിക് മൈൻഡ് സെറ്റ് ഇല്ല. എന്റെ ഒരു പ്രൊഫസർ ഭയങ്കര റേസിസ്റ്റിക് ആയിരുന്നു. ഞാൻ എന്റെ കോളേജിലെ അനുഭവം പറയണേ. എന്നെ പേഴ്സണലി ഞാൻ വന്ന ദിവസം മുതൽ ആ പ്രൊഫസറിന്റെ പേരെ കേൾക്കുന്നത്. നിനക്ക് ആ സബ്ജക്ട് പഠിപ്പിക്കുക പുള്ളിക്കാരി ഉണ്ടോ, നീ തോക്കും. എല്ലാവരെയും പുള്ളിക്കാരി തോപ്പിക്കും. സ്പെസിഫിക്കലി ഇന്ത്യൻസിനെയും ബംഗ്ലാദേശികളെയും പുള്ളിക്കാരി തോപ്പിക്കുമായിരിക്കും. ലാസ്റ്റ് എന്തോ ഭാഗ്യക്കേടിന് ഈ പുള്ളിക്കാരി എന്നെ പഠിപ്പിക്കും.
രണ്ടുപേരെ ഇന്റർനാഷണൽ സ്റ്റുഡൻസിന്റെ ക്ലാസ്സിലുള്ള ആകെ 20 സംതിങ് സ്റ്റുഡൻസ് ഉള്ളത്. അതിൽ രണ്ടുപേരും, ഒരുത്തൻ ഞാനും ഒരു ശ്രീലങ്കക്കാരൻ, ഞങ്ങൾ രണ്ടുപേരും മാത്രമേ ഇന്റർനാഷണൽ സ്റ്റുഡൻസ് ഉള്ളൂ. പുള്ളിക്കാരിയാണ് ഞങ്ങൾ പഠിപ്പിക്കുന്നത്. പുള്ളിക്കാരുടെ പേര് ഞാൻ പറയാം, ക്രിക്കോവ എന്നാണ് പുള്ളിക്കാരുടെ പേര്. അത് ആരെങ്കിലും ലാറ്റ്വിയയിലുള്ള ഒരു പേര് മറക്കില്ല, കാരണം എല്ലാവർക്കും അറിയാം. ഈ ക്രിക്കോവയുടെ ക്ലാസ്സിൽ നമ്മൾ എന്തെങ്കിലും ഡൗട്ട് ചോദിച്ചാൽ പുള്ളിക്കാർ റെസ്പോണ്ട് ചെയ്യില്ല. പക്ഷെ ലാറ്റ്വിയൻസോ അല്ലെങ്കിൽ അവരുടെ ലോക്കൽ സ്റ്റുഡൻസ് ചോദിച്ചു കഴിഞ്ഞാൽ പുള്ളിക്കാർ റെസ്പോണ്ട് ചെയ്യും. ഭയങ്കര കാര്യം. ഓക്കെ, നമുക്കിത് ആദ്യം മനസ്സിലാവുന്നില്ലായിരുന്നു. അപ്പൊ ഞാനും ഈ ശ്രീലങ്കക്കാരൻ പയ്യന് മാത്രം ആകെ ഒറ്റപ്പെട്ട പോലെ. 1ാമത്തെ ക്ലാസ് കഴിഞ്ഞു, 2ാമത്തെ ക്ലാസ് കഴിഞ്ഞു, അങ്ങനെ ദിവസങ്ങൾ പോയി. നമ്മളാകെ ഡിപ്രസ്ഡ് ആയി. നമുക്കൊന്നും മനസ്സിലാവുന്നില്ല പുള്ളിക്കാരി പഠിപ്പിക്കുന്നത്. ലാസ്റ്റ് ഒരു ദിവസം ഞാനങ്ങ് പൊട്ടിത്തെറിച്ചു ക്ലാസ്സിൽ ഇരുന്നിട്ട്. ഓൺലൈൻ ക്ലാസ്സാ, അത് ഈ കോവിഡ് ടൈമും കൂടെ. ഞാനങ്ങ് പൊട്ടിത്തെറിച്ചു ക്ലാസ്സിൽ. ഞാൻ പറഞ്ഞു, അപ്പൊ എന്നോട് പറഞ്ഞു നിങ്ങൾക്ക് പഠിക്കണം എന്ന് ആഗ്രഹമുണ്ട്, നിങ്ങൾ ഇന്ത്യയിൽ പഠിക്കണമായിരുന്നു. ഞാൻ പറഞ്ഞു നിങ്ങൾ കൊള്ളാം, ഞങ്ങൾ ഇവിടെ മറ്റേ ഔദാര്യത്തിന് പഠിക്കാൻ വേണ്ടി വന്നതല്ല. നിങ്ങളുടെ യൂണിവേഴ്സിറ്റിയിൽ പൈസ അടിച്ച് യൂണിവേഴ്സിറ്റി ഇൻവൈറ്റ് ചെയ്ത് ഒരു ഇന്റർനാഷണൽ യൂണിവേഴ്സിറ്റിയിൽ പഠിക്കാൻ വന്നതാണ്. നിങ്ങളുടെ ലോക്കൽ യൂണിവേഴ്സിറ്റി അല്ല ഇത്. പിന്നെ ഞങ്ങളുടെ അവിടെ IITയും പിന്നെ IIM പോലുള്ള വലിയ വലിയ കോളേജസ് ഉണ്ട്. അവിടെ ഞങ്ങൾക്ക് പഠിക്കാൻ എലിജിബിലിറ്റി കിട്ടാനുണ്ട്. അതായത് ഞങ്ങൾക്ക് അത്രയും ക്വാളിഫിക്കേഷൻ ഇല്ലാത്തത് കൊണ്ടാണ് അവിടെ പഠിക്കാൻ പോകാൻ പറ്റുന്നത്. പക്ഷെ ഇവിടെ ഞങ്ങളുടെ ക്വാളിഫിക്കേഷൻ ഞങ്ങൾക്ക് എൻറോൾ ചെയ്യാൻ പറ്റുന്നുണ്ട്. ആഫ്റ്റർ ഓൾ നിങ്ങൾ ഒരു ഇന്റർനാഷണൽ ടീച്ചറാണ്, ഇന്റർനാഷണൽ യൂണിവേഴ്സിറ്റിയിലെ ടീച്ചറാണ്. സോ യു ഹാവ് ടു ടേക്ക് ദ ക്ലാസസ് ഇൻ ഇംഗ്ലീഷ്, നോട്ട് ഇൻ ലാറ്റ്വിയൻ. പിന്നെ നിങ്ങൾ ഞങ്ങൾക്ക് കൂടെയാണ് പറഞ്ഞു തരേണ്ടത്. അല്ലെങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്യും, നിങ്ങൾക്ക് ഞങ്ങളെ പഠിപ്പിക്കാൻ നിങ്ങൾ വരണ്ട, നിങ്ങൾ വേറെ രീതിയിൽ പഠിപ്പിക്കാം. ലാസ്റ്റിൽ ഞാൻ പച്ചയ്ക്ക് ക്ലാസ് വരും, നിങ്ങൾ ഭയങ്കര റേസിസ്റ്റിക് ആണെന്ന് പറഞ്ഞു. കുറച്ച് ലാറ്റ്വിയൻ പിള്ളേരും അത് സപ്പോർട്ട് ചെയ്തു. അവര് പറഞ്ഞു ശരിയാണ്, ഞങ്ങൾക്കും അത് ഫീൽ ചെയ്തു, അവരും ഈ ക്ലാസ്സിലുള്ളവരല്ലേ, അവർ എത്ര തവണ ഡൗട്ട് ചോദിച്ചു, മിസ് റിപ്ലൈ കൊടുത്തില്ലല്ലോ എന്ന് പറഞ്ഞു. അപ്പോഴത്തേക്ക് പുള്ളിക്കാരി ഭയങ്കര വയലന്റ് ആയി. എന്താ നിങ്ങളെ ഞാൻ ക്ലാസ്സിൽ നിന്ന് പുറത്താക്കും, നിങ്ങൾ പാസ്സാകാൻ സമ്മതിക്കില്ല. ഞാൻ പിന്നെ ഓൾറെഡി ഈ ലാറ്റ്വിയയിൽ വന്നിറങ്ങുന്ന എല്ലാവർക്കും നിങ്ങളെ പറ്റി അറിയാം, നിങ്ങൾ പാസ്സാക്കില്ലെന്നും അറിയാം. ഇത് അറിഞ്ഞിട്ട് തന്നെ ഞങ്ങൾ ഈ ക്ലാസ്സിൽ വന്ന് പെട്ടത്. അപ്പൊ ഇപ്പോഴാണ് നമുക്ക് റിയൽ ലൈഫ്. ഞാൻ പറഞ്ഞു ഞാനിത് എസ്കലേറ്റ് ചെയ്യും. ഞാൻ ഫോറിൻ സ്റ്റഡീസ് ഡിപ്പാർട്ട്മെന്റിൽ അന്ന് കംപ്ലൈന്റ് കൊടുത്തു, ഞാനിത് എംബസിയിലേക്ക് എസ്കലേറ്റ് ചെയ്യും. അപ്പൊ പറഞ്ഞു ഞാൻ ഈ യൂണിവേഴ്സിറ്റിയുടെ ഡിപ്പാർട്ട്മെന്റിന്റെ ഹെഡ് ആണെന്ന് പറഞ്ഞു. പറഞ്ഞു സോ വാട്ട്, ആയിക്കോട്ടെ, എനിക്ക് എസ്കലേറ്റ് ചെയ്യാൻ പറ്റുന്നതിന്റെ മാക്സിമം ഞാൻ എസ്കലേറ്റ് ചെയ്യും, വിൽ സീ ഇറ്റ് എന്ന് പറഞ്ഞിട്ട് ഞാൻ ക്ലാസ്സിൽ നിന്ന് ഇറങ്ങി. ശ്രീലങ്കക്കാരനും ക്ലാസ്സിൽ നിന്ന് ഇറങ്ങി. പക്ഷേ എനിക്ക് കുറച്ച് ദിവസം കഴിഞ്ഞപ്പം അവിടുന്ന് ഫോറിൻ സ്റ്റഡീസ് ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് മെയിലൊക്കെ വന്നു, എന്തായിരുന്നു ഇഷ്യൂ എന്നൊക്കെ ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു ഇങ്ങനെയൊക്കെ പ്രോബ്ലംസ് ഉണ്ടായിട്ടുണ്ട്, ഞങ്ങൾക്ക് ക്ലാസ്സിൽ ഭയങ്കര റേസിസ്റ്റിക് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആണ് ഉണ്ടാകുന്നത്, നിങ്ങളെ ട്രീറ്റ് ചെയ്യുന്നത്, സ്റ്റുഡന്റിനെ ട്രീറ്റ് ചെയ്യുന്നത് എൻ്റർലി ഡിഫറെന്റ് ആയിട്ടാണ്. അപ്പോൾ പക്ഷേ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി പുള്ളിക്കാരി എന്താ അങ്ങനെ ചെയ്യാൻ കാരണം, അല്ല അങ്ങനെ മാത്രമല്ല. അപ്പൊ ഞാൻ ഒരു ദിവസം നേരെ യൂണിവേഴ്സിറ്റിയിൽ പോയി. എന്തായാലും പുള്ളിക്കാരിക്ക് പ്രോബ്ലം വരും, പക്ഷെ പുള്ളിക്കാരിനെ പുറത്താക്കത്തൊന്നുമില്ല, കാരണം യൂണിവേഴ്സിറ്റിയുടെ വർഷങ്ങളായിട്ടുള്ള ഡിപ്പാർട്ട്മെന്റ് ഹെഡൊക്കെയാണ് പുള്ളിക്കാരി. പക്ഷെ എന്തെങ്കിലും ഇഷ്യൂസ് വരും. അപ്പൊ എനിക്കാണെങ്കിലും എൻഡ് ഓഫ് ദി ഡേ ഈ ഡിഗ്രി എടുക്കണമെന്നുണ്ടെങ്കിൽ പുള്ളിക്കാരി അപ്രൂവൽ തരണം. പുള്ളിക്കാരി അവിടെ പാസ്സാക്കുന്ന പിള്ളേരെ ജസ്റ്റ് പാസ്സാക്കി ആക്കുള്ളൂ, അങ്ങനെ പ്രശ്നമുണ്ട്, മാർക്ക് കൊടുക്കില്ല. ലാസ്റ്റ് ഞാൻ ഒരു ദിവസം പുള്ളിക്കാരുടെ സ്റ്റാഫ് റൂമിൽ ചെന്നു, ഒരു ഗിഫ്റ്റ് ഒക്കെ ആയിട്ട്, ഒരു വൈൻ കുപ്പിയൊക്കെ ആയിട്ട് ചെന്നു. പുള്ളിക്കാരി കണ്ടോടനെ ഇങ്ങനെയൊക്കെ ഇരിക്കുക, നമ്മളെ മൈൻഡ് ചെയ്യുന്നൊന്നുമില്ല. പിന്നെ പുള്ളിക്കാരോട് ചോദിച്ചു, ഞാൻ വന്നിട്ട് ചോദിച്ചു എൻ്റെ പേര് അശ്വിൻ, എനിക്കറിയാം. അപ്പോൾ ഞാൻ പറഞ്ഞു എന്തുകൊണ്ട്, അപ്പോൾ അവർ എണ്ണിച്ച് പോകാൻ തുടങ്ങി. അപ്പോൾ ഞാൻ അവരെ ബ്ലോക്ക് ചെയ്തു. അപ്പോൾ യു ആർ ബ്ലോക്കിംഗ് മൈ വേ. ഞാൻ പറഞ്ഞു യെസ് വി നീഡ് ടു ടോക്ക് എന്ന് പറഞ്ഞിട്ട് ഞാൻ അവിടെ പിടിച്ചിരുത്തി. എന്തിനാ അങ്ങനെ പെരുമാറണേ, ലൈക്ക് ഞാൻ നിങ്ങളുടെ ഒരു സ്റ്റുഡൻ്റ് അല്ലേ, ഞങ്ങളുടെ നാട്ടിൽ എനിക്ക് പഠിക്കാൻ പറ്റേണ്ടല്ലേ, ഞങ്ങൾ ഒരുപാട് എക്സ്പെക്ടേഷനിൽ ഇവിടെ വന്നത്, ഒരുപാട് പ്രതീക്ഷകളുണ്ട്, ഒരുപാട് ഡ്രീംസ് ഉണ്ട്, നിങ്ങളുടെ കൺട്രിയിൽ വരുമ്പോൾ നിങ്ങൾ കുറച്ച് വെൽക്കം ചെയ്യുക, അങ്ങനെയല്ലേ നിൽക്കേണ്ടതെന്നൊക്കെ ചോദിച്ചു. സോ പുള്ളിക്കാരി പതുക്കെ കൂളായി കാര്യങ്ങൾ ചോദിച്ചു വന്നപ്പോഴാണ് മനസ്സിലായത് പുള്ളിക്കാരിയുടെ നെഫ്യൂ, പുള്ളിക്കാരി മൈനറായിരുന്ന സമയത്ത് ഒരു ഇന്ത്യക്കാരൻ മൊളസ്റ്റ് ചെയ്തു. അപ്പോൾ അത് പുള്ളിക്കാരിക്ക് ഭയങ്കരമായിട്ടൊരു ട്രോമ എക്സ്പീരിയൻസ് ഉണ്ടാക്കിയത്. ഞാൻ ഒരു 3 വർഷം മുമ്പ്, അതായത് ഞാൻ പുള്ളിക്കാരിയെ മീറ്റ് ചെയ്തതിന് 3 വർഷം മുമ്പ്. അതിനുശേഷം ഈ നെഫ്യൂവിന്റെ ഫ്രണ്ടിനെ ഒരു ഇന്ത്യക്കാരൻ പ്രപ്പോസ് ചെയ്തു. സോ ആ കുട്ടി നോ പറഞ്ഞാൽ അവൻ അപ്പം തന്നെ പബ്ലിക്കലി സ്ലാപ്പ് ചെയ്തു. സോ പുള്ളിക്കാരിയുടെ കോൺസെപ്റ്റിൽ എല്ലാ ഇന്ത്യക്കാരും ഈ മൈൻഡ് സെറ്റ് ഉള്ളവരാണ്. സോ അങ്ങനെയാണ് പുള്ളിക്കാരി റെസ്പോണ്ട് ചെയ്തത്. അപ്പം ഞാൻ പറഞ്ഞു നോ നെവർ, ഞങ്ങൾ ഇന്ത്യയിൽ. അപ്പം ഞാൻ പിന്നെ പുള്ളിക്കാരിക്ക് ഇന്ത്യയുടെ ജോഗ്രഫിയെ പറ്റി പറഞ്ഞു, ഇന്ത്യയുടെ കൾച്ചറിനെ പറ്റി പറഞ്ഞു. ഇത്ര 1.4 ബില്യൺ ആൾക്കാരുണ്ട്, എല്ലാവരും ഡിഫറെന്റ് മൈൻഡ് സെറ്റ്, എല്ലാവരും ഒരുപോലെ അല്ല ട്രീറ്റ് ചെയ്യുന്നത്. ഞാൻ പറഞ്ഞു എനിക്ക് നിങ്ങളോട് ദേഷ്യം കാണിച്ചിട്ട് നിൽക്കായിരുന്നു, ഞാൻ എന്നിട്ട് നിങ്ങളുടെ അടുത്ത് വന്നിട്ട് സോൾവ് ചെയ്യാൻ ശ്രമിക്കുന്നില്ലേ, എല്ലാവരും അങ്ങനെയല്ല ഇങ്ങനെയാണെന്നൊക്കെ കഥകൾ പറഞ്ഞു. ലാസ്റ്റിൽ പുള്ളിക്കാരി വളരെ കൂളായി. എന്നിട്ട് പുള്ളിക്കാരിയുടെ പ്രോബ്ലം എന്താണെന്ന് മനസ്സിലാക്കി, അങ്ങനെ അല്ല എല്ലാ ഇന്ത്യൻസ് എന്നും പറഞ്ഞ് മനസ്സിലാക്കി കഴിഞ്ഞപ്പോഴാണ് പിന്നെ എന്റെ ശ്രീലങ്കക്കാരൻ ഫ്രണ്ടും വന്നു. സോ അവനും അവന്റെ കൺട്രീനെ പറ്റിയൊക്കെ പറഞ്ഞു, നമ്മള് എങ്ങനെയാണ് ഫോറിനേഴ്സ് നമ്മുടെ കൺട്രി വരെ പറ്റും. അപ്പൊ പുള്ളിക്കാരി ഉടനെ പറഞ്ഞു പണ്ടൊരു ലാറ്റ്വിയൻ കേരളത്തിൽ വന്നിട്ട് ഇവിടെ റേപ്പ് ചെയ്യപ്പെട്ട് മരിച്ചിട്ടുണ്ട്. ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫും സിസ്റ്ററൂടെ വന്നിട്ട് വർക്കല ആ സൈഡിലൂടെ കോവളത്താന്ന് തോന്നുന്നു, കോവളത്ത് വെച്ചിട്ട് ആ പുള്ളിക്കാരി റേപ്പ് ചെയ്ത് മരിച്ചു. അവസാനം ഈ ബോഡി കിട്ടാനായിട്ട് ഇവിടെ ആരും സപ്പോർട്ടൊന്നും കിട്ടിയില്ല പോലീസിൽ നിന്നും. അവരെല്ലായിടത്തും നോട്ടീസൊക്കെ ഒട്ടിച്ചു നടന്നു. ലാസ്റ്റിൽ ഇവിടുത്തെ ജനങ്ങളും എല്ലാവരും കൂടെ ഹെൽപ്പ് ചെയ്തിട്ടാണ് ബോഡിയൊക്കെ റിക്കവർ ചെയ്തത്. അത് ലാറ്റ്വിയിലൊക്കെ ഭയങ്കര ന്യൂസ് ആയിരുന്നു. അപ്പൊ ആ കാര്യം പറഞ്ഞു. അപ്പോൾ ഞാനും കുറെ എക്സാമ്പിൾസ് പറഞ്ഞു കൊടുത്തു, നമ്മൾ എങ്ങനെയാ ശരിക്കും ഫോറിനേഴ്സിനെ ട്രീറ്റ് ചെയ്ത്. എല്ലായിടത്തും മോശമായ ആൾക്കാരുണ്ട്, ഇറ്റ് ഡസന്റ് മീൻ ലൈക്ക് എവരി പീപ്പിൾ ആർ ബാഡ്.
അങ്ങനെ ഞങ്ങൾ കമ്പനിയായി. പിന്നെ നോർമലി ക്ലാസ്സസ് പോയി. പുള്ളിക്കാരി ക്ലാസ്സസ് ഞങ്ങളുടെ പിന്നെ അടുത്ത ക്ലാസ്സിൽ ഞങ്ങളുടെ ലാറ്റിൻ ഫ്രണ്ട്സ് എല്ലാം ഞെട്ടിപ്പോയി. കാരണം പുള്ളിക്കാരി ഞങ്ങളുടെ അടുത്ത് ഭയങ്കര കെയറിങ് ആയി, ഞങ്ങൾ രണ്ടുപേരുടെ അടുത്ത്. എൻഡ് ഓഫ് ദി ഡേ എനിക്ക് 9 മാർക്ക് 10ൽ 9 മാർക്ക് തന്നു പുള്ളിക്കാരി എൻ്റെ സബ്ജക്റ്റിന്. നോർമലി പെർഫോം ചെയ്തേ ഉള്ളൂ. അത് എല്ലാവർക്കും ഒരു ഞെട്ടലായിരുന്നു, ക്രിക്കോവ 9 മാർക്ക് കൊടുത്തോ എന്നൊരു. പക്ഷെ അതിനുശേഷം ഞാൻ എവിടെയും കേട്ടിട്ടില്ല മരിയ ക്രിക്കോവ ഇതുപോലെ സ്റ്റുഡൻസിന്റെ അടുത്ത് റേസസ് കാണിച്ചു പാസ്സാക്കിയിട്ടില്ലെന്ന്. പുള്ളിക്കാരി ഇപ്പോൾ വളരെ നല്ലതാണ്, എന്നോട് ഇപ്പോഴും കോൺടാക്റ്റിലുണ്ട്. സ്റ്റുഡൻസിന്റെ അടുത്തൊക്കെ വളരെ നല്ല. എന്റെ മാരേജിൽ ഫോറിനേഴ്സ് വന്നിട്ടുണ്ടായിരുന്നു. അതെ, എനിക്ക് ആക്ച്വലി ഞാനിപ്പോ കുറെ കൺട്രീസിൽ സ്റ്റേ ചെയ്തിട്ടുണ്ട് ലോങ് ടൈമില്. അപ്പൊ ബ്രോ ഇതിലിപ്പം നമ്മൾ ഈ സംസാരിക്കുന്ന കാര്യത്തിൽ തന്നെ നമ്മൾ പറയേണ്ട ഒരു കാര്യമുണ്ട്. നമ്മളൊരു വിദേശ രാജ്യത്ത് പോകുമ്പോൾ നമ്മൾ കൂടുതലും ചെയ്യുന്നത് നമ്മുടെ കൾച്ചറിലുള്ള അല്ലെങ്കിൽ നമ്മുടെ ആൾക്കാരായിട്ടാണ് കൂടുതൽ പേരും കമ്പനി ആവാൻ ശ്രമിക്കുന്നത്. ഞാൻ ചെല്ലുന്നത് മലയാളി ഉണ്ടോ, അല്ലെങ്കിൽ മലയാളികളുമായിട്ട് ഒരു സർക്കിൾ ഉണ്ടാക്കുക, ഓളം വൈബ് അതാ പിടിക്കണേ. പക്ഷെ അവിടെ നമ്മൾ ഫോക്കസ് ചെയ്യുന്ന വെച്ചാൽ നമ്മൾ എന്തിനാ വന്നത്, നമുക്കൊരു കരിയർ ഗ്രോത്ത് വേണോ, നമുക്ക് ഇന്റർനാഷണൽ എക്സ്പോഷറിനാണോ വന്നത്, ഇത് വേണം. ഈ പറഞ്ഞ മലയാളി ഗ്രൂപ്പും കമ്മ്യൂണിറ്റി ഇന്ത്യൻ കമ്മ്യൂണിറ്റി ഒക്കെ വേണം. പാരലലി നമുക്ക് കുറച്ച് ഇന്റർനാഷണൽ എക്സ്പോഷറൂടെ വേണം, എങ്കിലേ നമുക്ക് ലോക്കൽ കാര്യങ്ങൾ അറിയാൻ പറ്റും. സോ ഞാൻ എപ്പോഴും ശ്രദ്ധിക്കാറുള്ള ഒരു കാര്യമാണ്, ഞാൻ എങ്ങനെയാണോ മലയാളി ഇന്ത്യൻ ഫ്രണ്ട്സിനെ ഉണ്ടാക്കുന്നത് അതേപോലെ തന്നെ ഫോറിൻ ഫ്രണ്ട്സുമായിട്ട് നല്ലൊരു ടേംസ് മെയിൻറ്റെയിൻ ചെയ്യും. എന്നാലേ ഇപ്പം നമ്മൾ സ്വീഡൻ പോയാൽ സ്വീഡനിലെ കാര്യങ്ങൾ അറിയത്തുള്ളൂ, ജർമ്മനി പോയാൽ ജർമ്മനിയിലെ കാര്യങ്ങൾ അറിയാൻ ജർമ്മൻസ് വേണം, മലയാളീസ് മാത്രം ഉണ്ടായിട്ട് കാര്യമില്ല. എന്റെ കല്യാണത്തിന് ഇറ്റലിയിൽ നിന്ന് ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു, മാൾട്ടയിൽ നിന്ന് ഉണ്ടായിരുന്നു, വേറെ കുറെ അടുത്തുനിന്ന് വരണമായിരുന്നു. ഭയങ്കര ഓളമായിരുന്നു അവര്. ശരിക്കും എനിക്ക് ഭയങ്കര ഒരു ഹാർട്ട് ഫെൽറ്റ് ഫീലിംഗ് ആയിരുന്നു. കാരണം അവർ ഇത്രയധികം ദൂരം 10 ദിവസത്തേക്കൊക്കെ നല്ല എക്സ്പെൻസ് ഉണ്ടായിരുന്നു അവർക്കൂടെ വന്നു പോകാൻ. അപ്പോൾ അവർ അത്രയും ഇനിഷ്യേറ്റീവ് എടുത്തു തരിക എന്ന് പറഞ്ഞാൽ നമ്മളോടുള്ള ഒരു ഫ്രണ്ട്ഷിപ്പിന്റെ ഒരു ബോണ്ടാണ്. ഇനിയും ഒരുപാട് പേർക്ക് വരാൻ ആഗ്രഹം ഉണ്ടായിരുന്നു. ചിലർ ക്യാരിങ് ആയി വരാൻ പറ്റിയില്ല, ചിലർ ജോബിന്റെ ആവശ്യമായിട്ട് വരാൻ പറ്റിയില്ല. സോ അനദർ ടൈം വരും എന്ന് പറഞ്ഞു. പക്ഷെ അതൊക്കെ നമുക്ക് ഭയങ്കര വലിയ കാര്യമാണ്. മറ്റൊരു നാട്ടിൽ നിന്ന് നമ്മുടെ ഒരു ഫംഗ്ഷൻ ഇവിടെ വരിക, നമ്മളോട് ഒരു ബന്ധം നിലനിർത്തുക എന്ന് പറയുന്നത്. ബ്രോനെ സംബന്ധിച്ച് എങ്ങനെയായിരുന്നു ക്രൊയേഷ്യയിലെ ലൈഫിൽ? നിങ്ങൾക്ക് ക്രൊയേഷ്യൻ ഫ്രണ്ട്സിനെ ഒക്കെ ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ടോ? എനിക്ക് ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട് അവിടെ. ഒരുപാട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എണ്ണം പറയാനായിട്ട് 1-2 ആൾക്കാരേ ഉള്ളൂ. പക്ഷെ നമുക്ക് പരിചയത്തിൽ ഇപ്പോൾ നമ്മളൊരു 5 മിനിറ്റ് കാണുന്ന ആളുകളായിരിക്കില്ല അടുത്ത 5 മിനിറ്റ് ഉണ്ടാവും. ഇവരുടെ അടുത്ത് എപ്പോഴും നമ്മൾ സംസാരിക്കും. നമ്മൾ ആദ്യമായിട്ട് സംസാരിക്കുമ്പോൾ എനിക്ക് സെയിം ആയിട്ടുള്ള ക്രൊയേഷ്യൻ ഡയലോഗ് വരെ അറിയാം. നമ്മളവരെല്ലാരും നമ്മളോട് ചോദിക്കുന്നത് എവിടുന്ന് വരുന്നേ, എത്ര നാളായി ഇവിടെ. അപ്പൊ നമ്മൾ ഇന്ത്യ എന്ന് പറയുമ്പോൾ ഓ ഇന്ത്യ എന്ന് പറഞ്ഞിട്ട് ഇവർക്ക് പിന്നെ ചിലർക്ക് ഇന്ത്യനെ പറ്റി ഭയങ്കര അഭിപ്രായം കേട്ടോ. നമ്മുടെ ചരിത്രമൊക്കെ നമ്മളെക്കാട്ടിലും വ്യക്തമായിട്ട് അറിയുന്ന യൂറോപ്യൻസ് ഉണ്ട്. നമ്മളുടെ സംസ്കൃതം തൊട്ട് മുന്നോട്ട് പറയുന്ന അതുണ്ട്. ലാംഗ്വേജ് പല യൂറോപ്യൻ ലാംഗ്വേജസിന്റെയും ഉത്ഭവം സംസ്കൃതത്തിൽ നിന്നാണ്. ഈവൻ ലാറ്റിൻ ലാംഗ്വേജ് ഒക്കെ അതിൽ നിന്നാണ് വന്നത്. അങ്ങനെയൊക്കെ ചില ആളുകൾ കമ്പനിയും ചിലപ്പോൾ കോഫി അടിക്കാൻ വിളിക്കും, പിന്നെ അവരോട് സംസാരിക്കും. പിന്നെ വരെ സാറ്റർഡേ സൺഡേ ഒക്കെ അവരായിട്ട് പുറത്തേക്ക് ഇറങ്ങും. അങ്ങനെ കമ്പനിയും. പക്ഷെ നമ്മുടെ കല്യാണത്തിന് ഇങ്ങോട്ട് വരാനോ തെറ്റൊന്നും വന്നിട്ടില്ല. പക്ഷെ ഇത് ഇന്നും സ്നേഹിക്കുന്ന ഒരുപാട് ആളുകൾ, ക്രൊയേഷ്യക്കാർ മാത്രമല്ല കേട്ടോ, ഇന്നും ക്രൊയേഷ്യയില് സ്നേഹിക്കുന്ന ഒരുപാട് മനുഷ്യന്മാരുണ്ട്. ഇപ്പൊ ഒരുപാട് മലയാളം, പ്രത്യേകിച്ച് നമ്മളിങ്ങനെ വീഡിയോ ഒക്കെ ചെയ്ത് തുടങ്ങിയപ്പോൾ നമ്മൾ എവിടെ പോയാലും ഒരു അട്രാക്ഷൻ ഉണ്ടാവും. എവിടെ പോയാലും അറിയുന്ന ആരെങ്കിലും ഒക്കെ ഉണ്ടാവും. അവർ നമ്മളെ വരാറുണ്ട്, സംസാരിക്കാറുണ്ട്, ചിലപ്പോൾ ചായ പിടിക്കാൻ പോകും. അതൊരു വലിയ സംഭവം തന്നെയാണ്. ഇപ്പൊ എനിക്ക് ഇങ്ങനെ ഒരു ഇതിലേക്ക് കടന്നു തുടങ്ങിയപ്പോൾ ഒരു ഭയങ്കര സന്തോഷമുള്ള സംഭവമാണ്. നമ്മളൊരാൾ എല്ലാവരും വലിയാവെന്ന് പറയുന്നത് മാത്രമല്ല, പക്ഷെ ആ ഒരു സെലിബ്രിറ്റി സ്റ്റാറ്റസ് അല്ല, അതിലൊരു സന്തോഷമുണ്ട്. ഇപ്പൊ നമ്മളറിയുന്ന ഒരാൾ നമ്മുടെ അടുത്ത് വരുന്നു, അതിപ്പോ ഇവിടെയാണെങ്കിലും ശരി അവിടെയാണെങ്കിലും ശരി, നമ്മുടെ അടുത്ത് ഒറ്റയ്ക്ക് ഒരാൾ ഓടി വരുന്നു സംസാരിക്കണെന്ന് പറയുമ്പോൾ എനിക്ക് വലിയ സന്തോഷം. ഈ കോണ്ടന്റ് ക്രിയേഷനിൽ ബ്രോയ്ക്ക് ഒരു ലൈം ലൈറ്റ് കിട്ടുന്നുണ്ടല്ലോ, അതായത് കുറെ പേര് തിരിച്ചറിയുന്നു, സംസാരിക്കാൻ വരുന്നു, ഇതൊക്കെ ചെയ്യുന്നില്ല. എപ്പോഴെങ്കിലും കോണ്ടന്റ് ക്രിയേഷൻ ഒരു തലവേദനയായിട്ട് ബ്രോയ്ക്ക് ഫീൽ ചെയ്തിട്ടുണ്ടോ? അങ്ങനത്തെ കുറെ കേസുകളുണ്ട്. അതെന്ന് വെച്ചാല് നമ്മളെ വെച്ച് പൈസ ഉണ്ടാക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട്. പൈസ ഉണ്ടാക്കാന്നല്ല, കുറച്ച് നെഗറ്റീവ് ഇൻഫ്ലുവൻസിങ് ചെയ്യുന്ന ആളുകളുണ്ട്. പിന്നെ നമ്മളെ കുറ്റം പറഞ്ഞ് അല്ലെങ്കിൽ അങ്ങനെ ചീത്ത പറഞ്ഞ് ഒരു കുറച്ചൊരു ഇതിൽ നിൽക്കുന്ന ആളുകൾ വരുമ്പോ അപ്പൊ ആൾക്കാർ എന്ത് സംഭവം എന്നറിയാൻ വേണ്ടിട്ട് അവരെ നോക്കും. അപ്പൊ അതിന് വേണ്ടിയിട്ട് കുറച്ച് ചെയ്യുന്ന ഒരാളുകളുണ്ട്. അവര് പറയുന്ന സ്ഥലങ്ങളിൽ ഞാൻ ശ്രദ്ധിക്കാറില്ല. ഒരു കാരണമില്ല നമ്മൾ ഇഷ്ടപ്പെടാത്ത ആളുകളുണ്ട്. അങ്ങനത്തെ കാര്യങ്ങൾ ഞാൻ ശ്രദ്ധിക്കാറില്ല. കാരണം വെച്ചാൽ അങ്ങനെ ശ്രദ്ധിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ എന്ത് ചെയ്യണം എന്നുള്ളത് നമ്മൾ നമ്മുടെ നേരെയുള്ള വഴിക്ക് ഇങ്ങനെ പൊക്കോണ്ടിരിക്കുക. നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളാണ് അവർക്കുള്ള ആൻസർ. എല്ലാ സംഭവത്തിനും നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളാണ് ആൻസർ. ഇപ്പൊ നമ്മൾ വളരെ ചെറുതിൽ നിന്ന് കയറി വന്നുകൊണ്ടിരിക്കുന്ന ആളാണ്, ഇപ്പോഴും സ്ട്രഗ്ലിംഗ് പീരീഡ് ആണ്. ഇത് ഞാൻ എൻജോയ് ചെയ്യണം. എന്റെ ട്രാവലിങ് വെച്ചാല് എന്റെ ഒരു കരിയറിലേക്കുള്ള എൻ്റെ ഒരു ഫ്യൂച്ചറിലേക്കുള്ള ട്രാവലിംഗ് ഞാൻ എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുക. അത്രേ ഉള്ളൂ. നിങ്ങൾക്ക് ഉണ്ടാവും അങ്ങനത്തെ കുറെ എക്സ്പീരിയൻസ്? ഞാൻ ഒരുപാട് ട്രാവൽ ചെയ്യും. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. യൂറോപ്പ് എന്നല്ല, എവിടെ പോയാലും യാത്രകൾ ചെയ്യാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എനിക്കിങ്ങനെ ഓരോ കൺട്രി പോയിട്ട് ആ കൺട്രിയുടെ ഫ്ലാഗ് കയറ്റുന്നതിലല്ല എനിക്ക് ഇൻട്രസ്റ്റ്. നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ ഫ്ലാഗ്സ് കൊടുക്കുമല്ലോ, അതല്ല. പക്ഷെ നമ്മൾ ചില സ്ഥലങ്ങൾ നമ്മുടെ മൈൻഡിൽ തറയ്ക്കും. അപ്പോൾ ഒരു കൺട്രിയിൽ തന്നെ ചിലപ്പോൾ 6-7 തവണ പോയിട്ടുണ്ടാവും.
അത് ഓരോ ഡെസ്റ്റിനേഷൻസ് ആണ് എനിക്ക് ഭയങ്കര ഇഷ്ടം. അപ്പൊ എനിക്കൊന്ന് ഞാൻ ഏറ്റവും കൂടുതൽ പൈസ ചുമ്മാ കളയുന്നത് ട്രാവലിങ്ങിന് വേണ്ടിയിട്ടാണ്, ബാക്കി പർപ്പസുകൾക്കല്ല. പക്ഷെ ട്രാവൽ ചെയ്യുമ്പോൾ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കും. പിന്നെ നമുക്ക് ഭയങ്കര ചലഞ്ചസാണ്, പല ട്രാവലും പല ചലഞ്ചസാണ്. നമ്മൾ ചില സമയത്ത് ബസ്സിലായിരിക്കും പോകുന്നത്, ചിലപ്പോൾ ട്രെയിനായിരിക്കും, ചിലപ്പോൾ ഫ്ലൈറ്റിനായിരിക്കും, ചിലപ്പം ആരോടെ യൂറോപ്പിൽ ഞാൻ ഹിച്ച് ചെയ്തിട്ടുണ്ട്. എല്ലാവരും എന്നോട് പറയും യൂറോപ്പിൽ ഹിച്ച് ചെയ്യാൻ പറ്റില്ല ബ്രോ എന്ന് പറയും. പക്ഷെ ഒരു ദിവസം ഞാൻ പോളണ്ടിൽ സാക്കോപ്പാൻ എന്ന് പറഞ്ഞ സ്ഥലത്ത് പോയിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് സാക്കോപ്പാൻ അല്ല, ക്രാക്കോവിൽ ഒരു സ്ഥലത്ത് പോയപ്പോഴായിരുന്നു. ഒരു മൗണ്ടൻ ഹൈക്ക് ഒക്കെ കഴിഞ്ഞിട്ട് തിരിച്ചു വരും. എനിക്ക് അവിടെ നിന്ന് വരാൻ ഒരു നിവൃത്തിയില്ല, ഒരു വണ്ടിയും കിട്ടുന്നില്ല, ഒന്നും കിട്ടുന്നില്ല, ഇന്റർനെറ്റും ഇല്ല, ഒന്നുമില്ല. ഞാനൊരു വണ്ടികൾക്ക് കൈ കാണിക്കാൻ തുടങ്ങി, രണ്ടും കൽപ്പിച്ച് കാറുകൾക്ക് കൈ കാണിക്കാൻ തുടങ്ങി. 22 കാറിനെ ഞാൻ കൈ കാണിച്ചു. 22ാമത്തെ കാറാണ് എനിക്ക് നിർത്തി തരുന്നത്. അവര് പോയിട്ട് തിരിച്ചു വന്നു. എന്നിട്ട് എന്നെ പിക്ക് ചെയ്ത് ഞങ്ങൾ ഒരുമിച്ചാണ് അവിടുന്ന് എന്നെ കൊണ്ടുവന്ന് ക്രാക്കോ സിറ്റിയിൽ ഒരു വിട്ടു. ഇപ്പോഴും അവരെന്റെ ഭയങ്കര ക്ലോസ് ഫ്രണ്ട്സ് ആണ് കേട്ടോ. ഞങ്ങൾ തമ്മിൽ ഒരു 3/4 മണിക്കൂറിൽ കാറിൽ ഇരുന്നുള്ള ടോക്കിന്റെ സംസാരമാണ്. അന്നൊരു കുഞ്ഞു വാവയുണ്ട് അവർക്ക്. ഇപ്പൊ അത് വലുതായി, വാലന്റീന എന്നാണ് ആ കുഞ്ഞിന്റെ പേര്. ഇനി ക്രാക്കോവിൽ വരികയാണെങ്കിൽ എന്തായാലും വീട്ടിൽ വരണം. അങ്ങനെ ഒരു ബന്ധം മെയിൻറ്റെയിൻ ചെയ്യും. സി നമ്മൾ ഈ ട്രാവലിൽ കിട്ടുന്ന ചില കണക്ഷൻസ് വീഡിയോസ് ഒക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. അതോ ഇൻഫ്ലുവൻസേഴ്സ് തന്നെ അശ്വിൻ ഉണ്ടെങ്കിൽ അങ്ങോട്ട് വരുള്ളൂ എന്ന് പറഞ്ഞിട്ട് എടുത്ത് വന്നിട്ടുണ്ട്. അപ്പോഴൊന്നും നമുക്ക് പരിചയമില്ല, പക്ഷെ ഞാൻ അതൊക്കെ ശ്രദ്ധിക്കായിരുന്നു. അത് ഈ കോണ്ടന്റ് ക്രിയേറ്റേഴ്സ് എന്ന് പറയുന്ന സംഭവം, ക്രിയേറ്റേഴ്സിന് ഇടയിൽ നല്ലൊരു ബന്ധമുണ്ട്. അത് വഴി നമുക്ക് കിട്ടുന്ന കണക്ഷൻസ് അത് ഭയങ്കര ബോണ്ടിങ്. എനിക്ക് യൂറോപ്പിൽ EMCC തന്നെ എന്ന് പറയുന്നുണ്ടല്ലോ ബ്രോ, നമ്മൾ കണക്ട് ആകാൻ ഒരു കാരണം നമ്മുടെ യൂറോപ്യൻ മലയാളി കോണ്ടന്റ് ക്രിയേറ്റേഴ്സ് ആണ്. ഇറ്റ്സ് ലൈക്ക് ഫാമിലി. നമ്മളിപ്പോ കോർ കമ്മിറ്റിയാണ് നിൽക്കുന്നത്. നമ്മളെല്ലാവരും ഭയങ്കര ഫാമിലി പോലെയാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും എവിടെ നിന്നൊക്കെയോ വന്ന് പരിചയപ്പെട്ട് ഈ വീഡിയോ ക്രിയേഷൻ കാരണം പരിചയത്തിലെത്തി എല്ലാവരും ഒരേ മൈൻഡ് സെറ്റിലായവരാണ്. അത് ഭയങ്കര ഒരു പോയി യൂറോപ്പിലെ പല നാട്ടിൽ ജീവിച്ച് പല ജോലികള്, സ്റ്റഡീസ് കാര്യങ്ങൾ ചെയ്യുന്നവര് ഒരു ഫാമിലി ആയിട്ട് നടക്കുന്നു. പിന്നെ അത് മാത്രല്ല നമ്മള് ഒരു സംഭവം ഉണ്ടാക്കിയെടുക്കാനുള്ള ഒരു ഐഡിയ കാണിച്ചല്ലോ, ആ ഒരു മനസ്സും കാണിച്ചത് ഒരു ഭയങ്കര. നമുക്ക് ഇവിടെ ആക്ച്വലി ഉണ്ട്, നമുക്ക് കേരളത്തിൽ യൂട്യൂബേഴ്സ് കമ്മ്യൂണിറ്റി ഉണ്ട്, പിന്നെ UK യിലുണ്ട്, പിന്നെ ദുബായിലുണ്ട്, ഇവിടെ എല്ലായിടത്തും ഉണ്ട്. പക്ഷെ യൂറോപ്പിൽ ഇതുവരെ ഒരു ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ഒരു കമ്മിറ്റി സോഫാർ വന്നിട്ടില്ല. ആക്ച്വലി അങ്ങനെ വേണം, ഒരു കമ്മ്യൂണിറ്റി വേണം. നമ്മളൊരു ഗ്രോയിങ് ടുഗദർ പ്രോസസ്സാണ്. ചിലർക്ക് ഇൻഡിവിജ്വലി ചെയ്യാനാണ് ഇഷ്ടം, ചിലർക്ക് ഇപ്പം ബ്രോയും ഞാനും ഇപ്പൊ നമ്മളിവിടെ സംസാരിക്കാൻ കാരണം തന്നെ EMCC ആണ്. നമ്മൾ തമ്മിലൊരു കൊളാബറേഷൻ വരിക. അത് ഇപ്പം എന്റെ ഓഡിയൻസ് ബേസ് ആയിരിക്കത്തില്ല ബ്രോയ്ക്കുള്ള ഓഡിയൻസ് ബേസ്, പക്ഷെ നിങ്ങളുടെ കോണ്ടന്റ് ഒരു പക്ഷേ കൂടുതൽ ആളുകളിലേക്ക് എത്തേണ്ടതായിട്ടുണ്ടാവും. അപ്പൊ അതിനെ ഒരു ഹെൽപ്പിംഗ് ഹാൻഡ് ആണ് ഈ പറഞ്ഞ ഒരു പുതിയ ഓഡിയൻസിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുക. ഞാൻ ചെയ്യുന്ന കോണ്ടന്റ് അല്ലായിരിക്കും ബ്രോ ചെയ്യുന്നത്. അപ്പൊ ഞാൻ ചെയ്യുന്ന ഒരു പർട്ടിക്കുലർ കാര്യം ബ്രോയ്ക്ക് തോന്നുകയാണ് ഇത് എന്റെ ഓഡിയൻസ് കേൾക്കേണ്ട ഒരു സാധനമാണ്. അപ്പം അശ്വിൻ ബ്രോ നമുക്ക് കൊളാബറേറ്റ് ചെയ്തുകൂടെ എന്ന് ചോദിച്ചാൽ നമ്മളൊരു കാര്യം ചെയ്യുന്നു. ഇപ്പൊ എല്ലാവരുടെയും കോണ്ടന്റ്സ് ഡിഫറെന്റ് ആവും, ഓഡിയൻസും അതിനനുസരിച്ച് ഡിഫറെന്റ് ആണ്. അത് ഈ കൊളാബറേഷൻസ് ഒരുപാട് ഹെൽപ്പ് ചെയ്യും ഗ്രോ ചെയ്യാനായിട്ട്. പിന്നെ ഇപ്പം എന്നെയും ബ്രോയിനെയൊക്കെ സംബന്ധിച്ച് നമുക്ക് ഇപ്പൊ പർട്ടിക്കുലർലി ബ്രോയ്ക്ക് ക്രൊയേഷ്യയിൽ നിന്ന് മാത്രമുള്ള ഫോളോവേഴ്സ് ആയിരിക്കില്ല, എനിക്ക് പർട്ടിക്കുലർലി ഒരു കൺട്രിയിൽ നിന്ന് മാത്രമുള്ള ഫോളോവേഴ്സ് അല്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ഒരു കൺട്രിയിൽ പോയി, ഇപ്പൊ ഞാൻ നെതർലൻഡ്സിൽ പോയി, ഞാൻ അവിടെ റാൻഡം ആയിട്ട് ഇൻസ്റ്റാഗ്രാമിലൂടെ പരിചയപ്പെട്ട ഒരു ചേച്ചിയുടെ വീട്ടിലാണ് ഞാൻ അന്ന് സ്റ്റേ ചെയ്തത്. അവരെന്നോട് പറഞ്ഞു ആംസ്റ്റർഡാമിൽ വരുന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ കൂടെ നിന്ന് നിന്നാൽ മതിയെന്ന്. ഞാൻ അന്ന് അവിടെ പോയി, എനിക്ക് ശരിക്കും ഒരു 20 യൂറോ എടുത്തു കഴിഞ്ഞാൽ അവിടെ ഹോസ്റ്റലിൽ എടുത്ത് നിൽക്കാം. ഞാനൊരു 2 ഡേ ട്രിപ്പിനാണ് പോയത്. പക്ഷെ എനിക്ക് തോന്നിയില്ല അവരത്രയും വിളിച്ച് നമുക്ക് അവിടെ പോയി നിൽക്കാം. ലൈക്ക് ഞാൻ ഈ പോഡ്കാസ്റ്റ് തുടങ്ങുന്നതിന് കുറച്ച് മുമ്പേ കൂടെ പുള്ളിക്കാരി എനിക്ക് മെസ്സേജ് ഇട്ടുള്ളൂ, എടാ ഓക്കെ ആണോ, എനിക്ക് പനിയാന്ന് പറഞ്ഞ സ്റ്റോറി ഇട്ടിരുന്നു, ഓക്കെ ആണോ എന്ന്. ലൈക്ക് അവരൊക്കെ ഭയങ്കര ക്ലോസ് ഫ്രണ്ട്സ് ആണ്, ഇൻസ്റ്റാഗ്രാമിലൂടെ കിട്ടിയ കണക്ഷനാണ്. അതേപോലെ ത്രൂ ഔട്ട് കേരള ആണെങ്കിലും നമ്മൾ എവിടെ പോയാലും നമുക്കൊരു ഹോംലി ഫീൽ തരുന്ന നല്ല ആൾക്കാർ ഇന്നതുണ്ട്. പിന്നെ നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ നമ്മളെന്തോ ചെയ്യുന്നു അത് ഇഷ്ടമല്ലാത്ത ആൾക്കാരുണ്ട്. നമുക്ക് പെട്ടെന്ന് നമ്മളൊരു വീഡിയോ ചെയ്തു, പെട്ടെന്ന് ഒരു റീച്ച് വേണം, ലൈവ് ലൈറ്റ് കിട്ടിയ നമ്മളെ അവർ ആവശ്യമില്ലാതെ കുറ്റം പറയുന്ന ആൾക്കാരുണ്ട്. അതിപ്പോ ബ്രോയും ഫേസ് ചെയ്തിട്ടുണ്ടാവും, വെറുതെ നമ്മളെ കുറ്റം പറയും. ബ്രോ പറഞ്ഞ പോലെ മൈൻഡ് ചെയ്യാതെ വിടുക. ഇപ്പൊ നമ്മൾ ചെയ്യുന്ന കാര്യമാണ് അവർക്കുള്ള മറുപടി, അത്രയേ ഉള്ളൂ. ആ ഒരു വെല്ലു വിടുക എന്നുള്ളത്. നമുക്ക് കം ടു ദ പോയിന്റ്. നമുക്കിപ്പോ പുറത്തുനിന്ന് ഇപ്പൊ നമ്മുടെ ഈ കേരളത്തിൽ നോക്കുന്ന ആളുകൾ, അപ്പൊ നമ്മുടെ വീഡിയോസ് കാണുന്നവരും എല്ലാവരും യൂറോപ്പിലുള്ള ആളുകളായിരിക്കില്ല, വളരെ ചെറിയൊരു ശതമാനം ആളുകളായിരിക്കും യൂറോപ്പിലുണ്ടായിരിക്കും. കൂടുതൽ ആളുകളും എങ്ങനെയാണ് ഇവരൊക്കെ പോയിട്ടുണ്ടായിരുന്നത്, എങ്ങനെയാണ് നമ്മളൊക്കെ ഓരോ കൺട്രീസിൽ എത്തിയത്, അവിടെ എങ്ങനെയൊക്കെ സ്ട്രഗിൾ ചെയ്യുന്നത്, എന്തൊക്കെയാണ് അവിടുത്തെ ഓപ്പർച്യൂണിറ്റീസ്, എങ്ങനെ പഠിക്കാനായിട്ട് പോവാം, എങ്ങനെ ജോലിക്കായിട്ട് പോവാം, എന്തൊക്കെ തരം ജോലികൾ അവിടെ ഉണ്ട്, എന്തൊക്കെയാണ് പഠിക്കാനുള്ള ഓപ്പർച്യൂണിറ്റീസ്, എന്താണ് നമുക്ക് വേണ്ട ഒരു ബേസിക് ക്വാളിഫിക്കേഷൻ, എന്താണ് നമുക്ക് വേണ്ട, എത്ര ചെലവ് വരുന്നുണ്ട്, ആ ഒരു കാര്യങ്ങളൊക്കെ കുറിച്ചിട്ട് ഇപ്പോൾ അശ്വിൻ ബ്രോയുടെ ഒരു പെർസ്പെക്റ്റീവില് എങ്ങനെയാണ് ഒരു വീഡിയോ ഒന്ന് പറയാം. ബ്രോ ലീഗലി പോകാൻ പറ്റുന്ന 3-4
പാത്വേ ഞാൻ പറയാം. സോ ഫസ്റ്റ് ഈസി ആൻഡ് സേഫ് പാത്വേ എന്ന് പറഞ്ഞാൽ സ്റ്റുഡൻ്റ് ആയിട്ട് പോകുക എന്നുള്ളതാണ്. നിങ്ങൾക്ക് ബാച്ചിലേഴ്സ് പഠിക്കാനോ മാസ്റ്റേഴ്സ് പഠിക്കാനോ അല്ലെങ്കിൽ ഒരു ഡിപ്ലോമ കോഴ്സ് എടുത്തിട്ടോ നിങ്ങൾക്ക് യൂറോപ്പിലേക്ക് പോകാം. അതും ഈ പറഞ്ഞ യൂറോപ്യൻ കൺട്രീസ് 3 കാറ്റഗറിയായിട്ട് നമുക്ക് തിരിക്കാം. എ കാറ്റഗറി, ബി കാറ്റഗറി, സി കാറ്റഗറി. എ കാറ്റഗറി എന്ന് പറഞ്ഞാൽ ഒരു 12 lakh എബവ് ബഡ്ജറ്റ് ആവും കയറി പോകാനായിട്ട്. ഒരു 8 ലക്ഷം മുതൽ 12 ലക്ഷം ബഡ്ജറ്റാണ് ഈ പറയുന്ന ബി കാറ്റഗറി. എ കാറ്റഗറിയിൽ വരുന്നതാണ് ജർമ്മനി, പിന്നെ ഡെൻമാർക്ക്, ഫിൻലൻഡ്, സ്വീഡൻ ഒക്കെ അതിനകത്ത് വരും. അതേസമയം ഒരു ബി കാറ്റഗറി വരുമ്പോഴത്തേക്ക് ഫ്രാൻസ്, മാൾട്ട ഇതൊക്കെ ആ കാറ്റഗറി വരും. ഇനി ഒരു 6 ലക്ഷം രൂപ ബഡ്ജറ്റിൽ താഴോട്ട് വരുന്നത് ലാറ്റ്വിയ, ലിത്വാനിയ, ഇസ്റ്റോണിയ, പോളണ്ട്, ഓസ്ട്രിയ ഇതൊക്കെ ആ ബഡ്ജറ്റാണ് വരുന്നത്. ഈ ഒരു കാറ്റഗറിയിൽ വരുന്നവർക്ക് ചില കൺട്രീസിൽ സ്പൗസ് ഒത്തു കയറിപ്പോ, അതായത് നമുക്ക് ഹസ്ബൻഡ് ആൻഡ് വൈഫിന് പോവാം, അല്ലെങ്കിൽ കുട്ടികളായിട്ട് പോവാം. നമ്മളിപ്പോ പറയണത് ഏത് തരം ആളുകളിലേക്കാണ്, വയസ്സ് മുതൽ എത്ര വരുന്ന സ്റ്റുഡൻസ് കാറ്റഗറി എന്ന് പറയുന്നത് ഏറ്റവും കുറഞ്ഞത് ഒരു 19 വയസ്സ് മുതൽ 32 വയസ്സ് വരെയാണ് ഒരു ആവറേജ് എന്ന് പറയുന്നത്, നോർമൽ കാറ്റഗറി. പക്ഷെ മാൾട്ട പോലുള്ള കൺട്രീസിൽ 49 വയസ്സ് വരെയും സ്റ്റുഡൻസ് ആയിട്ട് പോകാൻ പറ്റും. ഓക്കെ, ഇതാണ് ഏറ്റവും സേഫ് ആയിട്ടുള്ള യൂറോപ്പിലേക്കുള്ള ലാൻഡിങ്ങിൽ ഒരു ബ്രിഡ്ജിങ് എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തെ കാറ്റഗറി ഹൈലി സ്കിൽഡ് ആൻഡ് പ്രൊഫഷണൽ കാറ്റഗറി. ഇപ്പോൾ IT മേഖല, ലോജിസ്റ്റിക്സ്, ബിസിനസ്, ഇൻഫോർമാറ്റിക്സ്, ഡാറ്റാ സയൻസ് തുടങ്ങിയ ഈ ഫീൽഡുകളിൽ വരുന്നവർക്ക് ഒരു 6 വർഷം പ്ലസ് ഇന്ത്യയിലെ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ ഡയറക്റ്റ് യൂറോപ്പിലേക്ക് ജോബ് ഹണ്ട് ചെയ്ത് പോവാം. അതിന് ഏറ്റവും പോസിബിൾ ആയിട്ടുള്ളത് ലിങ്ക്ഡിൻ പോലുള്ള ടൂളുകൾ. ലിങ്ക്ഡിൻ, യൂറസ്, ഇൻഡീഡ് ഇതൊക്കെ ജനറിക് ടൂളുകളാണ്. അതിനും പുറമെ ഓരോ യൂറോപ്യൻ കൺട്രീസിനും അവരുടേതായ ജോബ് ഹണ്ടിങ് ഇതുണ്ട്. ഇപ്പൊ മാൾട്ട ആണെങ്കിൽ കീപ് മീ പോസ്റ്റഡ് എന്ന വെബ്സൈറ്റ് ഉണ്ട്. ജർമ്മനി ആണെങ്കിൽ ആർബൈറ്റ്ഷുലസ് ജർമ്മനി ഉണ്ട്. സ്വീഡനും അതുപോലെ ഉണ്ട്. അങ്ങനെ ഓരോ കൺട്രീസിനും, ഫിൻലൻഡിനുണ്ട്. അതിൽ നമുക്ക് ജോബ് ഹണ്ട് ചെയ്തിട്ട് ഒരു എംപ്ലോയറിനെ കണ്ടുപിടിച്ച് സ്പോൺസർഷിപ്പോട് കൂടിയിട്ട് പോവാം. പക്ഷെ ഞാൻ പറഞ്ഞാൽ 6 വർഷമെങ്കിലും മിനിമം എക്സ്പീരിയൻസ് വേണം ഈ കാറ്റഗറിയിൽ കിട്ടാൻ, അല്ലെങ്കിൽ അത്രയും സ്പെസിഫിക് സ്കിൽ സെറ്റ് ഉണ്ടാവണം കയ്യിൽ. ഓക്കെ, ഇനി ഇതല്ലാതെ അൺസ്കിൽഡ് കാറ്റഗറി പോകാം. പക്ഷെ അൺസ്കിൽഡ് കാറ്റഗറിയിലാണ് ഏറ്റവും കൂടുതൽ സ്കാം ഇന്ന് കേരളത്തിൽ നടക്കുന്നത്. ഇതിലെ ഏറ്റവും വലിയ ഭൂരിഭാഗം സ്കാമേഴ്സും മലയാളികളുമാണ്. നോർത്ത് പിന്നെ പറയണ്ട, നോർത്തിൽ ഇത് ഹൈ റേറ്റിലുണ്ട്. ബട്ട് ഞാൻ മലയാളികളുടെ കാര്യം ഷോർട്ട് ഡൗൺ ചെയ്യുകയാണെങ്കിൽ അൺസ്കിൽഡ് കാറ്റഗറിയിൽ നമ്മളിപ്പോൾ പറയും സീസണൽ വർക്ക് വിസ ഉണ്ട്, അതേപോലെ തന്നെ ഫിഷ് കട്ടിങ്, പിന്നെ എന്താ ട്രെയിലർ ഡ്രൈവേഴ്സ്, അങ്ങനെ പല കാറ്റഗറി. അത് അൺസ്കിൽഡ് അല്ല. ട്രെയിലർ ഡ്രൈവേഴ്സ് എന്ന് പറയുന്നത് സ്കിൽഡ് കാറ്റഗറിയാണ് വരുന്നത്. വെയർ ഹൗസ് ജോബ്സ്, അങ്ങനെ സൂപ്പർ മാർക്കറ്റിലേക്ക്, പിന്നെ എന്താ ഇതുപോലെ വുഡ് ഫാക്ടറി, അങ്ങനെയുള്ള ജോബ്സിന്റെ ഇത് വരും. ഇത് നടക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്. ഇപ്പൊ ഞാൻ യൂറോപ്പിലെ ഒരു റിക്രൂട്ടിംഗ് ഏജന്റ് ആണ്, അല്ലെങ്കിൽ ഞാനൊരു യൂറോപ്പിലുള്ള വ്യക്തിയാണ്. ഞാൻ ഡയറക്റ്റ് പോയി ഒരു കമ്പനിയിൽ നിന്ന് ഒരു കോൺട്രാക്ട് എടുത്തു, 100-200 പേരുടെ കോൺട്രാക്ട് എടുത്തിട്ട് എനിക്ക് ഡയറക്റ്റ് ഇന്ത്യയിൽ നിന്ന് ആളുകളെ കൊണ്ടുവരാം. അല്ലെ എനിക്ക് അങ്ങനെ ഞാൻ റിക്രൂട്ട് ചെയ്യണമെങ്കിൽ എനിക്ക് RA ലൈസൻസ് വേണം. പക്ഷെ അതല്ല, എനിക്ക് ആ കമ്പനി വഴി കമ്പനിയെ ഹെൽപ്പ് ചെയ്തുകൊണ്ട് എനിക്ക് റിക്രൂട്ട്മെന്റിന് ഹെൽപ്പ് ചെയ്ത ആളുകളെ കൊണ്ടുവരാം. അത് പോസിബിൾ ആണ്. പക്ഷെ ഇന്ന് നമ്മൾ കാണുന്ന യൂറോപ്പിൽ ഞാൻ തന്നെ നേരിട്ട് ഒരുപാട് പേരെ കണ്ടിട്ടുണ്ട്. പോളണ്ട്, പിന്നെ സ്ലോവേക്കിയ, പിന്നെ സെർബിയ, അൽബേനിയയിലൊക്കെ ഇതുപോലെ ഒരുപാട് പേര് വന്ന് പെട്ടിട്ടുണ്ട്. ഇപ്പൊ ഈവൻ ലാറ്റ്വിയയിലും ഇപ്പൊ ഒരുപാട് പേര്. അതായത് ഇവരെ കൊണ്ടുവരും ചില ഏജന്റ്. കൊണ്ടുവന്ന് അവിടെ വരുമ്പോൾ ജോലി കാണത്തില്ല, ഈ പറഞ്ഞ ഫെസിലിറ്റീസ് ഒന്നും കാണത്തില്ല, ഇവര് അവിടെ പെട്ടുപോകുന്ന അവസ്ഥയാണ്. പിന്നെ സീസണൽ വിസ എന്ന് പറഞ്ഞാൽ വലിയൊരു സ്കാം വേറെ നടക്കുന്നു. വരും 6 മാസത്തേക്ക് വിസ കാണും, 6 മാസത്തിന് ശേഷം ഇത് പുതുക്കാൻ വേറെ വകുപ്പോ കാര്യങ്ങളോ. മെസ്സേജുകളിൽ 50% ആളുകളും പൈസ പോയി എന്ന് പറഞ്ഞിട്ട് വരുന്ന ആളുകൾ. 50 പോരാ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. എന്നാലും ശരി, 50% ആളുകൾ ചിലപ്പോൾ വർക്കുകൾ ഉണ്ടോ എന്താ കാര്യങ്ങൾ അറിയാൻ വേണ്ടി ചോദിക്കുന്ന ആളുകൾ. 50% ആളുകൾ പൈസ പോയി. അതൊരു കാര്യമുണ്ട്. ഇവിടെ കൺസൾട്ടൻസികൾ അല്ലെങ്കിൽ ഏജൻസി ഏറ്റവും കൂടുതൽ ചെയ്യുന്നത് ഇനിഷ്യൽ ഒരു എമൗണ്ട് വാങ്ങി വെക്കും, എന്നിട്ടാണ് പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ആൻഡ് ആഫ്റ്റർ എ വൈൽ ഈ 3 മാസം എന്ന് പറഞ്ഞ പ്രോസസ്സ് 6 മാസമാവും, 9 മാസം, 1 വർഷമാവും. ചിലപ്പോൾ പിന്നെ വിസയും കിട്ടില്ല, ഏജന്റിന്റെ പൊടിയും കാണില്ല. സോ ഇതാണ് അൺസ്കിൽഡ് കാറ്റഗറിയിൽ ഏറ്റവും കൂടുതൽ സ്കാം നടക്കുന്ന ഒരു ഫീൽഡ്. മറ്റേ സ്കിൽഡിനകത്തൊന്നും ഇത് നടക്കില്ല. പിന്നെ സ്കിൽഡിൽ തന്നെ സ്കിൽഡിലുണ്ട്. സ്കിൽഡിൽ ഈ പറഞ്ഞ അട്രാക്റ്റീവ് ഇലക്ട്രീഷ്യന്, വെൽഡർ, ഇങ്ങനെയുള്ള കാറ്റഗറീസ് ഉണ്ടല്ലോ, അതിലേക്കും ഈ പറഞ്ഞ റിക്രൂട്ട്മെന്റ് ഏജൻസി കൈവെക്കാറുണ്ട്. അതിൽ പോയി പെടുന്നവർക്കും പൈസ പോകുന്നു. ഞാൻ പറഞ്ഞ മറ്റേ നമ്മൾ സ്വയം ജോലി കണ്ടുപിടിക്കുന്നത്. ഈ കോവർക്കർ ടെക്നോളജി, അല്ലെങ്കിൽ അഡേക്കോ, അല്ലെങ്കിൽ റാൻസ്റ്റഡ് എന്ന് പറഞ്ഞിട്ടുള്ള രജിസ്റ്റേർഡ് ആയിട്ടുള്ള റിക്രൂട്ടിംഗ് ഏജൻസി ഉണ്ട് ഇന്ത്യയിൽ, കൊളാബ് ഉള്ളത്, ഗവൺമെന്റിന്റെ ഉണ്ട്. അതുവഴി പോകുന്നതിനൊന്നും ഈ പ്രോബ്ലം വരില്ല. കാരണം നമ്മൾ 1 രൂപ അങ്ങോട്ട് കൊടുക്കുന്നില്ല. നമ്മുടെ റീലൊക്കേഷൻ പാക്കേജ് ഉൾപ്പെടെ നമ്മൾ ഇപ്പൊ എന്നെ മാൾട്ടയിൽ നിന്ന് സ്വീഡനിലേക്ക് കമ്പനി റിക്രൂട്ട് ചെയ്തെടുത്തത് 8 ലക്ഷം രൂപയ്ക്ക് അവർക്ക് എക്സ്പെൻസ് ഉണ്ട്. ആ 8 ലക്ഷം രൂപ കമ്പനിയാണ് ബെയർ ചെയ്തത്. ബ്രോ ഇത്ര ആലോചിച്ചാൽ മതി. എന്നെ ഇപ്പൊ ഇന്ത്യയിൽ നിന്ന് ഒരാൾ അങ്ങോട്ട് എടുക്കണമെങ്കിൽ, എന്റെ ഒരു ഫ്രണ്ടിനെ പാലക്കാട് നിന്ന് എന്റെ ഇവിടെ സ്വീഡനിൽ വർക്ക് ചെയ്യുന്ന ഫ്രണ്ട്, അവനെ ഇവിടുന്ന് ഒരു ഏജൻസിയാണ് അങ്ങോട്ട് എടുത്തത്, റിക്രൂട്ടിംഗ് ഏജന്റ്. അവനെ അവന്റെ വൈഫിനെയും കൂടി അങ്ങോട്ട് കൊണ്ടുവരാനായിട്ട് 10 ലക്ഷം രൂപ എടുത്ത എക്സ്പെൻസ് ഉണ്ട്. ഓക്കെ, അത് മുഴുവൻ ബെയർ ചെയ്തത് അവരാണ്. സോ അത് അവന്റെ സ്കില്ല് എത്ര ഉള്ളത് കൊണ്ടാണ് കമ്പനി അത് ബെയർ ചെയ്യാൻ തയ്യാറ്. സോ എന്നെ ഒരാൾ ഇവിടുന്ന് റിക്രൂട്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ ആ സ്പോൺസർഷിപ്പ് തരാൻ അവർ തയ്യാറാവണം. സോ അത് എല്ലാ കമ്പനിയും ചെയ്യില്ല. സോ ബേസിക്കലി അത് കണ്ടുപിടിക്കാൻ. സോ അത് ഞാൻ പറഞ്ഞത് എങ്ങനെ നമുക്ക് ഈ പറഞ്ഞ തട്ടിപ്പുകളിൽ പെടാതിരിക്കാം.
ബ്രോ നമ്മൾ ഫസ്റ്റ് ഓഫ് ഓൾ ഒരു ഏജന്റിന് കൊണ്ട് പൈസ കൊടുക്കുന്നതിന് മുമ്പേ അവരുടെ ട്രാക്ക് റെക്കോർഡ് പരിശോധിക്കണം. ഇപ്പോൾ ഒരു ഏജന്റ് നമ്മുടെ അടുത്ത് ട്രാൻസ്പെറന്റ് ആണ്, അവർ വിട്ട ക്ലയൻസിന്റെ നമ്പർ നമുക്ക് തരുന്നുണ്ട്, അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ സമ്മതിക്കുന്നുണ്ട്, അവരടിച്ച വിസാസിന്റെ പ്രൂഫ് നമുക്ക് തരുന്നുണ്ട്, അല്ലെങ്കിൽ അവർ റിക്രൂട്ട് ചെയ്യുന്ന കമ്പനിയുടെ ഡീറ്റെയിൽസ് ഷെയർ ചെയ്യുന്നുണ്ട്, അങ്ങനെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ഉണ്ടെങ്കിൽ, അതായത് എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ട് ഒരു ലെഗസി ഉള്ള കമ്പനി ആണെന്നുണ്ടെങ്കിൽ യു ക്യാൻ ട്രസ്റ്റ്. ഞാൻ പറഞ്ഞല്ലോ റിക്രൂട്ടിംഗ് നടക്കുന്നുണ്ട്. ഇന്നും ഇന്നലെ തുടങ്ങിയവര് ചിലപ്പോൾ ജെനുവിൻ ആയിരിക്കും, പക്ഷെ പ്രശ്നം ലൈസൻസ് അല്ലാത്തടുത്ത് ചെയ്യരുത്. പിന്നെ ഒന്നാമത്തെ കാര്യം, ഈ ഏജൻസ് പെടുന്ന വകുപ്പ് ഞാൻ പറയാം. ഏജൻസിന്റെ ഇടയിൽ വേറെ ആൾക്കാരുണ്ടാവും, ഏജൻസിന്റെയും കമ്പനിയുടെ ഇടയ്ക്ക് വേറെ ആൾക്കാരുണ്ടാവും. സ്കാമുകൾ നടക്കുന്നതിന് ഗതിയില്ലാതെ മുങ്ങുന്ന ഏജൻസ് ഉണ്ട്. ഈ നടുക്ക് നിൽക്കുന്നവര് ഇവരുടെ നിന്ന് പൈസ വാങ്ങിക്കും, ഏജന്റ് ക്ലയൻസിന്റെ പൈസ വാങ്ങിച്ച് ഇവർക്ക് കൊടുക്കും. ലാസ്റ്റ് ഇവന്മാര് മുങ്ങും, അല്ലെങ്കിൽ കമ്പനി തേക്കും. അപ്പൊ ഈ ഏജൻസിന് വേറെ എന്താ ഒരു ഗതികേട് കൊണ്ട് അവർ ചില ടീംസ് വെച്ചാല് അവരുടെ ഒരു സ്കീം എങ്ങനെയാണ്, 2.5 ലക്ഷം രൂപ. ബാക്കിയുള്ളവർ ഇപ്പോൾ മാർക്കറ്റില് 5 ലക്ഷം രൂപയ്ക്കും 6 ലക്ഷം രൂപയ്ക്കൊക്കെ യൂറോപ്പിക്ക് ജോബിക്ക് പോകുന്നവര് അതേ സംഭവം 2 ലക്ഷം രൂപയ്ക്ക് തരാന്ന് പറയണം. അതും മൊത്തമായിട്ട് പേയ്മെന്റ് അടയ്ക്കാന്നുണ്ടെങ്കിൽ 1.5 ലക്ഷം രൂപയ്ക്ക് അല്ലെങ്കിൽ 2.25 ലക്ഷം രൂപയ്ക്ക്, മൊത്തത്തിൽ വരുന്നത് 3 ലക്ഷം ആണെങ്കിൽ ഒറ്റ പേയ്മെന്റിൽ വരാന്നുണ്ടെങ്കിൽ 2.5 ലക്ഷം രൂപയ്ക്ക് തരാന്ന് പറയണം. അപ്പൊ ആൾക്കാർ എന്ത് ചെയ്യും, മൊത്തത്തിൽ കാശ് കൊടുക്കും. നമ്മളോട് വെച്ചാല് അവര് ഞാൻ അറിയാത്ത പോലെ ഞാൻ ഇതുപോലെ മെസ്സേജ് അയക്കും. അപ്പൊ അവരെന്ത് ചെയ്യുന്ന വെച്ചാല് എനിക്ക് നിങ്ങളെ ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞിട്ട് അയച്ചു തരും. നിങ്ങൾ നോക്കുമ്പോൾ ഇമിഗ്രേഷൻ ലോയർ എന്നൊക്കെയാണ് ഇട്ടേക്കുന്നത്. മലയാളത്തിൽ മാത്രം സംസാരിക്കുന്ന കുറച്ച് കുട്ടികളെ അവര് ദുബായിലത്തെ ഏറ്റവും ടോപ്പ് ആയിട്ടുള്ള കമ്പനികളിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ഓഫീസ് എടുക്കും. ഈ ഓഫീസ് എന്ത് ചെയ്യുന്ന വെച്ചാൽ കേരളത്തിൽ നമ്മൾ പോലെയുള്ള ആളുകൾ അവരെ കോൺടാക്ട് ചെയ്ത് ദുബായിൽ നമ്മുടെ ഫ്രണ്ട്സിനെ ആരെങ്കിലും വിട്ടിട്ട് ഓഫീസ് നോക്കും. ഓഫീസ് നോക്കുമ്പോൾ നല്ല ടോപ്പ് ഓഫീസ്. അപ്പൊ എന്ത് ചെയ്യും, ഇവരൊരു 6 മാസം കൊണ്ട് ഒരു 10-200 ആൾക്കാരെ 2 ലക്ഷം രൂപ വാങ്ങും. വലിയ കാശായി കഴിഞ്ഞാൽ ഒരൊറ്റ വാട്സ്ആപ്പ് നമ്പറിന്റെ ബേസിസിൽ മാത്രമാണ് ഇത്രയും ക്യാഷ് കൊടുക്കുന്നത്. 4 ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ വാട്സ്ആപ്പ് നമ്പർ ഇല്ല. ഞാൻ പറയുന്നത് കേരളത്തിലാണെന്നെങ്കിൽ ഒരു ഓഫീസ് ഉണ്ടാവും, നമുക്ക് അവിടെ ചെന്ന് നോക്കാം. അല്ലെങ്കിൽ MOയുടെ ലൈസൻസ് ഉണ്ടാവും, POയുടെ ലൈസൻസ് ഉണ്ടാവും. ലൈസൻസുകളൊക്കെ നമുക്ക് ചെക്ക് ചെയ്യാം. ഈ ലൈസൻസ് ചെക്ക് ചെയ്തിട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് കംപ്ലൈന്റ് ചെയ്യാം. ഏകദേശം ഒരു ലൈസൻസിനായിട്ടുള്ള ഒരു ഏജന്റ് 50 ലക്ഷം രൂപ കിട്ടി വെച്ചിട്ടാണ് ലൈസൻസ് എടുക്കുക. +200 ആളുകളെ കയറ്റാനുള്ള ലൈസൻസ്. ഈ 50 ലക്ഷം എന്നുള്ളത് സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് തിരിച്ച ആളുകൾ സ്കാമിൽ പെട്ട് കഴിഞ്ഞാൽ കൊടുക്കാനുള്ള കാശ്. ഈ ദുബായിലുള്ള ആൾക്കാർക്കൊന്നും ആരും അറിയില്ല. ജസ്റ്റ് ഒരു വാട്സ്ആപ്പ് മാഞ്ഞു പോയി, ബ്ലോക്ക് ചെയ്ത് കഴിഞ്ഞു, ഒന്നുമില്ല. 2 ലക്ഷം ഒരുപാട് കേസുകൾ മെസ്സേജ് വരുന്നുണ്ട്. എനിക്ക് ഇപ്പോഴും പക്ഷെ നമ്മുടെ മലയാളികളുണ്ടല്ലോ പൊതുവെ പൈസ കൊടുക്കാൻ തയ്യാറാണ്. ഇപ്പൊ ഞാൻ ഈ യൂറോപ്പിൽ നിന്ന് വീഡിയോ ഇടുന്ന ഒരാളാണല്ലോ. ഞാനൊരു സ്റ്റോറി ഇടുകയാണ്, ഇത്രയധികം വേക്കൻസികൾ ഉണ്ട്, നിങ്ങൾ എന്നെ കോൺടാക്ട് ചെയ്തോന്ന് പറയാം. അവരെനിക്ക് മെസ്സേജ് അയക്കുകയാണ്, ഞാൻ പറയും ബ്രോ എനിക്ക് ഓരോ വേക്കൻസിക്ക് 4 ലക്ഷം രൂപ വെച്ച് വേണമെന്ന് പറഞ്ഞാൽ എനിക്ക് തരാൻ ആൾക്കാർ തയ്യാറുണ്ട്. കാരണം അവരെന്നെ സംഭവം വിശ്വസിക്കുന്നു. ഞാൻ പറഞ്ഞു എന്തുകൊണ്ട്, പക്ഷെ ഞാൻ ഒരിക്കലും 100% ആയിട്ടുള്ള കാര്യത്തിനല്ലാതെ ഒരു കണ്ണു തുറന്ന് കാണിക്കില്ല. എനിക്ക് 100% അറിയാമെന്ന കാര്യത്തിന് മാത്രമേ ഞാൻ ഓക്കെ എന്ന് പറയുള്ളൂ. അതല്ലാത്ത കാര്യത്തിന് ഇപ്പോഴും നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ കാശാൻ ആൾക്കാരുണ്ടായിരിക്കും. അപ്പൊ അങ്ങനത്തെ കുറെ കേസുകളുണ്ട് ഇപ്പൊ നമ്മുടെ നാട്ടിൽ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ ആൾക്കാർ പൊതുവെ അന്വേഷിക്കുന്നില്ല. അതായത് എങ്ങനെങ്കിലും കാശ് കൊടുത്ത്, ഇപ്പൊ ബ്രോ ആദ്യം പറഞ്ഞില്ല എനിക്ക് എങ്ങനെങ്കിലും പുറത്തൊന്ന് പോയാൽ മതി എന്ന മൈൻഡ് സെറ്റിൽ നിൽക്കുകയാണ്. പക്ഷെ അന്ന് ഇത്ര സ്കാംസ് ഇല്ല, പക്ഷെ ഇന്നും ഭയങ്കര സ്കാംസാ. കാരണം ആൾക്കാര് കാശ് എങ്ങനെയും വെട്ടിക്കാം എന്നുള്ള മൈൻഡിൽ തന്നെ നിൽക്കണേ. അപ്പൊ കൊടുക്കാനുള്ളവർ കൊടുക്കും, വാങ്ങാനുള്ളവർ വാങ്ങിയിട്ട് പോകും. പിന്നെ നമ്മൾ പറ്റിക്കപ്പെടാതിരിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഡീപ്പായിട്ട് റിസർച്ച് ചെയ്യാം. ഒരുപക്ഷെ നമ്മുടെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ ചിലപ്പോൾ കാര്യങ്ങളും കണ്ടു കഴിഞ്ഞാൽ ചിന്തിക്കും ഇവരിതിപ്പോ എന്താ അറിഞ്ഞിട്ടാ പറയുന്നത്. ഇപ്പൊ നമുക്ക് ഓക്കെ ബ്രോ ക്രൊയേഷ്യയിൽ ഉണ്ടായിരുന്നു, ഞാൻ ലാറ്റ്വിയയിൽ ഉണ്ടായിരുന്നില്ല, പല യൂറോപ്യൻ കൺട്രിയിൽ നമ്മൾ പോയിട്ടുണ്ട്. നമ്മൾ റിയൽ ലൈഫ് എക്സ്പീരിയൻസ് എന്നാ പറയണത്. എന്റെ മുന്നിൽ 35-40 വയസ്സുള്ള ആളുകൾ വന്ന് കരഞ്ഞിട്ടുണ്ട്. ഞാൻ പുറത്ത് പേരുകൾ പറഞ്ഞിട്ടില്ലെന്നേ ഉള്ളൂ. പക്ഷെ നമ്മുടെ യൂറോപ്പിൽ നിന്ന് പലരും ഇങ്ങനെ കണക്ട് ചെയ്യുമ്പോൾ നമുക്കറിയുന്ന വഴി നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ആരെങ്കിലും പ്ലേസ് ചെയ്ത് കൊടുക്കും. പക്ഷേ ഡെയിലി എനിക്ക് മെസ്സേജ് ബ്രോ പറഞ്ഞ പോലെ പറഞ്ഞു വരുന്നുണ്ട്, ബ്രോ എങ്ങനെങ്കിലും ഒന്ന് രക്ഷിക്കുമോ, വീട്ടിലെ അവസ്ഥ ഇതാണ്, ആത്മഹത്യയുടെ വക്കി നിൽക്കുകയാണ്, ഭാര്യയുടെ സിറ്റുവേഷൻ ഇതാണ്, കുഞ്ഞിന്റെ സിറ്റുവേഷൻ ഇതാണ്, എങ്ങനെങ്കിലും എന്നെ ഇവിടെ നിന്ന് പുറത്തു കൊണ്ടുപോകും, ബ്രോ വിചാരിച്ചാൽ പറ്റും. ഭയങ്കര ഹോപ്പോടെ മെസ്സേജ് അയക്കുന്നവരുണ്ട്. പക്ഷെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. കാരണം നമ്മൾ ആ ഒരു സെറ്റപ്പ്, എനിക്കൊരു കമ്പനി നടത്തിയ കമ്പനിയിൽ ആളുകളെ കൊണ്ടിരുന്ന സെറ്റപ്പ് പോലെ റിക്രൂട്ട്മെന്റ് മാൻഫോഴ്സ് റിക്രൂട്ട്മെന്റ് നടക്കുന്ന ആളല്ല. നടക്കുന്ന പരിപാടിയല്ല. അല്ല, നല്ല സമയം എടുക്കും. ഓരോ ദിവസവും ഓരോ രാജ്യത്തിന് നമ്മൾ മാറിക്കൊണ്ടിരിക്കുക. ഇപ്പൊ ഞാൻ അന്ന് പോയ കണ്ടീഷനും കാര്യങ്ങളും അല്ല ഇപ്പൊ ഉള്ളത്. അന്നത്തെ അത്രയും വെൽക്കമിങ് അല്ല ക്രൊയേഷ്യ. ഇപ്പൊ ക്രൊയേഷ്യ എന്നല്ല, മൊത്തത്തിൽ യൂറോപ്പ് ആൾക്കാരെ വെൽക്കമിങ് അല്ല. ഇമിഗ്രേഷൻ കൺട്രോൾ ചെയ്തോണ്ടിരിക്കുക, ഭയങ്കരമായിട്ട് കൺട്രോൾ ചെയ്തോണ്ടിരിക്കുക. ഇപ്പൊ ക്രൊയേഷ്യയിലേക്ക് ഇംഗ്ലീഷ് അറിയുന്ന ആളുകള് അപ്പൊ ഭയങ്കരമായിട്ട് നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. പണ്ട് അങ്ങനത്തെ ഒരു സംഭവം ഇല്ല. പിന്നെ സ്കില്ലായിട്ടുള്ള ആളുകള്, അത്യാവശ്യമുള്ള ആളുകൾ മാത്രം മതി എന്നുള്ള പോലെയാണ് മൊത്തത്തിൽ. അതെ, ചുമ്മാ ആളുകളെ കൊണ്ടുവന്നിട്ട് കാര്യമില്ല. ഒരു പർട്ടിക്കുലർലി അവർക്ക് എന്താണോ ആവശ്യം അത് ഫില്ല് ചെയ്യാനുള്ള ആളുകളെയാണ് വേണ്ടത്.
പക്ഷേ ഇപ്പൊ ബ്രോ പറഞ്ഞ പോലെ ചിലരിപ്പം ക്രൊയേഷ്യക്ക് ഒരു ആവറേജ് 1 വർഷം എടുക്കുമല്ലോ പ്രോസസ്, 9 മാസം മുതൽ 12 മാസം എടുക്കും. ചില ഏജൻസി ഇപ്പോഴും പറയും 4 മാസത്തിൽ കൊണ്ടുപോകുന്നുണ്ട്, പൈസ വാങ്ങിക്കും, ആളുകൾ കൊണ്ടുപോയിടുന്നുണ്ട്. അത് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. നമുക്ക് ഇത് ഇപ്പം ഞാനോ ബ്രോയോ വിചാരിച്ചൊന്നും കൺട്രോൾ ആവില്ല. അല്ല, പൈസ കൊടുക്കുന്നവർ വിചാരിക്കണം കൊടുക്കത്തില്ല, അല്ലെങ്കിൽ ഇന്ന കാര്യത്തിന് ക്ലാരിറ്റി കിട്ടിയാലേ കൊടുക്കുള്ളൂ. അറിവ് നല്ലപോലെ അറിയുക എന്തൊക്കെയാണ് കാര്യങ്ങള്, എന്തൊക്കെയാണ് ഇതിന്റെ പ്രോസസ്സ്. ഞാൻ ഒരാളുടെ അടുത്ത് പറയണത്, എൻ്റെ അടുത്ത് ഒരാൾ വന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ആദ്യം പറയുന്ന സംഭവം, ആദ്യം ബ്ലൈൻഡ് ആയിട്ട് ഒരാളെ വിശ്വസിക്കാതെ, ആരെങ്കിലും ഒരാൾ പറഞ്ഞു എന്നുള്ളത് മാത്രം നോക്കാതെ എന്താണ് പ്രോസസ്സ്. ആദ്യം ഞാനാണെങ്കിലും ശരി, ആദ്യം ഫസ്റ്റ് പ്രോസസ്സ് എന്താണ് തുടങ്ങുന്നത്, ലാസ്റ്റ് എവിടെ വരെ അവസാനിക്കുന്നു, ഇതിൻ്റെ ഉള്ളിൽ എന്തൊക്കെ പേപ്പേഴ്സ് നമ്മൾ ഫില്ല് ചെയ്യാണ്ട്, എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ മീറ്റ് ചെയ്യാണ്ട്. ഇപ്പം എന്താണ് VFS എന്ന് പോലും ഇപ്പോൾ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ആളുകൾക്ക് എന്താ VFS ചോദിച്ചാൽ VFS എന്താണെന്ന് അറിയില്ല. ടിക്കറ്റ് എടുക്കണം, പോകണം എന്നതല്ലാതെ ബാക്കി അവർ ചെയ്തുകൊടുന്നുള്ള VFS എന്താന്ന് പോലും അറിയില്ല. അപ്പൊ അതൊക്കെ അറിയണം, എല്ലാ കാര്യങ്ങളും അറിയണം. അത് കറക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഫോളോ അപ്പ് ചെയ്തതിന് ശേഷം മാത്രമാണ് നമ്മളൊരു പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്ത്. ഒന്നാമത് ആ രാജ്യത്തിൽ എന്തൊക്കെയാണ് സ്ഥലങ്ങൾ, ഏതൊക്കെ സ്ഥലങ്ങളിൽ ജോലിയുണ്ട്, എന്തൊക്കെ തരം ജോലിയുണ്ട്, എന്താണ് ഫുഡ്, അവിടുത്തെ ക്ലൈമറ്റ് എങ്ങനെയാണ്, ഇപ്പൊ ജോലി പോയി കഴിഞ്ഞാൽ വേറെ ജോലി കണ്ടുപിടിക്കാനുള്ള ഓപ്ഷൻസ് ഉണ്ടോ, ഇതെല്ലാം അറിഞ്ഞിട്ട് ശേഷം മാത്രമാണ് ആ രാജ്യത്തേക്ക് നമ്മൾ പോകാനുള്ള കാര്യങ്ങൾ തയ്യാറെടുക്കാൻ പാടുള്ളൂ. ഈ ബ്രോയുടെ അഭിപ്രായത്തിൽ ഈ ജോലികളല്ലാതെ ബിസിനസിന് എന്തൊക്കെ ഓപ്പർച്യൂണിറ്റീസ് ആണ് യൂറോപ്പിലുള്ളത്? ബിസിനസ്സിന് ഇപ്പം ഞാൻ പറഞ്ഞ പോലെ തന്നെ ഞാൻ ഇതേപോലെ ഈ വണ്ടിയിലേക്ക് മാറി അങ്ങനെ പതുക്കെ എനിക്ക് എങ്ങനെയൊക്കെ ബിസിനസ് ചെയ്യണം എന്നൊരാഗ്രഹമുണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ പതുക്കെ ഓരോ കാര്യങ്ങൾ ചെയ്തു തുടങ്ങി. റിക്രൂട്ട്മെൻറ്റിൻ്റെ കാര്യങ്ങൾ നമ്മൾ പിന്നെ പതുക്കെ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങി. പിന്നെ അങ്ങനെ ഞാൻ വെച്ചാൽ ക്രൊയേഷ്യയിൽ ഒരു ബിസിനസ് ക്ലബ് 5 എന്ന് പറഞ്ഞിട്ടൊരു ക്ലബ്ബുണ്ട്. അപ്പോൾ അവിടേക്ക് എനിക്കൊരു ഇൻവിറ്റേഷൻ വന്നു. നമ്മളിങ്ങനെ വ്ളോഗ് ചെയ്യുന്നുണ്ട്, പ്ലസ് നമ്മൾ ബിസിനസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ബിസിനസ് ക്ലബ്ബിൽ ഞാൻ പങ്കെടുത്തു. അവർ നമുക്ക് അവിടെ ഒരു ഓഫീസ് സ്പേസ് കാര്യങ്ങൾ, അവരോട് സംസാരിക്കാനുള്ള കാര്യങ്ങൾ, അവരൊരു വേദി തന്നു, അവരോട് സംസാരിക്കാൻ, ഇൻട്രാക്ട് ചെയ്യാൻ. ഇന്ത്യയിൽ നിന്ന് ഞാനും എന്നെ പരിചയമുള്ള 1-2 ആളുകളും ഉണ്ടായിരുന്നു. അപ്പോൾ അവരുടെ കെയർ ഓഫിലൊക്കെയാണ് നമുക്ക് അതിനുള്ള ഓപ്പർച്യൂണിറ്റി കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവിടെ പോയി നോക്കുമ്പോൾ നമ്മൾ നല്ല വെൽക്കമിങ് ആണ്. കാരണം നമ്മുടെ നാട്ടിൽ ഭയങ്കര റിസോഴ്സാണ്. നമ്മുടെ നാടിനെ ശരിക്കും എല്ലാവരും ഒരു കൺസ്യൂമർ ആയിട്ടുള്ള ഒരു രാജ്യമായിട്ട് മാത്രമാണ് ട്രീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷെ നമ്മുടെ നാട്ടിലുള്ള പ്രൊഡക്ഷനും നമ്മുടെ നാട്ടിലുള്ള മാനുഫാക്ചറിങ്ങും വളരെ കൂടുതലാണ്. ഏറ്റവും ബെസ്റ്റ് നമ്മുടെ നാട്ടിലത്തെ ഹ്യൂമൻ റിസോഴ്സാണ്. ഈ സംഭവം അവർക്ക് ആവശ്യമുണ്ട്, അത് വേണ്ട രൂപത്തിൽ എടുക്കാൻ അവർ തയ്യാറാണ്. അതിന് കറക്റ്റ് ആയിട്ടുള്ള വേ നമ്മൾ കൊണ്ട് കൊടുക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ എക്സ്പോർട്ട് ഇമ്പോർട്ടിങ്ങിൻ്റെ കാര്യത്തിലാണെങ്കിലും നമ്മുടെ ഇവിടെ ഭയങ്കരമായിട്ട് പ്രൊഡക്ഷൻ ചെയ്യാനുള്ള എല്ലാ പോസിബിലിറ്റീസും ഉണ്ട്. ശരിയാണ്. ഇപ്പോൾ ഫ്രഷ് ടു ഹോമിൻ്റെ CEO മാത്യു സാർ പറയണ പോലെ ആളെ എന്നെ എനിക്ക് ഭയങ്കര ഇൻസ്പയർ ചെയ്തിട്ടുള്ള ആളാണ്. അപ്പോൾ ആള് പറയണ പോലെ നമ്മുടെ ഇന്ത്യയിൽ ഒരു മുട്ടുസൂചി അല്ലെങ്കിൽ ഒരു തീപ്പെട്ടി വിറ്റാലും നമുക്ക് ജീവിക്കാന്ന് പറയുന്ന പോലെ അത്രയും പോസിബിലിറ്റി ഉണ്ട് നമ്മുടെ നാട്ടില്. ഈ സംഭവം കറക്റ്റ് ആയിട്ടുള്ള ആളുകളിലേക്ക് എത്തിക്കാൻ നമ്മൾ തയ്യാറാണെന്നുണ്ടെങ്കിൽ, എനിക്കും അറിയുന്ന ഒരുപാട് ആളുകൾ നമ്മുടെ ഇന്ത്യയിൽ ഇവിടെ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്ന പല ബിസിനസ്സുകളും അവിടെ കൊണ്ട് ഇംപ്ലിമെന്റ് ചെയ്യുന്നുണ്ട്. ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് ഇവിടെ. ഒരു ബിസിനസ് ഞാൻ ശരിക്കും ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണമെന്ന് കിട്ടിയ വെട്ടം വന്നത്. പക്ഷേ ഇവിടുത്തെ പേപ്പർ വർക്കും ബ്യൂറോക്രസിയും കണ്ടിട്ട് എന്റെ മൂടം പോയി. അവിടെ ആണെങ്കിൽ 1/2 മണിക്കൂറും 50 യൂറോയും ഉണ്ടെങ്കിൽ നമുക്കൊരു ബിസിനസ് രജിസ്റ്റർ ചെയ്യാം. 100% ആൻഡ് ഗവൺമെന്റ് അത്രയധികം സപ്പോർട്ട് നമുക്ക് തരുന്നുണ്ട് ഒരു ബിസിനസ് അവിടെ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ. ഇവിടെ ഇടുന്ന സെയിം എഫേർട്ട് അവിടെ ഇടുകയാണെങ്കിൽ ഇവിടത്തേക്കാൾ ഒരു 3 to 4 times പ്രോഫിറ്റ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും യൂറോപ്യൻ കൺട്രീസിൽ. പക്ഷെ ഇപ്പൊ നേരത്തെ ബ്രോ ചോദിച്ചില്ല, നമുക്ക് എങ്ങനെ സെറ്റിൽമെന്റ് പ്ലാൻസ് ഒക്കെ, ഒരുപാട് പേരും പഠിക്കുന്നു, എങ്ങനെയെങ്കിലും ജോലിക്ക് കയറുന്നു, അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും ഒരു അൺസ്കിൽഡ് ജോബിന് വരുന്നു, കമ്പനികൾ ചാടി നിൽക്കുന്നു. പക്ഷെ ആ ഒരു ഗട്ട്സ് ടേക്കിംഗ് മൊമെന്റ് എടുക്കാത്തത് കൊണ്ടാണ്. നമുക്ക് ഇന്ത്യൻസിന് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് ബിസിനസ് ഓപ്പർച്യൂണിറ്റീസ് ആണ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ ബ്രോ നമ്മൾ നോക്കുകയാണെങ്കിൽ പറഞ്ഞ ഒരുപാട് യൂറോപ്യൻ കൺട്രി, ഏത് യൂറോപ്യൻ കൺട്രി എടുത്തോ ഒരു ബിസിനസ്സുകാരൻ മലയാളിയാണ്. മാൾട്ടയിലെ ഏറ്റവും വലിയ റിച്ചസ്റ്റ് ആയിട്ടുള്ള ആളുകളിൽ ഒരാൾ ഒരു മലയാളിയാണ്. ഓക്കെ, ലാറ്റ്വിയയിലെ ഏറ്റവും വലിയ ബിസിനസ്സുകാരിൽ ഒരാൾ ഇന്ത്യക്കാരനാണ്, ഏറ്റവും ഒരു സിംഗാണ്. അതേപോലെ പല കൺട്രീസിലും ബിസിനസ് ചെയ്യുന്നവരുണ്ട്. പക്ഷെ നമ്മൾ ആ ഒരു ബിസിനസ് എന്ന് പറഞ്ഞാൽ ഒരു ഓപ്പർച്യൂണിറ്റി എക്സ്പ്ലോർ ചെയ്യുന്നില്ല എന്നുള്ളത്. അതുകൊണ്ട് ഞാൻ ചോദിക്കാൻ കാരണം ബ്രോയുടെ ഒരു അഭിപ്രായം എന്താ? പറയുകയാണെങ്കിലും ഇവിടുന്ന് ഇപ്പോൾ ഒരാൾ പോണത് പഠിക്കുക, അവിടെ നിന്ന് മരിക്കുന്നവരെ ജോലി ചെയ്യുക എന്നുള്ളത് വിചാരിച്ചിട്ടില്ല. ഞാനൊരാളോട് പറയുകയാണെങ്കിൽ നമ്മളവിടെ പോവുക, അവിടുത്തെ ഓപ്പർച്യൂണിറ്റീസ് എന്താണെന്ന് കണ്ടുപിടിക്കുക, എന്താണ് നമുക്ക് അവിടെ ചെയ്യാൻ പറ്റുന്നത്. നമുക്ക് ചെയ്യാൻ പറ്റിയിട്ടുള്ള എവിടെയെങ്കിലും ഒരു സ്ഥലം ഉണ്ടായിരിക്കും, ഏതെങ്കിലും ഒരു ഏരിയയിൽ നമ്മുടെ ഒരു കൈ വെക്കാൻ പറ്റും. അവിടെ നമ്മൾ പതുക്കെ ചെറുതായിട്ട് ചെയ്തു തുടങ്ങാം. അതൊന്നും ഒരിക്കലും പൈസ എന്നുള്ളത് നമ്മൾ വിചാരിക്കരുത്. പൈസ നമ്മൾ വിചാരിച്ചു കഴിഞ്ഞാൽ അവിടെ കഴിയും. അവിടെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന രൂപത്തിൽ നമ്മളെ ബ്രാൻഡ് ചെയ്യുക, നമ്മുടെ കാര്യങ്ങൾ പതുക്കെ കൊണ്ടുവരിക, ബിസിനസ് ചെയ്തു തുടങ്ങാം. പ്രോസസ്സ് സ്റ്റാർട്ടായി തുടങ്ങുമ്പോൾ ഓട്ടോമാറ്റിക്കലി അതിന് പിന്നാലെ കാര്യങ്ങൾ വന്നോളും. അപ്പം അങ്ങനെ ചെയ്തു തുടങ്ങാം. എല്ലാവരും നമ്മുടെ ഇപ്പോൾ മലയാളികൾ എല്ലാ സ്ഥലത്തും ഉണ്ട്, എല്ലാ സ്ഥലത്തും ചെയ്യും. ഇപ്പോൾ ദുബായിൽ നിന്നൊക്കെ നമ്മൾ കെട്ടിപ്പടുത്തേക്കണത് തന്നെ മലയാളികളാണ് കുറേ. അപ്പോൾ ഇവിടെയും ഇപ്പോൾ പണ്ടുണ്ടായിരുന്ന ദുബായ് ആണ് ഇനി ഉണ്ടാവുമ്പോൾ യൂറോപ്പ് എന്നാണ്.
അപ്പോൾ Correct ആണ്. ഇപ്പൊ ഉള്ള ആളുകൾക്ക്, ഇപ്പൊ യൂറോപ്പിലുള്ള ആളുകൾക്കും ഇനിയിപ്പോ വരാൻ പോകുന്ന ഈ ഒരു ജനറേഷനൊക്കെ അവിടെ വലിയ രൂപത്തിലുള്ള മാറ്റങ്ങൾ വരുത്താൻ പറ്റും. പക്ഷെ ഇതില് ഭൂരിഭാഗം ഇപ്പൊ നടക്കുന്ന ഒരു സംഭവമാണ് റിവേഴ്സ് മൈഗ്രേഷൻ എന്ന് പറഞ്ഞ ഒരു കോൺസെപ്റ്റ്. ബ്രോയ്ക്ക് എന്താ തോന്നിയിട്ടുള്ളത്? യൂറോപ്പിൽ വന്ന എല്ലാവർക്കും പറ്റിയ സ്ഥലമാണോ യൂറോപ്പ്? ഒരുപാട് പേര് ഇപ്പൊ തിരികെ യൂറോപ്പിൽ നിന്ന് വന്ന് ഇന്ത്യയിൽ സെറ്റിൽ ആവുന്നുണ്ടല്ലേ, ദുബായിൽ പോകുന്നുണ്ട്. ആ ഒരു പെർസ്പെക്റ്റീവിനെ ബ്രോ എങ്ങനെയാ നോക്കി കാണുന്നത്? ശരിക്കും നമുക്ക് എന്താ പറയാ, ക്ലൈമറ്റ് കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ നമുക്ക് എത്രത്തോളം ജീവിക്കാൻ പറ്റും എന്നുള്ളതിനൊരു ഒരു ലിമിറ്റേഷൻസ് ഉണ്ട്. കാരണം നമ്മുടെ നാട്ടിൽ ഗോഡ്സ് ഓൺ കൺട്രി എന്ന് പറയുന്ന ഈ നാട്ടിൽ ഏകദേശം ഒരു ടെമ്പറേച്ചറിന് മുകളിലേക്കും താഴേക്കും വരുന്നില്ല. നമ്മൾ 6 മാസം അവിടെ ലൈഫില്ല, 6 മാസം വെളിച്ചില്ല, 6 മാസം പുറത്തേക്ക് ഇറങ്ങണില്ല. 6 മാസത്തിലാണ്, ബാക്കിയുള്ള 6 മാസമാണ് ജീവിക്കുന്നത്. ഈ 6 മാസത്തിൽ കാണിക്കുന്നത് അവിടെ കാണിക്കാൻ പറ്റുള്ളൂ. പിന്നെ എൻ്റെ പേഴ്സണലി എനിക്ക് അവിടെ റിട്ടയർമെൻറ്റ് ലൈഫോ അങ്ങനെ ജീവിക്കാനുള്ള താല്പര്യം ഇല്ല. എനിക്ക് എൻ്റെ നാടാണ് ഇഷ്ടം. ഞാൻ അവിടെ പോയത് ഒരു ഇൻ്റർനാഷണൽ എക്സ്പോഷർ ഉണ്ടാക്കണം, അവിടെ കുറച്ച് നാൾ ജീവിക്കണം, പുറത്തുള്ള രാജ്യങ്ങൾ കണ്ടുപിടിക്കണം, അവിടുത്തെ അവരുടെ കൾച്ചറിനോട് ബന്ധപ്പെടണം, അതൊക്കെ അറിയണം. അതറിയണം എന്നുള്ളത് എൻ്റെ ഒരു ആഗ്രഹമാണ്. പിന്നെ അതൊക്കെ നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ലക്ഷ്യമാണ്, പുറത്തുള്ള കാര്യങ്ങൾ അറിയണം, അവിടെ ജീവിക്കണം എന്നുള്ളത്. അപ്പോൾ അതിനോട് ബന്ധപ്പെട്ട് പിന്നെ ഇതേപോലെ നമ്മളിങ്ങനെ ഒരു സിസ്റ്റം ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ നമ്മുടെ നാട്ടിലുണ്ട്, ഇനിയും പോവും. ഇനി എനിക്ക് എല്ലാ രാജ്യം കാണണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. നിങ്ങൾ എന്നെക്കാളും കൂടുതൽ ഒരുപാട് രാജ്യങ്ങളിൽ ട്രാവൽ ചെയ്തിട്ടുള്ള ആളാണ്. ഒരുപാട് സമയമുണ്ടല്ലോ. നിങ്ങൾക്കാണ് ശരിക്കും അതിനുള്ള ഒരു ഉത്തരം. എനിക്ക് അതിനകത്ത് റിവേഴ്സ് മൈഗ്രേഷന്റെ കേസിൽ ഞാൻ ഇത് എടുത്ത് ചോദിക്കാൻ കാരണം ഈ ഒരു പോഡ്കാസ്റ്റിൽ ഡിസ്കസ് ചെയ്യണമെന്ന് എനിക്ക് തോന്നി. ഇപ്പൊ നമ്മൾ പറഞ്ഞ പോലെ എല്ലാവരുടെയും ഒരു കപ്പ് ഓഫ് ടീ അല്ല യൂറോപ്പ്. ഇപ്പൊ ബ്രോ പറഞ്ഞ പോലെ ചിലർ ഇവിടെ സെറ്റിൽ ആകാൻ വേണ്ടി പോകും, പക്ഷെ ക്ലൈമറ്റിന്റെ കാരണമാകാം, അല്ലെങ്കിൽ അവർക്ക് ഉണ്ടാകുന്ന ലൈഫ് എക്സ്പീരിയൻസ് ആവാം, ഡിഫിക്കൽട്ടീസ് ആവാം, കുറെ പേരും തിരിച്ചു വരുന്നുണ്ട്. ഇപ്പൊ ഈ പറഞ്ഞ പോലെ നമ്മളൊരു ലോങ് ടൈമിലേക്കുള്ള ഒരു സെറ്റിൽമെന്റ് നോക്കിയാൽ പലരും എന്നോട് പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്, നമ്മളിപ്പോൾ ഫാമിലി ആയിട്ട് നിൽക്കുകയാണെങ്കിൽ 2 പേരും അവിടെ വർക്ക് ചെയ്തേ പറ്റത്തുള്ളൂ. ഹസ്ബൻഡ് ആൻഡ് വൈഫ് വർക്ക് ചെയ്താലേ അവിടെ സർവൈവ് ചെയ്ത് പോകാൻ പറ്റും. നമുക്ക് നല്ല സാലറി കിട്ടുന്നുണ്ട്, അതിനനുസരിച്ച് എക്സ്പെൻസ് ഉണ്ട്. പക്ഷെ നമുക്ക് ഇപ്പൊ നമ്മുടെ ഫാമിലിനെ കാര്യങ്ങളെല്ലാം നമ്മളിവിടെ ഉപേക്ഷിക്കണം. ഇപ്പൊ ഹോം സിക്നെസ് അങ്ങനെയുള്ളവരല്ലേ, ഫാമിലി ആയിട്ട് ഭയങ്കര ക്ലോസ് ആയിട്ടുള്ളവർക്ക് ലൈഫ് ലോങ് അവിടെ സെറ്റിൽ ആവാനായിട്ട് ബുദ്ധിമുട്ടാണ്. ഇനി രണ്ടാമത്തെ കാര്യം, കുറച്ച് നാള് യൂറോപ്പിൽ നിന്നു, എൻഡ് ഓഫ് ദി ഡേ അവിടുത്തെ ലാംഗ്വേജ് പഠിച്ച് നമ്മൾ കംപ്ലീറ്റ്ലി അവരോട് ഇന്റഗ്രേറ്റ് ആവും. നമ്മൾ എത്ര ഇന്റഗ്രേറ്റ് ചെയ്യും, നമുക്ക് പെർമനന്റ് റെസിഡൻസ് എന്ന് പറഞ്ഞാലും നമ്മൾ അവിടെ വരുത്തന്മാരാണ്. നമ്മളെ തേർഡ് കൺട്രി നാഷണൽസ് ആയിട്ട് മാത്രമേ എൻഡ് ഓഫ് ദി ഡേ അവർ നമ്മളെ ട്രീറ്റ് ചെയ്യുള്ളൂ, അല്ലെ? ആൻഡ് നമ്മൾക്ക് നമ്മുടെ നാട്ടിൽ കിട്ടുന്ന പ്രിവിലേജും നമ്മുടെ നാട്ടിൽ കിട്ടുന്ന ആ ഒരു കംഫർട്ടും എൻ്റെ നാട് എന്ന് പറഞ്ഞ സാധനം അവിടെ കിട്ടില്ല. സോ ഒരുപാട് പേര് അങ്ങനെ വരുന്നുണ്ട്. പിന്നെ കുറെ ആളുകൾ ഡിപ്രസ്ഡ് ആണ്. പിന്നെ കുറെ പേര് അവർ ഉദ്ദേശിക്കുന്ന ഒരു ലെവലിലേക്ക് അവരുടെ കരിയർ ബിൽഡ് ചെയ്യാൻ പറ്റുന്നില്ല, കറക്റ്റ് ജോലികൾ കിട്ടുന്നില്ല, നല്ല ഒരു ലെവലിലേക്ക് എത്താൻ പറ്റുന്നില്ല. സോ എന്തുകൊണ്ട് ഞാൻ എൻ്റെ നാട്ടിലേക്ക് തിരിച്ചു വന്നുകൂടാ എന്ന് കരുതി വരുന്നവരുണ്ട്. പക്ഷെ ആ ഒരു പാർട്ടിൽ കറക്റ്റ് ജോബ് ഹണ്ട് ചെയ്യാൻ ആളുകൾക്ക് അറിയില്ല എന്നുള്ളതാണ് വേറൊരു പ്രശ്നം. പലർക്കും ജോലി കിട്ടാതെ പോകുന്നതിന്റെ ഒരു പ്രശ്നം അതാണ്. എങ്ങനെ കമ്പനീസിനെ അപ്രോച്ച് ചെയ്യണം, ഏതാണ് എൻ്റെ കമ്പനി, ഏതാണ് എൻ്റെ ഫീൽഡ്, അതൊന്നും ഐഡന്റിഫൈ ചെയ്യാതാണ് പലരും. ചിലർ പറയും ഞാൻ 200-300 ജോലികൾ അപ്ലൈ ചെയ്തു, എനിക്കൊരു കോൾ പോലും വന്നില്ല. 200-300 ജോലികൾ അപ്ലൈ ചെയ്യുന്നത് ലിങ്ക്ഡിനിലും മറ്റേ ഇൻഡീഡിലും പോയിട്ട് ചുമ്മാ കയറി പോസ്റ്റുകൾക്ക് അപ്ലൈ ചെയ്യാൻ. പക്ഷെ ഇവരാരും അറിയുന്നില്ല, ലിങ്ക്ഡിനിലേക്ക് പോസ്റ്റ് ചെയ്യുന്ന ഒട്ടുമിക്ക ജോബുകളും ഓൾറെഡി കമ്പനികൾ ആളെ എടുത്തിട്ടുണ്ടാവും, ഇന്റേണലി ആളുകൾ എടുത്തിട്ടുണ്ടാവും, മാനേജേഴ്സ് റെഫർ ചെയ്ത ആളുകൾ എടുത്തിട്ടുണ്ടാവും. പക്ഷെ അവർക്ക് മാൻഡേറ്ററി ആയിട്ട് ഈ പോസ്റ്റുകൾ പബ്ലിക് പ്ലാറ്റ്ഫോംസിൽ പോസ്റ്റ് ചെയ്യണം നിർബന്ധമുണ്ട്. സോ നമ്മൾ അവിടെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടത്തില്ല. സോ പക്ഷെ നമ്മളിപ്പം ഞാനൊരു ഇൻഡസ്ട്രിയൽ എഞ്ചിനീയർ ആണ്, എനിക്ക് ഏത് കൺട്രീസിലാണ് ഓപ്പർച്യൂണിറ്റീസ് ഉള്ളത്? ജർമ്മനിയിലുണ്ട്. ഓക്കെ, ഇത്ര കമ്പനീസ് ഞാൻ സോർട്ട് ചെയ്യുന്നു. കമ്പനിയുടെ കരിയർ വെബ്സൈറ്റിൽ കയറിയിട്ട് ഞാൻ ഓരോന്ന് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ഈ 200 ആപ്ലിക്കേഷൻ ഇടുന്നതിന് വരെ 20 ആപ്ലിക്കേഷൻ ഇട്ടാൽ മതി, നമുക്ക് ഒരു 5 ഇന്റർവ്യൂ എങ്കിലും കിട്ടും. അത് കറക്റ്റ് അപ്രോച്ച് അറിയാത്തതാണ് വേറൊരു പ്രശ്നം. ഇത് പോട്ടെ, ബാക്ക് ടു റിവേഴ്സ് മൈഗ്രേഷൻ. ഈ പല കാരണം കൊണ്ടാണ് ആളുകൾ തിരിച്ചു വരുന്നത്. ഇത് നല്ലതാണോ എന്ന് ചോദിച്ചാൽ ഒരു പരിധി വരെ നല്ലതാണ്. അൺകൺട്രോൾഡ് ലെവൽ ഓഫ് മൈഗ്രേഷൻ ഇൻ യൂറോപ്പ്, അവിടെ നിൽക്കുന്ന ഇമിഗ്രൻസിനും ബുദ്ധിമുട്ടാണ്, അവിടെ ഉള്ള ആളുകൾക്കും ബുദ്ധിമുട്ടാണ്. കാരണം അവരുടെ ലാൻഡാണ്, അവര് സമാധാനമായിട്ട് ജീവിച്ചു പോകുന്നിടത്ത് അൺകൺട്രോൾഡ് ആയിട്ടുള്ള ഇമിഗ്രേഷൻ നടക്കുമ്പോൾ അവരുടെ ലൈഫ് സ്റ്റൈലും നഷ്ടപ്പെടുകയാണ്. സോ റിവേഴ്സ് മൈഗ്രേഷൻ നല്ലതാണ്. ഇനി വേറൊരു രീതിയിൽ പറയുകയാണെങ്കിൽ, ഇപ്പൊ ബ്രോ പറഞ്ഞു കുറച്ച് നാളെ എനിക്ക് അവിടെ നിൽക്കണം, എനിക്കിതെല്ലാം കണ്ടിട്ട് എൻ്റെ നാട്ടിൽ തന്നെ വന്ന് എന്തെങ്കിലും സ്റ്റാർട്ട് ചെയ്യണം. അതാണ് അതിന്റെ കറക്റ്റ് നിഷ് എന്ന് പറയുന്നത്. നമ്മള് ഒന്നുകിൽ നമുക്ക് പൊട്ടക്കിണറ്റിലെ തവളകളെ പോലെ ഇവിടെ തന്നെ കിടന്ന് ജീവിക്കാം, അല്ലെങ്കിൽ നമ്മൾ ഇതിന് പുറത്തേക്ക് വന്നിട്ട് വേൾഡ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, മറ്റുള്ള രാജ്യങ്ങൾ എങ്ങനെയാണ്, അവിടെ സിസ്റ്റം എങ്ങനെ വർക്ക് ചെയ്യുന്നത്, എക്കണോമി എങ്ങനെ ബിൽഡ് ചെയ്യുന്നത്, നമുക്ക് എന്തൊക്കെ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. ഇവിടുന്ന് പുറത്തു പോയ പല ആൾക്കാരും ഇവിടുത്തെ ബിസിനസ്സുകൾ അവിടെ ഇടുന്നു. ഫോർ എക്സാമ്പിൾ ദോശ കമ്പനി ചെയ്യുന്നു, അല്ലെങ്കിൽ ജ്യൂസ് കമ്പനീസ് ഓടിക്കുന്നു, അല്ലെങ്കിൽ ഇവിടുത്തെ പല സാധനങ്ങൾ അവിടെ ഇംപ്ലിമെന്റ്, ഈ കേരള റെസ്റ്റോറൻറ്റ്സ് ഓടിക്കുന്നു. ഫോർ എക്സാമ്പിൾ ഞാൻ പറയണം, ഇവിടുത്തെ പല ബിസിനസ് അവിടെ ചെയ്യുന്നുണ്ട്, പ്രൊഡക്ഷൻ, വേസ്റ്റ് മാനേജ്മെന്റ് ഒക്കെ ചെയ്യുന്നുണ്ട്. അവരവിടെ ചെയ്യുന്ന പല കാര്യങ്ങളും നമുക്ക് ഇവിടെയും ചെയ്യാം, അല്ലേ? 100%. ഇപ്പൊ കേരള ഗവൺമെന്റ് കേരള സവാരി എന്ന് പറഞ്ഞിട്ട് ഊബറിന്റെ സെയിം സാധനം, ഊബർ സെയിം സംഭവം തുടങ്ങിയിട്ടുണ്ട്.
ഇതൊക്കെ എന്താ വെച്ചാല് ഇതൊക്കെ പുറം കൺട്രീസില് പുറം രാജ്യങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്ന സെയിം കാലങ്ങളായിട്ട് എസ്റ്റാബ്ലിഷ് ആയ കാര്യമാണ്. ഇപ്പൊ നമ്മുടെ ഇവിടുത്തെ പല സിറ്റീസിലും ഈ പറഞ്ഞ ട്രാംസ് കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ എന്തോരം ട്രാൻസ്പോർട്ടേഷൻ പറ്റും. ഇത്രയും ട്രാഫിക് ഈ ട്രാഫിക് ഒക്കെ എന്താ പറയാ, ആളുകളുടെ ലൈഫ് സ്റ്റൈൽ തന്നെ എന്തെങ്കിലും ഡിഫറെന്റ് ആവും. നമ്മൾ മറ്റുള്ള രാജ്യത്ത് പോകണം, അവിടുന്ന് നല്ലതെന്ന് തോന്നുന്ന കാര്യങ്ങൾ നമ്മൾ ഇച്ചിരി ബുദ്ധിമുട്ടാണ് ഇവിടെ ഇംപ്ലിമെന്റ് ചെയ്യാൻ. ബട്ട് സ്റ്റിൽ നമ്മൾ ഇവിടെ കൊണ്ടുവന്ന് ഇംപ്ലിമെന്റ് ചെയ്യണം. പക്ഷെ അതിനൊക്കെ നമ്മൾ തിരിച്ച് നമ്മുടെ നാട്ടിൽ വന്നേ പറ്റുള്ളൂ. നമ്മുടെ കുറ്റം പറയാനൊന്നും വിചാരിക്കരുത്. പക്ഷെ നമ്മുടെ കൺട്രീസിൽ നിന്ന് എല്ലാ കൊല്ലം മന്ത്രിമാരും ടീമുകളൊക്കെ പുറത്തേക്ക് പോകുന്നുണ്ട്, വിദേശത്ത് നിന്നുള്ള പഠിക്കാനുള്ളത് കുറെ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. പക്ഷെ എന്തൊക്കെയോ നമ്മുടെ സിസ്റ്റം അതിന് ഭയങ്കര തടസ്സമാണ്. നമ്മുടെ ഒരു പ്രശ്നമല്ല അത്. ചില ആളുകൾ ഇംപ്ലിമെന്റ് ചെയ്യാൻ ശ്രമിക്കും, ചില ആളുകൾ അത് മുടക്കാൻ ശ്രമിക്കും, നേരെ അടുത്ത പോലെ നേരെ തിരിയും. ഞാൻ പറയുന്നത് നമ്മുടെ ലൈഫില് നമുക്കത് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ബെസ്റ്റ് ടൈമിൽ അത് ഇംപ്ലിമെന്റ് ചെയ്യണം, നമുക്കത് യൂസ് ചെയ്യാൻ പറ്റണം. 50 കൊല്ലം കഴിഞ്ഞിട്ട് നടക്കട്ടെ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഇതൊക്കെ ഇവിടെ വരണം, ഇതൊക്കെ ശരിക്കും ഇതൊക്കെ നമ്മൾ അവിടെ പോയി തന്നെ കണ്ടു പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. somebody has to take initiatives. ഇപ്പൊ നമ്മളെ പോലെ ഒരു 100 പേര് പുറത്ത് പോയിട്ടായിരിക്കും അതിൽ 1-2 പേര് തിരിച്ചു വന്നിട്ട് എന്തെങ്കിലും കാര്യം ചെയ്യാൻ ഇനിഷ്യേറ്റീവ് എടുക്കുന്നത്. ഫോർ എക്സാമ്പിൾ ഇപ്പൊ അനസ് വന്നിട്ട് എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ ഇനിഷ്യേറ്റീവ് എടുക്കുമ്പോഴാണ് ഇവിടെ ഒരു ചേഞ്ച് ചെയ്യുന്നത്. അപ്പോഴാണ് ഇവിടെ ആളുകൾക്ക് പുതുമ തോന്നുന്നത്, ഇത് കൊള്ളാലോ. അല്ലെങ്കിൽ ഇപ്പൊ അശ്വിൻ അവിടെ പോയി കുറെ കാര്യങ്ങൾ കണ്ടു, ഇവിടെ വന്ന് എന്തെങ്കിലും ചെയ്യണം. അപ്പോഴാണ് നമ്മുടെ നാടിന് എന്തെങ്കിലും ഒരു കോൺട്രിബ്യൂഷൻ ചെയ്യുന്നത്. അല്ലെങ്കിൽ പിന്നെ ഞാൻ എന്റെ നാട് വിട്ട് അവിടെ പോയി അവിടെ സെറ്റിൽ ആവുക. ഈ പറഞ്ഞത് എന്തുവാ, നമ്മളെ വരുത്തന്മാരായിട്ട് ട്രീറ്റ് ചെയ്താൽ അത് മൈൻഡ് ചെയ്യാതെ ഒരേ മൈൻഡ് പോയി ആൾക്കാരുടെ പെർസ്പെക്റ്റീവ് അനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. അങ്ങനെ ഞാൻ അശ്വിൻബ്രോന്റെ അടുത്ത് ഇനിയിപ്പോ വരാൻ നിൽക്കുന്ന ആളുകൾക്ക്, ഇപ്പൊ നമ്മള് സ്റ്റുഡൻസിന്റെ കാര്യം പറഞ്ഞു, സ്കാമിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. പിന്നെ ഇപ്പൊ ഇനിയിപ്പോ വരാൻ പുറത്തേക്ക് നോക്കുന്ന ആളുകൾക്ക് പേഴ്സണലി കൊടുക്കാൻ പറ്റിയിട്ടുള്ള ഉപദേശങ്ങൾ ഫ്രം യുവർ ലൈഫ് എന്തൊക്കെയാണ് കാര്യങ്ങൾ, എന്തൊക്കെ അവർ ശ്രദ്ധിക്കണം, അവിടെ എന്തൊക്കെ എക്സ്പെക്ടേഷൻസ് വേഴ്സസ് റിയാലിറ്റി എന്ന് പറഞ്ഞുള്ള സംഭവമുണ്ട്, അതിന്റെ കാര്യങ്ങൾ എന്തൊക്കെയാണ് പേഴ്സണലി പറയാൻ പറ്റിയിട്ടുള്ള കാര്യങ്ങൾ. സോ ബേസിക്കലി നമ്മൾ ഏത് കൺട്രിയാണ് ഫസ്റ്റ് ചൂസ് ചെയ്യുന്നത് എന്നുള്ളത് നല്ല ധാരണ ഉണ്ടാവണം. ആരെങ്കിലും എന്തെങ്കിലും പറയുന്നത് കേട്ടിട്ട് ചാടി കയറി ഒരു കൺട്രി ചൂസ് ചെയ്ത് അല്ലെങ്കിൽ ഒരു കോഴ്സ് ചൂസ് ചെയ്ത് അല്ലെങ്കിൽ ഒരു ജോബിന് വേണ്ടി ഒരുപാട് കാശിറക്കി അങ്ങനെ പോകരുത്. നമ്മളൊരു കാര്യം ചൂസ് ചെയ്യുന്നതിന് ആദ്യം നമുക്കൊരു റീസൺ ഉണ്ടാവണം. എന്താണ് നമ്മുടെ റീസൺ, നമ്മൾ എന്ത് പർപ്പസിനാണ് പോകുന്നത്, അതിന് ആ പർപ്പസിന് നമ്മൾ സ്റ്റിക്ക് ഓൺ ആയിരിക്കണം. ഇപ്പോൾ ഞാൻ പഠിക്കാൻ പോകുന്ന ഒരു സ്റ്റുഡൻ്റ് ആണെങ്കിൽ ഞാൻ എടുക്കാൻ ഉദ്ദേശിക്കുന്നത് എൻ്റെ കരിയറിന് മാച്ചിങ് ആയിട്ടുള്ള ഒരു മാസ്റ്റേഴ്സ് അല്ലെങ്കിൽ ഹയർ സ്റ്റഡീസ് വേണം എടുക്കാനായിട്ട്. അതിൻ്റെ സ്കോപ്പ് എന്താണ്, അടുത്തൊരു 3 വർഷം 2 വർഷം എടുക്കുകയാണെങ്കിൽ ഞാൻ പഠിച്ചിറങ്ങാൻ, അതിനുശേഷം ഏതൊക്കെ കൺട്രീസിനാണ് സ്കോപ്പ്. സോ നമുക്കൊരു ഫോക്കസ് ഉണ്ടാവണം, അതിൻ്റെ ആ ഫോക്കസിൽ സ്റ്റിക്ക് ഓൺ ചെയ്തിരിക്കണം. ഞാൻ പറഞ്ഞാൽ എലോബറേറ്റ് ആയി പോകും. എന്നാലും ചുരുക്കി പറയാം, പല സ്റ്റുഡൻസും അവിടെ വന്നിട്ട് പഠിക്കാൻ വന്നിട്ട് മറ്റ് പല അവസ്ഥയിലും പോയിട്ട് കറങ്ങി തിരിഞ്ഞ് വീണ്ടും കേരളത്തിൽ തന്നെ കടബാധ്യതകളുമായിട്ട് വന്നു തീരുന്ന അവസ്ഥയുണ്ട്. സോ ആ ഒരു അവസ്ഥയെ വരാതിരിക്കുക. രണ്ടാമത്തെ കാര്യം, ജോബിനായിട്ട് പോവുകയാണെങ്കിൽ നമ്മൾ പോകുന്ന കാര്യം നമ്മൾ മറ്റാരുടെയും പ്രഷറിലായിരിക്കരുത്. അതായത് വേറെ ആരെങ്കിലും നമ്മളെ പ്രഷർ ചെയ്തല്ലേ വീട്ടിൽ തള്ളി വിട്ടിട്ട് അങ്ങനെ പോകുന്നതായിരിക്കണം. നമ്മുടെ ഓൺ ഡിസിഷൻസ് ആയിരിക്കണം. അതല്ല, ഇനി നിങ്ങൾക്ക് ആരെങ്കിലും വഴി കാട്ടി തരാൻ അവിടെ ഉണ്ടെങ്കിൽ, അതായത് നിങ്ങൾക്ക് മുന്നേ സഞ്ചരിച്ചവരുണ്ടെങ്കിൽ അവരോട്, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നേഴ്സസ് ഒക്കെ പലരും ഈ ന്യൂസിലൻഡിലും പിന്നെ അയർലൻഡിലും ജർമ്മനിയിലും ഒക്കെ വരുമ്പോൾ ഇതൊക്കെ ഭയങ്കര എളുപ്പമാണെന്ന് കരുതി വരുന്നവരുണ്ട്. ജർമ്മൻ ലാംഗ്വേജ് പഠിക്കുക എന്ന് പറഞ്ഞാൽ ഈസി ആയിട്ടുള്ളൊരു കാര്യമല്ല. ഒരു വർഷം അതിന് വേണ്ടി മെനക്കെടണം. സോ അതിൻ്റെ കോൺസിക്വൻസസും പിന്നെ അതിൻ്റെ ഡിഫിക്കൽട്ടീസും മനസ്സിലാക്കി ഇറ്റ്സ് നോട്ട് എ ഈസി പാത്ത് എന്നുള്ളത് മനസ്സിലാക്കിയിടണം. പിന്നെ എക്സ്പെക്ടേഷൻസ് വേഴ്സസ് റിയാലിറ്റി. എക്സ്പെക്ടേഷൻസ് എപ്പോഴും നൾ എക്സ്പെക്ടേഷൻസ് വെക്കണം, ഏറ്റവും മിനിമം എക്സ്പെക്ടേഷൻസ് വെക്കണം. അപ്പോഴേ റിയാലിറ്റിയുമായിട്ട് നമുക്ക് യോജിച്ച് പോകാൻ പറ്റത്തുള്ളൂ. ഈ പറയുന്ന പോലെ നമ്മൾ ഗൾഫ് കൺട്രീസ് പലരും പറയുന്ന കാര്യമാണ്, ഗൾഫ് ഭയങ്കര കഷ്ടപ്പാടാണ്, യൂറോപ്പിലെ കഷ്ടപ്പാട്. അങ്ങനെയല്ല, യൂറോപ്പിൽ നല്ല കഷ്ടപ്പാടുണ്ട്. അപ്പോൾ എക്സ്പെക്ടേഷൻസ് വെച്ച് റിയാലിറ്റി മീറ്റ് ആവണമെങ്കിൽ ഇവിടെ കഷ്ടപ്പെടുന്ന പോലെ അവിടെയും കഷ്ടപ്പെടാൻ തയ്യാറാവണം. ഇവിടത്തേക്കാട്ടിലും കൂടുതൽ ടാക്സ് ഉള്ള കൺട്രീസാണ് യൂറോപ്പ്. പക്ഷെ നിങ്ങൾക്ക് അതിനനുസരിച്ചുള്ള സേവിങ്സ് കിട്ടും, മാനേജ് ചെയ്യാൻ അറിയണം. പിന്നെ ഇവിടുത്തെ ക്ലൈമറ്റും അവിടുത്തെ ക്ലൈമറ്റും തമ്മിൽ നല്ല ഡിഫറൻസ് ഉണ്ട്. അതിന്റെ പാർട്ടായിട്ട് പല പ്രശ്നങ്ങളും നമുക്ക് വരാം, ഡിപ്രഷൻ ഉൾപ്പെടെ. പിന്നെ ഇവിടെ നിന്നുള്ള ട്രാവൽ ടൈമും കാര്യങ്ങളും എല്ലാം കൺസിഡർ ചെയ്യണം. സോ പോകുന്നതിന് മുമ്പേ നല്ലൊരു റിസർച്ച് ചെയ്യണം. എവിടെയാ പോകുന്നത്, എന്തിനു വേണ്ടിയിട്ടാണ് പോകുന്നത്, പോയ ലൈഫ് ഉണ്ടോ, ഈ റിസർച്ച് ഒക്കെ ചെയ്ത് മനസ്സിലാക്കിയിട്ട് മാത്രം പോവാം. പിന്നെ വേറൊരു കാര്യം കൂടെ ഞാൻ പറയാം, ഈ ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലും നമ്മളെപ്പോലുള്ള വ്ളോഗേഴ്സ് ചെയ്യുന്ന വ്ളോഗുകൾ കണ്ട് മാത്രം ഡിസിഷൻസ് എടുക്കരുത്. കാരണം എല്ലാ വ്ളോഗേഴ്സും ക്യാമറയുടെ മുന്നിൽ എങ്ങനെയാ അത് തന്നെ ആയിരിക്കത്തില്ല റിയൽ ലൈഫിൽ. ചിലത് കൂടുതലും പെയ്ഡ് പ്രൊമോഷൻസും കാര്യങ്ങളും ആകാം, അല്ലെങ്കിൽ ഫേക്ക് ആയിട്ട് നിൽക്കുന്നവരാകാം. അങ്ങനെ അബദ്ധം പറ്റിയവരുണ്ട്. സോ പേഴ്സണലി ജെന്യുവൻ ആയിട്ടുള്ള അഭിപ്രായങ്ങൾ എടുത്തിട്ട് മാത്രം തീരുമാനങ്ങൾ എടുക്കുക. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ശരിക്കും യൂറോപ്പിലേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പൈസ ഉണ്ടാക്കാൻ പറ്റുമോ, രക്ഷപ്പെടാൻ പറ്റുമോ? എന്താ അഭിപ്രായം? വർക്ക് കൾച്ചറും പൈസ ഉണ്ടാക്കി രക്ഷപ്പെടാൻ പറ്റുമോ യൂറോപ്പിൽ? പറ്റും, തീർച്ചയായിട്ടും പറ്റും. നമുക്ക് യൂറോപ്പിൽ വന്നു കഴിഞ്ഞാൽ ഈ പറഞ്ഞ GCC-നെക്കാട്ടിലും ബാക്കിയുള്ളതിനെക്കാട്ടിലൊക്കെ കാശ് ഉണ്ടാക്കാം. എന്തൊക്കെ വ്യത്യാസങ്ങളുണ്ട് അവിടെ? കൾച്ചർ, നമ്മുടെ ലൈഫിന്റെ സ്റ്റാറ്റസ്,
നമ്മുടെ ഫിനാൻഷ്യൽ സ്റ്റാറ്റസ് എന്തൊക്കെ വ്യത്യാസങ്ങളുണ്ട്? ലിവിങ് സ്റ്റൈൽ എൻ്റയർലി ഡിഫറെൻ്റ് ആണ്. ഇപ്പോൾ നമ്മളിവിടെ ഇവിടെ നിൽക്കുമ്പോൾ നമുക്കൊരു നൈക്കിൻ്റെ ഷൂവോ പ്യൂമയുടെ ഷൂ ഒക്കെ വാങ്ങിക്കാൻ നമുക്ക് മടിയാണ്. കാരണം നമ്മൾ നോക്കുന്ന എപ്പോഴും 3000 അല്ലെങ്കിൽ 8000 റുപ്പീസിൻ്റെ ഷൂസ് വാങ്ങിക്കാൻ നമുക്ക് ഒരു മടിയായിരിക്കും. നമ്മളെപ്പോഴും ആലോചിക്കുന്ന ഒരു 2000 സ്നീക്കേഴ്സ് വാങ്ങാം, അല്ലെങ്കിൽ ഇവിടുത്തെ ഏതെങ്കിലും കമ്പനീസ് വാങ്ങാം, അല്ലെങ്കിൽ വോക്കറോ എന്ന് പറഞ്ഞ കമ്പനി അങ്ങനത്തെ എന്തെങ്കിലും വാങ്ങാനായിരിക്കും നമ്മൾ ചിന്തിക്കുന്നത്. പക്ഷെ അവിടെ എത്തുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ അഡിഡാസും പ്യൂമയൊക്കെ വാങ്ങുള്ളൂ, കാരണം അവിടെ ലിമിറ്റഡ് ഓപ്ഷൻസ് ആണ്. ഇവിടെ റിയൽമിയുടെ ഫോൺ ഉപയോഗിക്കുന്ന അവിടെ പറ്റുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഐഫോൺ, ഇവിടെ ഇപ്പോൾ ഐഫോണിന് ക്ഷാമമില്ല ഞാൻ പറയാണ്. പിന്നെ നമ്മൾ എടുക്കുന്ന കാറാണെങ്കിലും നമ്മൾ ഉപയോഗിക്കുന്ന കൺസ്യൂം ചെയ്യുന്ന പ്രൊഡക്ട്സ് ആണെങ്കിലും ഡെയിലി ലൈഫിൽ എക്സ്പീരിയൻസ് ചെയ്യുന്ന ജിമ്മ്, സ്വിമ്മിംഗ് പൂള്, അങ്ങനെയുള്ള എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് ആണെങ്കിലും ലിവിങ് സ്റ്റൈൽ കുറച്ചുകൂടി ഡിഫറെൻ്റ് ആണ്. അതായത് നാട്ടിൽ നിൽക്കുമ്പോൾ നമ്മൾ ചെയ്യാത്ത കാര്യങ്ങൾ അല്ലെങ്കിൽ ചെയ്യാൻ മടിക്കുന്ന കാര്യങ്ങൾ ഓട്ടോമാറ്റിക്കലി അവിടെ ചെല്ലുമ്പോൾ നമ്മൾ ചെയ്തു പോകും. അതിന്റെ കാരണം ആ ഓപ്ഷൻസ് എവിടെ ഉള്ളൂ. അപ്പൊ ലിവിങ് സ്റ്റൈൽ ഡിഫറെൻ്റ് ആണ്. പറ്റും 100% ഞാൻ പറ്റും. ഡിപ്പെൻസ് ആണ് ഓരോരുത്തരുടെ ജോബിനനുസരിച്ച്. ഏറ്റവും കുറഞ്ഞത് ചോദിക്കുന്നത് ശരിക്കും ഒരു വരാൻ പോകുന്ന ആള് അല്ലെങ്കിൽ ഒരു പബ്ലിക് ഒരാളുടെ ഒരു പെർസ്പെക്റ്റീവിലാണ് ചോദിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പൈസ ഒക്കെ സേവ് ചെയ്യാൻ പറ്റും. അത് ഞാൻ പറയാം. എത്ര കൊല്ലം ശരിക്കും നമ്മൾ യൂറോപ്പിൽ നിൽക്കേണ്ടി വരും? കുറഞ്ഞതൊരു 2 കൊല്ലം നിന്ന് കഷ്ടപ്പെട്ടാലേ എന്തെങ്കിലുമൊക്കെ നമുക്ക് സേവ് ചെയ്ത് തുടങ്ങാൻ പറ്റത്തുള്ളൂ. പിന്നെ വന്നു തുടങ്ങിയാൽ തന്നെ സേവ് ചെയ്യണമെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഹൈലി സ്കിൽഡ് കാറ്റഗറി ആയിരിക്കും, അല്ലെങ്കിൽ ഒരു 2 വർഷം സ്ട്രഗിൾ പാർട്ട് തന്നെ. അതിനുശേഷം നിങ്ങൾക്ക് സേവ് ചെയ്ത് തുടങ്ങാം. കുറഞ്ഞതൊരു 2000 euro എബോവ് സാലറി ഉണ്ടെങ്കിലാണ് അത്യാവശ്യം നല്ല രീതിയിൽ ഓവറോൾ യൂറോപ്പിലെ കൺട്രീസിൽ സർവൈവ് ചെയ്യാൻ പറ്റും. പിന്നെ നമ്മൾ ഈ പറഞ്ഞ പോലെ ചെലവ് കുറഞ്ഞ യൂറോപ്യൻ കൺട്രീസ് ഉണ്ട്. അവിടെ ആണെങ്കിൽ 1500 1300 യൂറോ ഉണ്ടെങ്കിൽ ഇനഫ് ആണ്. അപ്പോൾ അവിടെ ഒരു 400 യൂറോ പോയാലും നിങ്ങൾക്ക് ഒരു 600 യൂറോ സേവ് ചെയ്യാൻ പറ്റും മിനിമം. അങ്ങനെ ഉള്ളിടത്ത് നാട്ടിൽ ഒരു 50,000 രൂപ അയക്കാം. പക്ഷേ നമ്മൾ പിന്നെ ബ്രോ ഓരോരുത്തരും എങ്ങനെയാണ് അവരുടെ ലൈഫ് സ്റ്റൈൽ കൊണ്ടുവന്നത് അതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും ബാക്കി എല്ലാ കാര്യവും. ജർമ്മനിയിൽ ഭയങ്കര ചിലവാണ്. അവിടെ ജീവിക്കണമെന്നുണ്ടെങ്കിൽ മാസം ഒരു 80,000 90,000 രൂപ വേണം. പക്ഷെ അവിടെ സാലറി കൂടുതലാണ്, 2 ലക്ഷം. ഞാൻ സ്വീഡനിലുള്ളപ്പോൾ എനിക്ക് സാലറി 3 രൂപ മേളിലുണ്ടായിരുന്നു. ഓക്കെ, അവിടെ ചിലവുണ്ട്, പക്ഷെ എന്നാലും എനിക്ക് അത്യാവശ്യം നല്ല സേവിങ്സ് കിട്ടുന്നുണ്ടായിരുന്നു. എനിക്ക് മാസം 15 ദിവസം സാലറി കിട്ടും. എല്ലാവരും സ്വീഡനിൽ അങ്ങനെയാണ് ചെയ്യുന്നത് പറയാൻ പറ്റില്ല. ഓക്കെ, അപ്പൊ നമ്മൾ ചെയ്യുന്ന വർക്ക് നമുക്ക് കിട്ടുന്ന സാലറി ഇതൊക്കെയാണ്. പിന്നെ ഇതിനെല്ലാം മാറ്റർ ഓരോ ഡേയും ഇന്നലത്തെ എന്നെക്കാട്ടിലും ഇന്ന് ഞാൻ ഇംപ്രൂവ്ഡ് ആണോ ആകുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്തേണ്ടത് നമ്മൾ തന്നെ. അതേസമയം ഞാൻ എന്നും സട്ടിലായിട്ട് ഒരു ജോബിൽ തന്നെ നിന്ന് വർക്ക് ചെയ്യുകയാണെങ്കിൽ ഈ പറഞ്ഞ ഇമ്പ്രൂവ്മെന്റ് ഉണ്ടാവുമോ നമുക്ക് പറയാൻ പറ്റത്തില്ല. ചിലരെ സംബന്ധിച്ച് ഞാൻ കേട്ടിട്ടുണ്ട്, ദുബായിൽ നിന്നാലും എനിക്ക് ഇതിനേക്കാളും കാശ് ഉണ്ടാക്കാമായിരുന്നു, ഇവിടെ നിൽക്കുന്നത് എനിക്ക് നഷ്ടമല്ലായിരുന്നു. അവര് 2 വർഷമായിട്ട് ഇമ്പ്രൂവ് ആയിട്ടില്ല എന്നാണ് അതിന്റെ അർത്ഥം. സോ ഡിപ്പെൻഡ്സ് ഓൺ പീപ്പിൾ. അതെ, ഞാൻ മാൾട്ടയിൽ നിൽക്കുമ്പോൾ എനിക്ക് അത്യാവശ്യം കുഴപ്പമില്ലാത്ത സാലറി ഉണ്ടായിരുന്നു. പക്ഷെ എൻ്റെ അതേ പോസ്റ്റിൽ മറ്റു കമ്പനി വർക്ക് ചെയ്യുന്നവർക്ക് അത്രയും സാലറി ഇല്ലായിരുന്നു, അവർക്ക് സ്ട്രഗ്ലിംഗ് ആയിരുന്നു. സോ ഡിപ്പെൻഡ്സ് ഫ്രം പീപ്പിൾ ടു പീപ്പിൾ. ഒരു ചെക്കനുണ്ട്, അപ്പോ ഞങ്ങൾ ആദ്യം വന്നപ്പോൾ ഞങ്ങൾക്ക് വെറും 50,000 എടുത്ത് 500 യൂറോ സ്റ്റാർട്ടിങ് ഉണ്ടായിരുന്നത്. പക്ഷെ അതേ കമ്പനിയിൽ തന്നെ ഞാൻ വിത്തിൻ 3 months ഉള്ളില് അതിന്റെ ഒരു 1200 എടുത്ത് 1,20,000 എടുത്ത് അന്ന് ഞാൻ സാലറി വാങ്ങിച്ചിട്ടുണ്ട്. ഞാൻ ചില ഓവർ ടൈം വർക്ക് ചെയ്യും, 4 hours എക്സ്ട്രാ വർക്ക് ചെയ്യും. 8 മണിക്കൂർ പണി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 4 മണിക്കൂർ വർക്ക് ചെയ്യും. സാറ്റർഡേ സൺഡേ ലീവ് ആണെന്നുണ്ടെങ്കിൽ വീണ്ടും ആ ദിവസങ്ങളിൽ പണിക്ക് പോകും. തറവടയ്ക്കാനും ഇതിനൊക്കെ പോകും, എല്ലാത്തിനും ചെയ്യും. എന്നാ ഞാൻ ചെയ്യണതിന്റെ വേറെ അതിന് വരട്ടി ഹാർഡ് വർക്ക് ചെയ്യുന്ന ആളുണ്ട്. ഇപ്പൊ എൻ്റെ ഒരു കമ്പനി ഒരു ചെക്കണ്ടായിരുന്നു, അവൻ ആദ്യം വന്നപ്പോൾ അവൻ മുടിവെട്ട് പരിചയം ഉണ്ടായിരുന്നില്ല. പക്ഷെ അവൻ മുടിവെട്ട് പഠിച്ചു പാടുന്നു. മുടിവെട്ട് ഞങ്ങളെല്ലാവരും മുടിവെട്ട്, കാരണം നമുക്ക് വേറെ നിവൃത്തിയില്ല. അവിടെ $20 മുടിവെട്ടാൻ ഇവന്റെ അടുത്ത് കിട്ടാനായിട്ട് ഞങ്ങൾക്ക് 500 രൂപ. അപ്പൊ നമ്മൾ നോക്കുമ്പോ 500 രൂപയ്ക്ക് മുടി കിട്ടും. പക്ഷെ അവന്റെ അടുത്ത് അല്ലാണ്ട് പുറത്തുനിന്ന് കിട്ടുമ്പോൾ 2000 രൂപയ്ക്ക് മുടി കിട്ടണം. അന്ന് ശരി അവന്റെ അടുത്ത് കിട്ടും. അങ്ങനെ ഞങ്ങളൊരു 5-6 ആൾക്കാർ വേണ്ടി 11 ആൾക്കാരുണ്ട് ഞങ്ങള്. അവരെല്ലാരും വെട്ടും, മുകളിൽ നിന്ന് ബംഗ്ലാദേശിൽ വെട്ടും. അങ്ങനെ അവസാനം ആ ബിൽഡിങ്ങിൽ മൊത്തം അവൻ്റെ വെട്ടും. അവൻ അതിൽ നിന്ന് നല്ലൊരു വരുമാനമായി. പിന്നെ ഞങ്ങൾ അവിടെ ക്ലീൻ ചെയ്യാത്ത സ്ഥലങ്ങൾ ഇവൻ അവിടുത്തെ ബോസിന്റെ അടുത്ത് നിന്ന് സംസാരിച്ചിട്ട് പറഞ്ഞു, ഞാൻ ക്ലീൻ ചെയ്യാം എന്ന് വെച്ചാല് എനിക്ക് അതൊക്കെ ക്ലീൻ ചെയ്താൽ കൊള്ളാന്നുണ്ട്, കാശ് തന്നാൽ മതി പറഞ്ഞു. ബോസ് പറഞ്ഞൊരു കാര്യം ചെയ്യുന്ന എനിക്കൊരു 20,000 രൂപ അല്ലെങ്കിൽ 200 യൂറോ നിനക്ക് തരാം, നീ ക്ലീൻ ചെയ്തു പറഞ്ഞു. അവൻ 13 വയസ്സാക്കി. ഇവൻ പിന്നെ എന്താ വെച്ചാല് ബോസിനെ അവിടെ, അവന് ദുബായിൽ 2 വർഷത്തെ എക്സ്പീരിയൻസ് വീഡിയോ അവൻ എന്തായാലും കാണും. പക്ഷെ അവൻ അപ്രിഷിയേറ്റ് ആണ്, നല്ല കാര്യമാണത്. അവൻ ബോസിനെ അവിടെ കയ്യിലെടുത്ത് സംസാരിച്ച് സെറ്റാക്കി. ഞങ്ങളാട്ടേക്ക് മുമ്പ് പ്രൊമോഷൻ വാങ്ങിച്ചു. ഞങ്ങൾ 1 മാസം മൊത്തം ട്രെയിനിങ് ഇട്ട് ഞങ്ങളെ വേറൊരു പൊസിഷനിലേക്ക് മാറ്റി കൊണ്ടുവരുമ്പോഴത്തേനും 2ാമത്തെ മാസം അവൻ ഓപ്പറേറ്റർ ആക്കി. അവന്റെ സാലറി സ്കെയിൽ മാറി. അപ്പൊ ഞങ്ങൾ വാങ്ങുന്നതിന്റെ ഏകദേശം ഡബിളോ ത്രിബിളോ എടുത്ത് അവന്റെ സാലറി ആയിരുന്നു. അത് അവന്റെ ഹാർഡ് വർക്കിംഗ് ആണ്. ഇതാണ് സ്ട്രഗിൾ ഫോർ എക്സിസ്റ്റൻസ്, സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ്. ആരാണോ അന്വേഷിച്ച് മുന്നോട്ട് പോകുന്നത്, ഇമ്പ്രൂവ്മെന്റ് ഉണ്ടാക്കാൻ നോക്കുന്നത്, രക്ഷപ്പെടും. കഷ്ടപ്പെടാൻ നല്ല മനസ്സും പണിയെടുക്കാനുള്ള മനസ്സുണ്ടെങ്കിൽ നമുക്ക് രക്ഷപ്പെടാം. യൂറോപ്പിൽ കാശ് ഉണ്ടാക്കാൻ പറ്റും. അതായുള്ള എൻ്റെ ഒരു ഉത്തരം. ഇനി പറ്റുന്നില്ലെങ്കിൽ അത് ആ ചെയ്യുന്നതിന്റെ കുഴപ്പമാണ്.
ഇപ്പൊ മാൾട്ടയിൽ ഇപ്പൊ ഞാൻ ഏറ്റവും സിമ്പിൾ ആയിട്ട് പറയാനുള്ള കാര്യമാണ്, യൂറോപ്പിൽ വേറെ എവിടെയും ജോലി കിട്ടിയില്ലെങ്കിലും മാൾട്ടയിൽ ജോലി കിട്ടും. അത് ഇപ്പൊ അങ്ങനത്തെ സിറ്റുവേഷൻ ഞാൻ പറയുന്നത്, മാൾട്ട ഭയങ്കര ഡിഫിക്കൽട്ട് ആണ്. ബട്ട് സ്റ്റിൽ ഇംഗ്ലീഷ് സ്പീക്കിംഗ് കൺട്രിയാണ്, ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉള്ള സ്ഥലമാണ്. അവിടെ നിങ്ങൾക്ക് ജോലി കണ്ടുപിടിക്കാൻ പറ്റിയില്ലെങ്കിൽ ക്രൊയേഷ്യ പോയി ജോലി കണ്ടുപിടിക്കാൻ പാടാം എന്ന് ഞാൻ പറയാനുള്ള കാര്യം. മാൾട്ടയിൽ എന്നോട് വിളിച്ച് പറയാറുണ്ട് ചിലര്, ഒരു രക്ഷയിൽ എനിക്കൊരു ജോലിയും കിട്ടുന്നില്ല. ഇറങ്ങി അന്വേഷിക്കണം, ഞങ്ങൾ മാൾട്ടയിൽ വന്ന് ജോലി കണ്ടുപിടിച്ചവരല്ലേ, ഈ പറഞ്ഞ സ്ഥലത്തൊക്കെ പോയിട്ടുണ്ടല്ലോ. നമ്മളെ കൊണ്ട് പറ്റുമെങ്കിൽ ഇവരെയും കൊണ്ടും പറ്റും. ഇപ്പോൾ അനസ് ഒറ്റ കാര്യം സിമ്പിൾ ആയിട്ട് പറയാം, അനസ് വീഡിയോ ഇപ്പൊ ചെയ്യുന്നുണ്ട്. കുറെ നാൾ മുമ്പേ ബ്രോ വീഡിയോ ക്രിയേഷൻ തുടങ്ങുന്നതിന് മുമ്പേ വീഡിയോ ചെയ്ത് നോക്കിയാലല്ലേ അറിയത്തുള്ളൂ ബ്രോ വീഡിയോ ചെയ്യുമെന്നുള്ളൂ, അല്ലേ? സോ അന്ന് വീഡിയോ ചെയ്യാൻ പഠിച്ച ഒരാള് അന്ന് വീഡിയോ ട്രൈ ചെയ്ത് നോക്കിയില്ലെങ്കിൽ ഇപ്പൊ ഈ പോഡ്കാസ്റ്റിൽ ഇരിക്കാൻ പറ്റില്ലല്ലോ. മലയാളി ഫ്രം ക്രൊയേഷ്യ എന്നൊരു ക്രിയേറ്ററും വരില്ലല്ലോ. പണ്ട് വീഡിയോ ചെയ്യാൻ പേടിച്ചിരുന്ന മിസ്റ്റർ ടോക്കറ്റീവ് വീഡിയോ ചെയ്തില്ലെങ്കിൽ വരില്ലല്ലോ. സോ നമ്മൾ ട്രൈ ചെയ്യണം. ചിലപ്പോൾ പാളും. എന്റെ ആദ്യത്തെ അക്കൗണ്ട് പോയി എന്ന് പറഞ്ഞാൽ അവിടെ മിണ്ടാതിരുന്ന പിന്നെ അവിടെ ഫ്ലോപ്പായി. സെക്കൻഡ് അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്യണം. ഇപ്പൊ അറൗണ്ട് ഒരു 44. ചിലപ്പോൾ അത് നാളെ ഉറങ്ങില്ലെങ്കിൽ 35 ഫോളോവേഴ്സ് ആണ് ടിക്ടോക്കില്. അത് അറൗണ്ട് 90K. അത് ബ്രോ നമ്മൾ പറയല്ലേ, ഈ സത്യം പറഞ്ഞാൽ ഞാൻ ഈ ഫോളോവേഴ്സിന്റെ എണ്ണമൊന്നും കണ്ടിട്ട് ഞാൻ ഭയങ്കര ഇതാവില്ല. എനിക്ക് ഒത്തിരി ഫ്രണ്ട്സ് ഉണ്ട് ക്രിയേറ്റേഴ്സ് ആയിട്ടുള്ള. ഇതൊരു ഉറങ്ങി എണ്ണിക്കുമ്പോൾ തീരാവുന്ന ഇതാണ്, ഒരു നൂൽപ്പാലത്തേക്കൂടെയുള്ള യാത്രയാണ് ഇതല്ല. പക്ഷെ എനിക്കിതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് നല്ല ഫ്രണ്ട്സിനെ കിട്ടും, ഒരുപാട് നല്ല സോഴ്സ് ആയിട്ടുള്ള കണക്ഷൻസ് ഉണ്ട്. നെറ്റ്വർക്കിംഗ്, അതിനകത്ത് കിട്ടുന്ന നെറ്റ്വർക്കിംഗ് ഭയങ്കര. നമ്മൾ പരിചയപ്പെട്ടത് ഇപ്പൊ അങ്ങനെയല്ല. അനസ് എന്നൊരു വ്യക്തിനെ പരിചയപ്പെട്ടത് ഈ സോഷ്യൽ മീഡിയ കൂടെയാണ്. ഇപ്പൊ ഇവിടെ വന്ന് നമ്മളിങ്ങനെ ഒരു ഇതൊരു കോൺവെർസേഷൻ നടക്കുന്നത്, നമ്മൾ ഒരുമിച്ച് ട്രാവൽ ചെയ്ത അതിന്റെ എല്ലാം കാരണം എനിക്ക് അനസിനെ നേരത്തെ സ്കൂളിൽ തൊട്ട് അറിയോ, കോളേജിൽ എന്നോട് പഠിച്ചാണോ, എന്റെ ഫ്രണ്ടിന്റെ ഫ്രണ്ടാണോ. അത് കംപ്ലീറ്റ്ലി സ്ട്രേഞ്ചേഴ്സ് ആയിട്ട് എന്റെ ആളുകളെ തമ്മിൽ കണക്ട് ആകാൻ സഹായിച്ചൊരു സംഭവമാണ് ഈ ക്രിയേറ്റർഷിപ്പ് അല്ലെങ്കിൽ ഈ ഒരു സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത്. സോ അതൊരു ഒരുപാട് പോസിബിലിറ്റീസ് ഉണ്ട്. ഈ ക്രിയേറ്റേഴ്സിനെ ക്രിയേറ്റ് ചെയ്ത് ഒരു ഗ്രൂപ്പാക്കി കൊണ്ടുനടക്കുക എന്നുള്ളത് ഏറ്റവും വലിയൊരു സംഭവമാണ്. എല്ലാം സെറ്റ് ആവട്ടെ, തുടങ്ങിയിട്ടേ ഉള്ളൂ, ഇനി ഒരുപാട് കാര്യങ്ങൾ വേണ്ട. എനിക്ക് ഈ ഫ്ലൈറ്റ് ടിക്കറ്റ് എന്നുള്ള ഒരു പോഡ്കാസ്റ്റ് തുടങ്ങാനുള്ള പ്ലാൻ വന്നപ്പോഴേ എന്റെ മനസ്സിൽ ഏറ്റവും ഫസ്റ്റ് ആയിട്ട് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്ന ആളാണ്. ഒരുപാട് സന്തോഷം. നിങ്ങളാണ് അതിന് ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ള ആള്. അയ്യോ അനസ് അങ്ങനെ പറയുമ്പോ ആക്ച്വലി എനിക്കത് ഭയങ്കര ഒരു റിവാർഡ് പോലെയാ തോന്നുന്നത്. കാരണം ഞാൻ സംസാരിക്കുമ്പോഴേ ഞാൻ ഓൾറെഡി നല്ലോണം കത്തിക്കുന്ന ആളാ. ഞാൻ നല്ലോണം സംസാരിക്കും. ആൾക്കാരുടെ എന്നോട് സംസാരിക്കുന്ന ആളുകളോട് ഞാൻ അങ്ങോട്ട് സംസാരിക്കും. ഞാൻ സംസാരിക്കുമ്പോ എന്നെക്കാളും സംസാരിക്കുന്ന ആളാ നിങ്ങള്. അയ്യോ നമ്മള് വണ്ടിയിൽ സംസാരിക്കുമ്പോ എന്നെക്കാളും കൂടുതൽ സംസാരിക്കും. എനിക്ക് സംസാരിക്കുന്ന ഗ്യാപ്പില്ല. അനസ് അതൊക്കെ ഒരു നിമിത്തം. ഇപ്പൊ ലെറ്റ്സ് സേ തൃശ്ശൂരിൽ നിന്ന് ക്രൊയേഷ്യയിൽ വന്ന അനസും പത്തനംതിട്ടയിൽ നിന്ന് സ്വീഡനിൽ ഉണ്ടായിരുന്ന ഞാനും തമ്മിൽ ഇങ്ങനെ ഒരു പോഡ്കാസ്റ്റിൽ കണക്ട് ആവുക, അനസ് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു പോഡ്കാസ്റ്റിലെ ഫസ്റ്റ് ഗസ്റ്റ് ആയിട്ടൊക്കെ വരാൻ പറ്റുന്ന പറഞ്ഞാൽ എന്നെ സംബന്ധിച്ച് വലിയ റിവാർഡാണ്. താങ്ക് യു സോ മച്ച് ഫോർ ഇൻവൈറ്റിംഗ് മീ. ഇനിയും അനസിന്റെ പോഡ്കാസ്റ്റ് ഇല്ല, ഒരിക്കലും ഇല്ല. അനസ് ഇനി ഒരുപാട് പേരെ ഇവിടേക്ക് കൊണ്ടുവരണം. ഇത് ആക്ച്വലി നല്ലൊരു ഇനിഷ്യേറ്റീവ് ആണ്. ഇനിയും യൂറോപ്പിലേക്ക് അല്ലെങ്കിൽ എവിടെയും പുറത്തേക്ക് പോകുന്നവർക്ക് നല്ല ഇൻസൈറ്റ്സ് കിട്ടാനായിട്ട് ഒരു ഫണ്ടിന് പുറമെ ഫാക്റ്റും കൂടെ ഡിസ്ക്ലോസ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോം ആയിട്ട് ഇത് മാറട്ടെ. ഓൾ ദി ബെസ്റ്റ് വിഷസ്. നമ്മുടെ വീഡിയോ ഇനി ആരെങ്കിലും കാണുമെന്ന് എനിക്കറിയില്ല, ബട്ട് സ്റ്റിൽ കണ്ടു കഴിഞ്ഞാൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. വളരെ സിൻസിയർ ആയിട്ടുള്ള ഒരു ജെനുവിൻ തോട്ട് പ്രോസസ്സിൽ നിന്ന് ഉളവെടുത്തൊരു കോൺസെപ്റ്റ് ആണിത്. അപ്പോൾ നിങ്ങൾ സപ്പോർട്ട് ചെയ്താലാണ് ശരിക്കും ഇതിനൊരു മൈലേജ്. നമ്മുടെ കാര്യം ഇതാണ്, പച്ചക്ക് എന്താണ് സംഭവം എന്ന് പറഞ്ഞു കൊടുക്കുക. അതെ, പിന്നെ വേണ്ടത് വെച്ചാൽ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ഏറ്റവും ഇപ്പോൾ ഒരു ഞാൻ നോക്കുമ്പോൾ വേറെ എവിടെയും ഇത് പറയണില്ല. എങ്ങനെയാണ് പോകുന്നത്, എന്തൊക്കെ കാര്യങ്ങൾ, അവിടെ എന്താ സംഭവം, എന്താ നടന്നുകൊണ്ടിരിക്കുന്നത്, എന്നാൽ അതൊന്നും പറയണ ആരുമില്ല. ചില കുറേ പേര് പറയുന്നുണ്ട് അവരുടെ കാര്യങ്ങൾ. ഇപ്പം ഈ ഒരു വേദിയിൽ ഞാൻ വിചാരിക്കുന്നത് ഇങ്ങനെയുള്ള സംഭവങ്ങൾ ജസ്റ്റ് ഒരു കാഷ്വൽ ടോക്സ്, എന്തൊക്കെയാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്, നിങ്ങൾ എങ്ങനെ പോയി, എന്തൊക്കെ കാര്യങ്ങൾ, അവിടെ എന്തൊക്കെ സംഭവങ്ങൾ, ജസ്റ്റ് അത്രയ്ക്കേ ഉള്ളൂ. നമുക്ക് പോകാനുള്ള വഴികൾ, അങ്ങനെ കാര്യങ്ങൾ പറഞ്ഞു. അപ്പോൾ ഞാൻ പറയണതും വെരി താങ്ക്ഫുൾ ടു അശ്വിൻ ബ്രോ. യു ആർ മോസ്റ്റ് വെൽക്കം. ഇതിന്റെ ഓൾ അണ്ടർ വൺ അംബ്രല്ല എന്ന ഒരു ഇൻഫർമേഷൻ സോഴ്സായി മാറട്ടെ. ഇനി ഒരുപാട് ഗസ്റ്റുകൾ വരട്ടെ. ഇനി എപ്പോഴെങ്കിലും ഒരു സാഹചര്യത്തിൽ വീണ്ടും എനിക്ക് ഈ ഒരു പോഡ്കാസ്റ്റ് വരാൻ പറ്റട്ടെ. അന്ന് ഈ ഒരു പോഡ്കാസ്റ്റ് ഒരു സംഭവമായി മാറട്ടെ. ഒരുപാട് പേർക്ക് ഹെൽപ്പ് ആയ, ഒരുപാട് പേര് ഫോളോ ചെയ്യുന്ന ഒരു പോഡ്കാസ്റ്റ് ആയിട്ട് മാറട്ടെ. അപ്പോൾ നമ്മളിതിന്റെ ഇൻസ്റ്റാഗ്രാമിൽ നമ്മളിതിന്റെ റീൽസ് കാര്യങ്ങളൊക്കെ പൊയ്ക്കൊണ്ടിരിക്കും. ഞാൻ അതിൽ നമ്മുടെ അശ്വിൻ ബ്രോയുടെ പേജും കാര്യങ്ങളൊക്കെ ടാഗ് ചെയ്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ അവരുടെ വീഡിയോസ് കാര്യങ്ങളൊക്കെ എല്ലാവർക്കും എടുത്ത് ചെക്ക് ചെയ്ത് നോക്കാം. അതിൽ ഒരുപാട് ഇൻഫർമേഷൻസ്, ഒരുപാട് ട്രാവലിങ്ങിന്റെ കാര്യങ്ങൾ ഒക്കെ എടുക്കുന്നുണ്ട്. അത് ഫോളോ അപ്പ് ചെയ്യാം. അപ്പോൾ ഇങ്ങനെ ഒരു ടച്ച് എപ്പോഴും ഉണ്ടാവട്ടെ, നല്ല ബന്ധം എപ്പോഴും ഉണ്ടാവട്ടെ. താങ്ക് യു വെരി മച്ച്.